point, ratios of the industry to which the firm belongs. To determine the financial condition and performance of a firm, its ratios may be compared with average ratios of the industry of which the firm is a member. ഒരു ഫേമിൻ്റെ സാമ്പത്തിക അവസ്ഥയും പെർഫോമൻസും നിർണ്ണയിക്കുന്നത് അതിൻ്റെ റേഷ്യോസ് സ്ഥാപനം അംഗമായിട്ടുള്ള, അതായത് ആ ഫേം അംഗമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ ശരാശരി റേഷ്യോസ് ആയിട്ട് താരതമ്യം ചെയ്തേക്കാം എന്നുള്ളതാണ്. സച്ച് റേഷ്യോസ് ആർ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഇൻ വ്യൂ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഈച്ച് ഇൻഡസ്ട്രി ഹാസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഇൻഫ്ലുവൻസസ് ദ ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. സാമ്പത്തികവും പ്രവർത്തനപരവുമായ ബന്ധങ്ങളെ സ്വാധീനിക്കുന്ന ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെ ഒരു സ്വഭാവമുണ്ട് എന്ന വസ്തുത കണക്കിലെടുത്ത് അത്തരം റേഷ്യോസ് പ്രധാന മാനദണ്ഡങ്ങളാണ്. അതായത് റേഷ്യോസ് അനലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വ്യത്യസ്ത ഫേമുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ അവിടെ സാധ്യമാക്കുന്നു. ദ ആവറേജ് റേഷ്യോസ് വിൽ ബി മീനിങ്ലെസ് ആൻഡ് ദ കമ്പാരിസൺ ഫ്രൂട്ടൈൽ ഇഫ് ദ ഫേംസ് വിത്തിൻ എ സെയിം ഇൻഡസ്ട്രി വൈഡ്ലി ഡിഫർ ഇൻ ദെയർ അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഒരേ വ്യവസായത്തിനുള്ളിലുള്ള ഫേംസ് അവരുടെ അക്കൗണ്ടിംഗ് നയങ്ങളിലും സമ്പ്രദായങ്ങളിലും വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആവറേജ് റേഷ്യോസ് നമുക്ക് അർത്ഥശൂന്യവും താരതമ്യം എന്ന് പറയുന്നത് ഒരു ഉപയോഗശൂന്യവുമായി തീരും. അതായത് റേഷ്യോസിൽ വല്ലാണ്ട് വേരിയേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു കമ്പാരിസൺ ആവറേജ് റേഷ്യോസ് നമ്മൾ മൊത്തം സെയിം ഇൻഡസ്ട്രിയുടെ ആവറേജ് റേഷ്യോസ് ഒക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായി തീരുമെന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ, അബ്സൊല്യൂട്ട് സ്റ്റാൻഡേർഡ് റേഷ്യോസ്. Experts have laid down some standards after making numerous experiments in various companies and at various places. അതായത് വിവിധ കമ്പനികളിലും വിവിധ സ്ഥലങ്ങളിലും നിരവധി പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം എക്സ്പേർട്സ് വിദഗ്ധർ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. On the basis of such standards, ratios have been found out and these ratios are called standard ratios or absolute ratios or ideal ratios. അത്തരം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ റേഷ്യോസ് പലതരത്തിലുള്ള റേഷ്യോസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ റേഷ്യോസിനെ സ്റ്റാൻഡേർഡ് റേഷ്യോസ് അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോസ് അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് റേഷ്യോസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. They are used all over the world, that is, such ratios are regarded as standard ratios everywhere. The margin should be given for variations at the time of interpretation. അവ ലോകമെമ്പാടും ഉപയോഗിക്കുന്നുണ്ട്. അതായത് അത്തരം റേഷ്യോസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് റേഷ്യോസ് അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് റേഷ്യോസ് ഓർ ഐഡിയൽ റേഷ്യോസ് എല്ലായിടത്തും സാധാരണ റേഷ്യോസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയേഷൻസിന് അർഹമായ മാർജിൻ നൽകണം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. Then projections through ratios. The ratio analysis can also be used in making future projections regarding various items of income statement and balance sheet. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും വിവിധ ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാവിയിലെ പ്രൊജക്ഷൻസ് നിർമ്മിക്കുന്നതിലും റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കാറുണ്ട്. പെർഫോമ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി ഡ്രോൺ വിച്ച് മേ ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഇവാലുവേറ്റിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. അതായത് യഥാർത്ഥ പ്രകടനം വിലയിരുത്തുന്നതിൽ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന പെർഫോമ സ്റ്റേറ്റ്മെൻറ്റ്സ് വരയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. For this purpose, past account data are used for the calculation of various accounting ratios, taking into account the expected changes. Thus, standard ratios are prepared. These standard ratios are used in making forecasts in respect to several items of income statement and balance sheet. ഈ ഒരു ഉദ്ദേശത്തിനായിട്ട് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് വിവിധ അക്കൗണ്ടിംഗ് അനുപാതങ്ങളുടെ കണക്കുകൂട്ടലിനായിട്ട് മുൻകാല അക്കൗണ്ട് ഡാറ്റ കൂടി ഉപയോഗിക്കുന്നു. അങ്ങനെ സ്റ്റാൻഡേർഡ് റേഷ്യോസ് തയ്യാറാക്കുകയാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും നിരവധി ഇനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഡിക്ഷൻസ് നടത്തുന്നതിൽ ഈ സ്റ്റാൻഡേർഡ് റേഷ്യോസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. Then limitations of financial statement analysis. The following are all limitations of financial statements. First one, transactions are initially recorded at their cost. This is a concern when reviewing the balance sheet, but the values of assets and liabilities may change over time. ഇവിടെ പറയുന്നത് ട്രാൻസാക്ഷൻസ് തുടക്കത്തിൽ അവരുടെ ചെലവിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആസ്തികളുടെയും ബാധ്യതകളുടെയും മൂല്യങ്ങൾ കാലക്രമേണ മാറിയേക്കാവുന്ന ബാലൻസ് ഷീറ്റ് അവലോകനം ചെയ്യുമ്പോൾ ഇത് വളരെയധികം ആശങ്കാജനകമാണെന്നാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, ഇഫ് ദ ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് റിലേറ്റീവ്ലി ഹൈ, the amounts associated with assets and liabilities in the balance sheet will appear inordinately low since they are not being adjusted for inflation. This mostly applies to long-term assets. അതായത് പണപ്പെരുപ്പ നിരക്ക് താരതമ്യേന ഉയർന്നതാണെങ്കിൽ ബാലൻസ് ഷീറ്റിലുള്ള ആസ്തികളും ലയബിലിറ്റീസൊക്കെ ബന്ധപ്പെട്ട തുകകൾ ഇൻഫ്ലേഷണറി ആയിട്ട് ക്രമീകരിക്കപ്പെടാത്തതിനാൽ
ഒരു താഴ്ന്ന നിരക്കായിട്ട് കാണപ്പെടും. ഇത് മിക്കവാറും ലോങ് ടേം അസറ്റ്സിന് ബാധകമാണ്. And the third point, many intangible assets are not recorded as assets. Instead, any expenditure made to create an intangible assets are immediately changed to expense. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അദൃശ്യമായ പല ആസ്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ആസ്തികൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പകരം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സൃഷ്ടിക്കാൻ നടത്തുന്ന ഏതൊരു ചെലവും ഉടനടി ചെലവിലേക്ക് തന്നെ അത് ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. A user of financial statements can again incorrect view of the financial results or cash flows of a business by only looking at one reporting period. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഉപയോക്താവിന് ഒരു റിപ്പോർട്ടിംഗ് കാലയളവ് മാത്രം നോക്കിക്കൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തികമായ ഫലങ്ങളുടെ ഒരു തെറ്റായ വിഷൻ നേടാൻ കഴിയുന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ് വിലയിരുത്തരുത്. ഏതെങ്കിലും ഒരു കാലയളവ് ഒരു ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തന ഫലങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കാം. ഒരു പക്ഷേ വിൽപ്പനയിൽ പെട്ടെന്നുള്ള വർധനവ് അല്ലെങ്കിൽ സീസണാലിറ്റി ഇഫക്റ്റുകളൊക്കെ കാരണം ചില വേരിയേഷൻസ് സംഭവിക്കാം എന്നുള്ളതാണ്. Then, and the fifth point, if a user wants to compare the results of different companies, their financial statements are not always comparable because the entities use different accounting practices. ഒരു ഉപയോക്താവ് വ്യത്യസ്ത കമ്പനികളുടെ റിസൾട്ട്സ് താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഫേംസ് വ്യത്യസ്ത അക്കൗണ്ടിങ് സമ്പ്രദായങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒപ്പം വരുന്ന ചില വെളിപ്പെടുത്തലുകളൊക്കെ പരിശോധിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. And the final limitation, the management term of a company may deliberately skew the results presented. അതായത് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് ടീം അവതരിപ്പിച്ച റിസൾട്ട്സ് മനഃപൂർവ്വം വേണമെങ്കിൽ നമുക്ക് വളച്ചൊടിച്ചേക്കാം. അപ്പോൾ ഇതെല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. Lastly, we can conclude that the financial statements do not address non-financial issues such as the environmental attentiveness of a company's operations or how well it works with a local community. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതിക ശ്രദ്ധ അല്ലെങ്കിൽ പ്രാദേശിക സമൂഹമായിട്ട് എത്ര നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള സാമ്പത്തികേതര പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ളതാണ്. If the financial statements have not been audited, this means that no one has examined the accounting policies, practices and controls of the issuer to ensure that it has created accurate financial statements. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം കൃത്യമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ആരും അക്കൗണ്ടിങ് നയങ്ങളും സമ്പ്രദായങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും തന്നെ പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് the information in a set of financial statements provide information about either historical results or the financial status of a business as of a specific date. The statements do not necessarily provide any value in predicting what will happen in the future. അതായത് ഒരു കൂട്ടം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിവരങ്ങൾ ഒരു നിർദ്ദിഷ്ട തീയതി പ്രകാരം ചരിത്രപരമായ റിസൾട്ട്സിനെ കുറിച്ചോ അതിൻ്റെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചോ വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു മൂല്യവും നൽകുന്നില്ല എന്നുള്ളതാണ്. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡു നോട്ട് നെസസറി പ്രൊവൈഡ് എനി വാല്യൂ ഇൻ പ്രെഡിക്റ്റിംഗ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. Module 4, Technological Change and Industrial Efficiency. It includes the measurement, trend and impact of technological change in Indian industries, then problems related to research and development and innovation, then trends in total factor productivity, determinants of productive and economic efficiency, and finally measurement of the efficiency level. Then technological change and industrial efficiency. അതായത് സാങ്കേതിക മാറ്റവും വ്യാവസായിക കാര്യക്ഷമതയും. Then technical change plays a central role in dynamic economics. Economic theory considers technology as the main driving force behind economic growth of capitalist economies. അതായത് ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു കേന്ദ്ര പങ്ക് വഹിക്കുന്ന ഒന്നാണ്. സാമ്പത്തിക സിദ്ധാന്തം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന പ്രേരക ശക്തിയായിട്ട് നമ്മൾ ടെക്നോളജിക്കൽ ചേഞ്ചിനെ ഓർ സാങ്കേതിക വിദ്യയെ കണക്കാക്കുന്നുണ്ട്. ഫ്രം ആൻ എക്കണോമിക് വ്യൂ പോയിന്റ്, 3 aspects of technical change have been discussed as important in the current economic literature. Technical progress embodied in labor and capital inputs or disembodied in a time-varying form has focused on the effects of technology in improving factor productivity over time.
ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിന് എംബഡഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നും ഡിസംബഡഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് സാമ്പത്തിക വീക്ഷണകോണിൽ നിന്ന് സാങ്കേതിക മാറ്റത്തിൻ്റെ 3 വശങ്ങൾ നിലവിലെ സാമ്പത്തിക സാഹിത്യത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് തൊഴിൽ, മൂലധന ഇൻപുട്ടുകൾ ഉൾക്കൊള്ളുന്ന സാങ്കേതിക പുരോഗതി, അല്ലെങ്കിൽ സമയ വ്യത്യസ്ത രൂപത്തിൽ കാലക്രമേണ ഫാക്ടർ രൂപത്തിലോ അല്ലെങ്കിൽ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ ഫലങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതായത് ഒപ്റ്റിമൽ റൂൾസ് ഓഫ് സ്വിച്ചിങ് ഫ്രം വൺ ടെക്നിക് ടു അനദർ സോ ദാറ്റ് ദ economies of scale can be exploited over time and have been widely investigated in modern theories of economic growth. At the microeconomic level, the specification of technological diffusion and the way it affects dynamic production processes have provided an active field of modern research. അതായത് മൈക്രോ എക്കണോമിക്സിൻ്റെ തലത്തിൽ സാങ്കേതിക വ്യാപനത്തിൻ്റെ സ്പെസിഫിക്കേഷനും ചലനാത്മകമായ ഉൽപാദന പ്രക്രിയയെ ബാധിക്കുന്ന രീതിയും ആധുനിക ഗവേഷണത്തിൻ്റെ സജീവ മേഖലയായും നൽകിയിട്ടുണ്ട്. അതായത് സാങ്കേതിക പുരോഗതി, ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പുതിയ മെച്ചപ്പെട്ട രീതികൾ കണ്ടെത്തൽ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അടങ്ങിയതാണ്. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ തൊഴിൽ, മൂലധനം, മറ്റു ഉൽപാദന ഘടകങ്ങൾ എന്നിവയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് ഇടയാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും technical progress refers to the discovery of new and improved methods of producing goods. Changes in technology leads to an increase in productivity of labor, capital, and other factors of production. Technology refers to the process through which inputs are transformed into outputs. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ തൊഴിൽ, മൂലധനം, മറ്റു ഉൽപാദന ഘടകങ്ങൾ എന്നിവയുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കാൻ ഇടയാക്കുന്നു. അതുകൂടാണ്ട് ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളായി രൂപാന്തരപ്പെടുന്ന ഒരു പ്രക്രിയയെ സാങ്കേതിക വിദ്യ എന്ന് നമുക്ക് സൂചിപ്പിക്കാം. അതായത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ, ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ഇറ്റ് റിഫേഴ്സ് ടു ദ പ്രോസസ് ത്രൂ വിച്ച് ഇൻപുട്ട് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്സ്. ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളായി രൂപാന്തരപ്പെടുന്ന പ്രക്രിയയെ നമുക്ക് ടെക്നോളജി എന്ന് പറയാം. Then measurement of technological change. A technological change involves the invention of technologies and their release as open source via research and development, the continual improvement of the technologies and the diffusion of the technologies throughout the industry or society. അതായത് സാങ്കേതിക മാറ്റത്തിൻ്റെ അളവുകോൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു സാങ്കേതിക മാറ്റം അതായത് സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തവും ഗവേഷണവും വികസനവും വഴി ഒരു തുറന്ന ഉറവിടമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സാങ്കേതിക വിദ്യ ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് തുടർച്ചയായ മെച്ചപ്പെടുത്തലാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി ടെക്നോളജീസ്. തുടർച്ചയായ മെച്ചപ്പെടുത്തൽ, അതായത് വ്യവസായത്തിലോ സമൂഹത്തിലുടനീളമുള്ള സാങ്കേതിക വിദ്യകളുടെ വ്യാപനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഫേസസ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അതായത് സാങ്കേതിക പുരോഗതിയുടെ ഘട്ടങ്ങൾ. ഈ ടെക്നിക്കൽ പ്രോഗ്രസ്സിനെ പ്രധാനമായിട്ടും 2 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻവെൻഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇന്നൊവേഷൻ. Invention is the act of creating new technology. It involves a new scientific or technical idea and means of its embodiment or accomplishment. To be patentable, an invention must be novel and have utility. അതായത് ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തമാണ്. പുതിയ സാങ്കേതിക വിദ്യ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു പുതിയ ശാസ്ത്രീയ അല്ലെങ്കിൽ സാങ്കേതിക ആശയമാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. അതിൻ്റെ മൂർത്ത രൂപത്തിൻ്റെയോ നേട്ടത്തിൻ്റെയോ മാർഗങ്ങൾ അത് പാറ്റന്റബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഓർ ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗ്രാൻഡഡ് ഫോർ ആൻ ഇൻവെൻഷൻ. അങ്ങനെ ആകണമെങ്കിൽ ഒരു കണ്ടുപിടുത്തം പുതുമയുള്ളതും ഉപയോഗമുള്ളതും ആയിരിക്കണം. അതിനെയാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ മേ ബി യൂസ്ഡ് synonymously with invention or may refer to discovering a new way in which to use or apply existing technology. ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ ഒരു നൂതന ആശയം, കണ്ടുപിടുത്തം പോലെ തന്നെ എന്നതിൻ്റെ പര്യായമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനോ പ്രയോഗിക്കാനോ ഉള്ള ഒരു പുതിയ മാർഗം കണ്ടെത്തുന്നതിനെയാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, there are 5 main attributes of innovative technology: relative advantage, compatibility, കോംപ്ലക്സിറ്റി, ട്രയലബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി. അതായത് പ്രധാനമായിട്ടും ആപേക്ഷിക നേട്ടം, പൊരുത്തം അതായത് അനുയോജ്യത, സങ്കീർണത, ട്രയബിലിറ്റി നിരീക്ഷണത എന്നിങ്ങനെ പ്രധാനമായിട്ടും 5 മെയിൻ ആട്രിബ്യൂട്ട്സുകളാണ് ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജിക്ക് ഉള്ളത്. ഫസ്റ്റ് വൺ, റിലേറ്റീവ് അഡ്വാൻറ്റേജ്. റിലേറ്റീവ് അഡ്വാൻറ്റേജ് മീൻസ് ദ പ്രോഡക്റ്റ് ഓർ ബിഹേവിയർ ഈസ് പെർസീവ്ഡ് as being better than the alternatives by the person adopting the innovation. Better can mean a lot of different things.
It can be a device that can peel a potato faster, so it saves time, or a seat belt that offers the advantage of greater safety. അതായത് ഫസ്റ്റ് പറയുന്നത് റിലേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതായത് ആപേക്ഷിക നേട്ടം എന്നാൽ ഉൽപ്പന്നമോ അതായത് മറ്റുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ നൂതന ആശയങ്ങളോ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ബദലുകളേക്കാൾ മികച്ചതാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ മെച്ചപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ ധാരാളം ഉണ്ടെന്ന് അർത്ഥമാക്കാം. ഇതൊരു ഉരുളക്കിഴങ്ങ് വേഗത്തിൽ തൊലി കളയാൻ കഴിയുന്ന ഒരു ഉപകരണം ആയിക്കോട്ടെ, അതിനെ നമുക്ക് കൂടുതൽ സമയം ലാഭിക്കാനൊക്കെ പറ്റുന്നു, അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ബെറ്റർ റിലേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ഹൗ ദ ഇന്നോവേഷൻ അലൈൻസ് വിത്ത് ദ അഡോപ്റ്റേഴ്സ് ലൈഫ് സ്റ്റൈൽ. കമ്പാറ്റബിലിറ്റി മീൻസ് എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ളതാണ്. ഓർ ഒക്കെ ടുഗദർ വിതൗട്ട് പ്രോബ്ലംസ് ഓർ കോൺഫ്ലിക്റ്റ്. അതായത് ദത്തെടുക്കുന്ന ആൾക്ക് ജീവിതശൈലിയുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിനെയാണ് പൊരുത്തം എന്ന് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതാണ് പറയുന്നത് കമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ്. ഇറ്റ് റിഫേഴ്സ് ടു ഹൗ ദ ഇന്നോവേഷൻ അലൈൻസ് വിത്ത് അഡോപ്റ്റേഴ്സ് ലൈഫ് സ്റ്റൈൽ. അത് തേർഡ് പോയിന്റ് കോംപ്ലക്സിറ്റി ആണ്. ഈസ് ഹൗ ഈസി ഓർ ഡിഫിക്കൾട്ട് ഇന്നോവേഷൻ ഈസ് ടു അണ്ടർസ്റ്റാൻഡ്. ദി ഈസിയർ an innovation is to understand and use, the more likely it is to be adopted. Complex innovations face an additional challenge to mainstream adoption. Then സങ്കീർണത എന്നത് നവീന ആശയങ്ങൾ മനസ്സിലാക്കാൻ എത്ര എളുപ്പമോ ബുദ്ധിമുട്ടോ ആണെന്ന് നമുക്കറിയാം. അതായത് ഒരു കണ്ടുപിടുത്തം മനസ്സിലാക്കാനും ഉപയോഗിക്കാനും എളുപ്പമാണ്, അത് സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. സങ്കീർണമായ കണ്ടുപിടുത്തങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു ന്യൂ ചാലഞ്ചാണ് ഫേസ് ചെയ്യുന്നത്. Then the traceability means traceability refers to the process of testing the innovation to see if or how well it works. Extensive testing usually occurs before an innovation is adopted or taken to market. Traceability എന്ന് പറയുന്നത് നവീന ആശയങ്ങളൊക്കെ പരീക്ഷിക്കുന്ന ഒരു പ്രക്രിയ, ട്രയൽ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എത്ര നന്നായി പ്രവർത്തിക്കുന്നു എന്നറിയാൻ ഒരു കണ്ടുപിടുത്തം സ്വീകരിക്കുകയോ വിപണിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു വിപുലമായ പരിശോധനയാണ് സാധാരണയായിട്ട് ഈ ട്രയലബിലിറ്റിയിൽ സംഭവിക്കുന്നത്. ദെൻ ഒബ്സർവബിലിറ്റി ആണ്. ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ നിരീക്ഷിക്കുന്നു. എന്തിന്? നമ്മുടെ നിരീക്ഷണക്ഷമതയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇറ്റ് ഇൻവോൾവ്സ് സീയിങ് ദ പ്രോഡക്റ്റ് ഓർ ബിഹേവിയർ ഇൻ ആക്ഷൻ. ഇറ്റ് ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ഹൗ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതായത് ഉൽപ്പന്നത്തെയോ പെരുമാറ്റത്തെയോ പ്രവർത്തനത്തിൽ കാണുന്നത് നിരീക്ഷണക്ഷമതയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് തെളിയിക്കാൻ കഴിയും. ഇതാണ് ദ 5 മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജി. And the third point, diffusion. Diffusion pertains to the spread of technology throughout a society or industry. It is the process by which a new idea, product or behavior is accepted by the market. Diffusion എന്ന് പറയുമ്പോൾ വ്യാപനമാണ്. ഒരു സമൂഹത്തിലോ വ്യവസായത്തിലോ ഉടനീളം സാങ്കേതിക വിദ്യയുടെ വ്യാപനമായി ബന്ധപ്പെട്ടതാണിത്. അതായത് ഒരു പുതിയ ആശയമോ അല്ലെങ്കിൽ ഉൽപ്പന്നം അല്ലെങ്കിൽ പെരുമാറ്റം വിപണി അംഗീകരിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. Technology diffusion means the spread of usage or application of new technology from its current user to others. ടെക്നോളജിക്കൽ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സാങ്കേതിക വ്യാപനം എന്നാൽ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അല്ലെങ്കിൽ പ്രയോഗം അതിൻ്റെ നിലവിലെ ഉപഭോക്താവിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുക എന്നതാണ്. Then, the diffusion of innovation theory introduced by Everett Rogers explained how different groups of people adopt innovation in different ways in order to best suit their own needs or desires. അതായത് എവററ്റ് റോജേഴ്സ് അവതരിപ്പിക്കുന്ന നവീകരണ സിദ്ധാന്തത്തിന്റെ വ്യാപനം. അദ്ദേഹം പറയുന്നത് വ്യത്യസ്ത ഗ്രൂപ്പുകൾ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കോ ഏറ്റവും അനുയോജ്യമായിട്ട് വ്യത്യസ്ത രീതിയിൽ നൂതന ആശയങ്ങൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. Next, how to measure technological progress. One of the most common methods used to measure technological progress is through the solar residual. അതായത് സാങ്കേതിക പുരോഗതി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ രീതികളിൽ ഒന്നാണ് സോളോ റെസിഡ്വൽ എന്ന് പറയുന്നത്. അതായത് the solar residual method works under the assumption that all changes in output that can't be explained by changes in the capital stock or changes in the number of workers must be due to technological progress. അതായത് മൂലധന സ്റ്റോക്കിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളുടെ എണ്ണത്തിലെ മാറ്റങ്ങൾ എന്നിവയിലൂടെ വിശദീകരിക്കാൻ കഴിയാത്ത ഔട്ട്പുട്ടിലെ എല്ലാ മാറ്റങ്ങളും അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് മൂലമായിരിക്കണം എന്നുള്ള ഒരു അനുമാനത്തിലാണ് സോളോ റെസിഡ്വലിൻ്റെ രീതി പ്രവർത്തിക്കുന്നത്. The method
uses a simple linear regression to estimate growth. ഈ ഒരു വളർച്ച കണക്കാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത്. Regress output on capital and labor using simple linear regression. The regression residuals are total factor productivity growth, that is the ratio of aggregate output, example GDP, to aggregate inputs. അതായത് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ആണ് നമ്മൾ റിഗ്രഷൻ റെസിജ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ദ റേഷ്യോ ഓഫ് അഗ്രഗേറ്റ് ഔട്ട്പുട്ട് ടു അഗ്രഗേറ്റ് ഇൻപുട്ട് ആണ്. അതായത് മൊത്തം ഔട്ട്പുട്ടിൻ്റെ അനുപാതം. ഉദാഹരണം GDP, മൊത്തം ഇൻപുട്ടുകളും ഇൻക്ലൂഡഡ് ആണ്. ദെൻ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. Total factor productivity TFP refers to the productivity of all inputs taken together. ഇവിടെ നമ്മൾ ഒരു മൊത്തം ഫാക്ടർ ഉൽപാദനക്ഷമത TFP ഒരുമിച്ച് എടുക്കുന്ന എല്ലാ ഇൻപുട്ടുകളുടെയും ഉൽപാദനക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. TFP അതിൻ്റെ എല്ലാ പ്രാഥമിക ഘടക ഇൻപുട്ടുകളുടെ വലുപ്പം ആപേക്ഷികമായിട്ട് ഒരു വ്യവസായം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ ഔട്ട്പുട്ടിൻ്റെ ഒരു അളവാണ് എന്നുള്ളതാണ്. TFP is a measure of the output of an industry or economy related to the size of all of its primary inputs. When the growth of a nation's economic output over time is compared with the growth of its labor force and its capital stock, it is usually found that the former exceeds the latter. അതായത് കാലക്രമേണ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉൽപ്പാദനത്തിൻ്റെ വളർച്ച അതിൻ്റെ തൊഴിൽ ശക്തിയുടെയും അതിൻ്റെ മൂലധന സ്റ്റോക്കിൻ്റെയും വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യത്തേത് രണ്ടാമത്തേതിനെ മറികടക്കുന്നതെന്ന് സാധാരണയായിട്ട് കണ്ടെത്തുന്നുണ്ട്. അതായത് ദിസ് ഈസ് ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് TFP, ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു കമ്പൈൻ ദ ഫാക്ടർ മോർ ഇഫക്റ്റീവ്ലി ഓവർ ടൈം. ദിസ് ക്യാൻ ബി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റീസ് ഓർ ബെറ്റർ മെത്തേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഗുണങ്ങളിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മെച്ചപ്പെട്ട രീതികൾ മൂലമാകാം ഇത്. അതായത് ഇൻപുട്ടുകൾ കണക്കിലെടുക്കാത്ത മൊത്തം ഔട്ട്പുട്ടിലെ ഏതൊരു പ്രഭാവത്തെയും TFP പ്രതിനിധീകരിക്കുന്നുണ്ട്. അതായത് ഉൽപാദനക്ഷമതയിലെ വളർച്ചയോ മൂലധന സ്റ്റോക്ക് തൊഴിൽ ശക്തി തുടങ്ങിയ ഇൻപുട്ടുകളോ സംഭാവന ചെയ്യാത്ത ഔട്ട്പുട്ട് വളർച്ചയുടെ യഥാർത്ഥ ഫാക്ടറിനെ ഇത് അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ്. ദ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി represents any effect in total output not accounted for by inputs. It addresses the real driver of output growth not contributed by growth in productivity or inputs such as capital stock and the labor force. Total factor productivity TFP can be interpreted as growth through technological innovation and efficiency achieved by enhanced labor skills and capital management. അതായത് മെച്ചപ്പെട്ട തൊഴിൽ വൈദഗ്ധ്യങ്ങളും മൂലധന മാനേജ്മെന്റും കൈവരിച്ച സാങ്കേതിക കണ്ടുപിടുത്തത്തിലൂടെയും കാര്യക്ഷമതയിലൂടെയും TFPയെ വളർച്ചയായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇൻ ബിസിനസ്, നോളജ് ഈസ് പവർ. The more a company can learn about consumers, technology, products and more the better. അതായത് ഗവേഷണവും വികസനവും. ബിസിനസ്സിൽ അറിവ് എന്ന് പറയുന്ന ശക്തിയാണ്. ഉപഭോക്താക്കൾ, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു കമ്പനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും. അതാണ് കൂടുതൽ നല്ലത്. ഇറ്റ്സ് വൈ മെനി ഫേംസ് ഇൻവെസ്റ്റ് ഇൻ ബിസിനസ് ഇന്റലിജൻസ് സൊല്യൂഷൻസ് ആൻഡ് മാർക്കറ്റ് റിസർച്ച്. It is also why research and development is critical to many organizations. Inventing and developing new products or solutions is how many firms get an edge on their rivals. അതുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഫേംസും ബിസിനസ് ഇൻ്റലിജൻസ് പരിഹാരങ്ങളിലും വിപണി ഗവേഷണത്തിലും ശ്രദ്ധ കൊടുക്കുന്നത്. അതായത് ഗവേഷണവും വികസനവും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പല സംഘടനകൾക്കും നിർണായകമായതും അതുകൊണ്ടാണ്. അതായത് ഒരു പുതിയ ഉൽപ്പന്നങ്ങളോ പരിഹാരങ്ങളോ കണ്ടുപിടിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ചെയ്യുന്നത് എത്ര ഫേംസിന് അവരുടെ എതിരാളികൾ ഒരു എഡ്ജ് അല്ലെങ്കിൽ അരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ വളരെ അത്യാവശ്യമാണ്. അറിവ് എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ ഉപഭോക്താക്കൾ, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ച് കമ്പനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് എ catch all phrase used to describe the process of a business obtaining new knowledge. നമുക്കറിയാം, പുതിയ അറിവ് നേടുന്ന ഒരു ബിസിനസ്സിൻ്റെ പ്രക്രിയ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു catch all വാക്യമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്.
that may be to build new products, streamline operations, or improve a firm in other ways. അതായത് ഒരു പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനോ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനോ മറ്റു വിധത്തിൽ ഒരു ഫേംസിനെ മെച്ചപ്പെടുത്താനോ ആയിരിക്കാം ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് റോൾ എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നതാണ്. ഓവറോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് അബൌട്ട് എൻകറേജിങ് ആൻഡ് ഫോസ്റ്ററിങ് ഇന്നോവേഷൻ. ടെക് ഈസ് എ സെക്ടർ മോസ്റ്റ് ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏറ്റവും പരമ്പരാഗതമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ടെക് എന്ന് പറയുന്നത്. ഫോംസ് ഇൻ ദ നിഖി ആർ ഫോർ എവർ ലുക്കിംഗ് ഫോർ ന്യൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഓർ പ്രോഡക്ട്സ്. അതായത് പുതിയ സോഫ്റ്റ്വെയർ, അതിൻ്റെ സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്കായി നിഖിയിലെ സ്ഥാപനങ്ങൾ എന്നേക്കുമായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, എന്നേക്കുമായിട്ട് തിരയുന്നുണ്ട്. ഫ്രം VoIP, അതായത് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സർവീസ്, ടു മൈക്രോ പ്രോസസ്സേഴ്സ്, ന്യൂ ഇന്നോവേഷൻസ് ആർ ഫോറെവർ ഇൻ ഡെവലപ്മെൻറ്റ്. Not all research and development is the same through, in fact, there are two principal types. അതായത് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങൾ മുതൽ മൈക്രോ പ്രോസസ്സുകൾ വരെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആണ്. ഇവ എന്നേക്കുമായിട്ട് ഡെവലപ്മെൻറ്റിൽ തന്നെയാണ്. എന്നിരുന്നാലും എല്ലാ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഒരുപോലെയല്ല. വാസ്തവത്തിൽ ഇത് പ്രധാനമായിട്ടും രണ്ട് തരങ്ങളായിട്ടാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഫസ്റ്റ് വൺ, ബേസിക് ആൻഡ് അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. The research can be mainly divided into two: basic research and applied research. Basic research and development is a research and development for its own sake. അതായത് അടിസ്ഥാന ഗവേഷണവും വികസനവും സ്വന്തം ആവശ്യത്തിനായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. അതായത് സംഘടനകൾ അവരുടെ വിജ്ഞാന അടിത്തറ വളരുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഈ ഗവേഷണം ആരംഭിക്കുന്നത്. ഓർഗനൈസേഷൻസ് embark on this research with the sole aim of growing their knowledge base. They are looking to learn more about a given subject, concept or phenomenon. For instance, an e-commerce firm may choose to research the latest innovation in all. They have no practical application in mind, but what they learn could aid their business down the road. അതായത് ഇവർ ഒരു വിഷയത്തെക്കുറിച്ചോ ആശയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രതിഭാസത്തെക്കുറിച്ചോ കൂടുതൽ അറിയാൻ നോക്കുകയാണ്. ഉദാഹരണത്തിന് ഇ-കൊമേഴ്സ് സ്ഥാപനം എയർ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഗവേഷണം തിരഞ്ഞെടുക്കാം. പക്ഷെ അവരുടെ മനസ്സിലൊരു പ്രയോഗം ഉണ്ടായിരിക്കില്ല. പക്ഷെ അവർ പഠിക്കുന്നത് അവരുടെ ബിസിനസ്സിൻ്റെ റോഡിൽ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കബിലിറ്റി ഒന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബേസിക് റിസർച്ചിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് റിപ്രസെൻറ്റ്സ് ദ അതർ സൈഡ് ഓഫ് ദി കോയിൻ. It's research undertaken with a specific need, process or objective in mind. അതായത് അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നാണയത്തിൻ്റെ ഒരു മറുവശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഒരു പ്രത്യേക ആവശ്യം അല്ലെങ്കിൽ പ്രക്രിയ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തിയ ഗവേഷണമാണിത്. അതായത് which are basic research and development is about gain a broader understanding. The applied branch is more focused. അതായത് വിശാലമായൊരു ഗ്രാഹ്യത്തെക്കുറിച്ചാണ് അപ്ലൈഡ് ബ്രാഞ്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് മോർ പ്രാക്ടിക്കൽ ആണ്. When a business embarks on applied research and development, it has a particular commercial goal in mind. അതായത് ഒരു ബിസിനസ് അപ്ലൈഡ് റിസർച്ച് ആരംഭിക്കുമ്പോൾ അത് മനസ്സിലൊരു പ്രത്യേക വാണിജ്യ ലക്ഷ്യമുണ്ടായിരിക്കും. അതൊരു പുതിയ ഉൽപ്പന്നം വിപണിയിൽ വികസിപ്പിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തേക്കാം. അതായത് when a business embarks on applied and research, it has a particular commercial goal in mind that might be to develop a new product and to take it to the market. It may be to find a new system by which to run day-to-day operations. അതായത് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു പുതിയ സംവിധാനം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. Then applied research is mainly used for both large businesses and small business. First, large businesses. Bigger corporations have more significant budgets. That means they are often best placed to spend the most on research and development. അതായത് വലിയ കോർപ്പറേഷനുകളെല്ലാം അവർക്ക് കൂടുതലായിട്ട് പ്രധാനപ്പെട്ട ബജറ്റുകളൊക്കെ ഉണ്ട്. That means they are often best placed to spend most on research and development. അതിനർത്ഥം അവർ പലപ്പോഴും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അതുപോലെ ചെലവഴിക്കാനൊക്കെ ഏറ്റവും മികച്ചവരാണ്. ഉദാഹരണത്തിന്, ഫോർ ഇൻസ്റ്റൻസ്, ആമസോൺ സ്പെൻഡ് an astonishing $22.6 billion in the year in 2018
alone. അതായത് ആമസോൺ 2018 മാത്രം ഈ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് $26.6 ബില്യൺ ചെലവഴിച്ചത്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും വലിയ ബിസിനസ്സുകൾക്ക് സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയുണ്ട്. ഇൻ മെനി കേസസ് ലാർജ് ബിസിനസ്സസ് may have their own research and development departments. It is also commonplace for those firms to utilize the resources of universities for research. അതായത് ആ സ്ഥാപനങ്ങൾ ഗവേഷണത്തിനായിട്ട് സർവകലാശാലയുടെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു ബിസിനസ് എങ്ങനെ കൂടുതലായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതും നമ്മൾ അതിലൂടെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. And the second one, small businesses. Smaller companies usually do not have the budget to run in-house research and development departments. അതായത് ചെറിയ കമ്പനികൾക്ക് സാധാരണയായിട്ട് ഇൻ-ഹൗസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെല്ലാം പ്രവർത്തിക്കാനുള്ള ബജറ്റ് ഉണ്ടാവില്ല. ഇന്നോവേഷൻ ഈസ് സ്റ്റിൽ വൈറ്റൽ ത്രൂ സോ ദേ ഓഫൺ ഗോ ഡൗൺ ദി ഔട്ട്സോഴ്സിംഗ് റൂട്ട്. അതായത് നവീനത എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിസിനസ്സിൽ മർമ്മപ്രധാനമാണ്. അതിനാൽ അവർ പലപ്പോഴും ഔട്ട്സോഴ്സിംഗ് റൂട്ടിലാണ് ഈ സ്മോൾ ബിസിനസ്സുകൾ പോകുന്നത്. അതിനർത്ഥം അവർക്ക് വേണ്ടിയിട്ട് ഗവേഷണവും വികസനവും കൈകാര്യം ചെയ്യുന്നതിന് സ്പെഷ്യലിസ്റ്റ് സ്ഥാപനങ്ങളെ കരാറിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ദാറ്റ് മീൻസ് കോൺട്രാക്ടിംഗ് സ്പെഷ്യലിസ്റ്റ് ഫേംസ് ടു ഹാൻഡിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓൺ ദെയർ ബിഹാഫ്. പ്രിസൈസ്ലി ഹൗ ദിസ് ഗെറ്റ്സ് അറേഞ്ച്ഡ് വിൽ ബി ഡൗൺ ടു ദി ഓർഗനൈസേഷൻസ് ഇൻവോൾവ്ഡ്. അതായത് ഇത് എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ട സംഘടനകളായിരിക്കും തീരുമാനമെടുക്കുന്നത്. Sometimes a firm may have ideas about products or solutions but lack the engineers or equipment to make them a reality. In other cases, an outsourced company may get given a far broader remit. അതായത് ചിലപ്പോൾ സ്ഥാപനത്തിന് ഉൽപ്പന്നങ്ങളുടെയോ പരിഹാരങ്ങളുടെയോ കുറിച്ച് ആശയങ്ങളുണ്ടായേക്കാം, പക്ഷെ അവ യാഥാർത്ഥ്യമാക്കാൻ ചിലപ്പോൾ എഞ്ചിനീയർമാരുടെയോ ഉപകരണങ്ങളുടെയോ അഭാവമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മറ്റു സന്ദർഭങ്ങളിൽ ഒരു ഔട്ട്സോഴ്സിംഗ് കമ്പനിക്ക് വളരെ വിശാലമായ റെമിറ്റ് ലഭിച്ചേക്കാം എന്നുള്ളതാണ്. Either way, outsourcing given smaller firms a route to more significant innovation. It could also help them build a more professional profile. അതായത് ഒന്നില്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് ചെറിയ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തത്തിലേക്കുള്ള ഒരു വഴി നൽകുന്നു. കൂടുതൽ പ്രൊഫഷണൽ പ്രൊഫൈൽ നിർമ്മിക്കാനും അത് അവരെ സഹായിച്ചേക്കാം. അതായത് it could also help them to build a more professional profile. It's possible to provide a contractor with a vanity number or company email that represents the appearance that your company does run its own research and development. അതായത് ഒരു കരാറുകാരന് വാനിറ്ററി നമ്പറോ അല്ലെങ്കിൽ കമ്പനി ഇമെയിലോ നൽകാൻ കഴിയും. അത് നിങ്ങളുടെ കമ്പനി സ്വന്തം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ പ്രവർത്തിപ്പിക്കുന്നു എന്ന രൂപം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് മിക്ക സംഘടനകൾക്കും ഗവേഷണവും വികസനവും ഒരു തുടർച്ചയായിട്ടുള്ള പ്രക്രിയ തന്നെയാണ്. അതായത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ടിക്ക് ചെയ്യുന്ന ഒന്നാണിത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു അടിസ്ഥാന വൈവിധ്യം, ഒരു നീണ്ട ഗെയിമും കൂടിയാണത്. ഫോർ മോസ്റ്റ് ഓർഗനൈസേഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ticks along in the background of day-to-day operations. Research and development, and especially the basic variety, is a long game. Then productive and economic efficiency. Efficiency assessing the efficiency of firms is a powerful means of evaluating performance of firms and the performance of markets and world economies. അതായത് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത ആണ് ഫേംസിൻ്റെ എഫിഷ്യൻസി വിലയിരുത്തുന്നത്. ഫേംസിൻ്റെ പ്രകടനം വിലയിരുത്തുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു മാർഗമാണ്. അതായത് വിപണികളുടെയും മുഴുവൻ സമ്പദ് വ്യവസ്ഥകളുടെയും പ്രകടനം എങ്ങനെയാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നു. There are several types of efficiency including allocative and productive efficiency, technical efficiency, X efficiency, dynamic and social efficiency, and allocative efficiency. അതായത് നിരവധി തരം എഫിഷ്യൻസി ഉണ്ട്, കാര്യക്ഷമതയുണ്ട്. അതായത് അലോക്കേറ്റീവ് എഫിഷ്യൻസിയെ പ്രധാനമായിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്നും ടെക്നിക്കൽ എഫിഷ്യൻസി എന്നും എക്സ് എഫിഷ്യൻസി എന്നും ഡൈനാമിക് ആൻഡ് സോഷ്യൽ എഫിഷ്യൻസി എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അലോക്കേറ്റീവ് എഫിഷ്യൻസി. Allocative efficiency occurs when consumers pay a market price that reflects the private marginal cost of production. അതായത് ഉൽപാദനത്തിൻ്റെ പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റ് പ്രതിഫലിപ്പിക്കുന്ന വിപണി വില
ഉപഭോക്താക്കൾക്ക് നൽകുമ്പോൾ അതിൻ്റെ കാര്യക്ഷമത അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സ്ഥാപനത്തിന് അലോക്കേറ്റീവ് കാര്യക്ഷമതയ്ക്കുള്ള നിബന്ധന മാർജിനൽ കോസ്റ്റ് MC വിലയ്ക്ക് തുല്യമായ ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ദ കണ്ടീഷൻ ഫോർ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഓഫ് എ ഫേം ഈസ് ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് വേർ മാർജിനൽ കോസ്റ്റ് MC ജസ്റ്റ് ഈക്വൽ പ്രൈസ്. ഈ ഒരു അലോക്കേറ്റീവ് എഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്നതിനുള്ള ഒരു ഫേമിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് MC മാർജിനൽ കോസ്റ്റും പ്രൈസും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാം, X ആക്സിസിൽ ഔട്ട്പുട്ടാണ് മെഷർ ചെയ്തിട്ടുള്ളത്, Y ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ. വെൻ മാർജിനൽ കോസ്റ്റ് equals the price at point A. This is the condition for allocative efficiency. Then productive efficiency. Productive efficiency occurs when a firm is combining resources in such a way as to produce a given output at the lowest possible average total cost. ഇവിടെ ഒരു ഫേം അല്ലെങ്കിൽ സ്ഥാപനം സാധ്യമായ ഏറ്റവും കുറഞ്ഞ ശരാശരി മൊത്തം ചെലവിൽ ഒരു നിശ്ചിത ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ വിഭവങ്ങൾ സംയോജിപ്പിക്കുമ്പോഴാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത സംഭവിക്കുന്നത്. അതായത് കോസ്റ്റ് വിൽ ബി മിനിമൈസ്ഡ് അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ എ ഫേംസ് ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് M. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഫേമിൻ്റെ ഹ്രസ്വ റൺ ശരാശരി മൊത്തം ചെലവ്, അതായത് M ലോവസ്റ്റ് പോയിന്റ് ഓൺ ദ ഫേം ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് എന്നാണ്. ദാറ്റ് ഈസ് M. കുറഞ്ഞ പോയിന്റിൽ, അതായത് ഇതിനർത്ഥം ഇവിടെ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, X ആക്സിസിൽ ഔട്ട്പുട്ട്, Y ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ മെഷർ ചെയ്യുന്നത്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിനോട് ഈക്വൽ ആണ്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് അറ്റ് പോയിന്റ് PE. ഇവിടെ OC കോസ്റ്റ് ആൻഡ് റവന്യൂ ആണ്. OC പ്രൈസിൽ OQ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. This also means that average total cost is equal to MC because MC marginal cost curve always cut average total cost curve at the lowest point of the average total cost curve. അതായത് ഇവിടെ മാർജിനൽ കോസ്റ്റ് കർവ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന OQ ഔട്ട്പുട്ടും OC ലെവൽ ഓഫ് പ്രൈസസിൽ OQ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മാക്സിമം പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Then technical efficiency. Technical efficiency relates to how much output can be obtained from a given input, such as a worker or a machine or a specific combination of inputs. ഇവിടെ പറയുന്നത് ഒരു ഇൻപുട്ടിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് നേടാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ടതാണ് ടെക്നിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത അളവിൽ ഇൻപുട്ടുകളിൽ നിന്ന് ഔട്ട്പുട്ട് പരമാവധി ആക്കുമ്പോൾ പരമാവധി ടെക്നിക്കൽ എഫിഷ്യൻസി ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാക്സിമം ടെക്നിക്കൽ എഫിഷ്യൻസി ഒക്കേഴ്സ് വെൻ ഔട്ട്പുട്ട് ഈസ് മാക്സിമൈസ്ഡ് ഫ്രം എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. അതായത് ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടിൽ നിന്നും എത്രത്തോളം മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ടെക്നിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. The simplest way to differentiate productive and technical efficiency is to think of productive efficiency in terms of cost minimization by adjusting the mix of input. അതായത് ഇൻപുട്ടിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയിൽ ലക്ഷ്യമിടുന്നതെങ്കിൽ ടെക്നിക്കൽ എഫിഷ്യൻസിയിൽ ഔട്ട്പുട്ട് മാക്സിമൈസേഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. In this figure, we can identify allocative and productive efficiency points. To identify which output a firm would produce and how efficient it is, we need to combine data on both cost and revenue. അതായത് ഒരു ഫേം അല്ലെങ്കിൽ സ്ഥാപനം ഏത് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുമെന്നും അത് എത്ര കാര്യക്ഷമമാണെന്നും തിരിച്ചറിയാൻ കോസ്റ്റും റവന്യൂവും സംബന്ധിച്ച ഡാറ്റ സംയോജിപ്പിച്ചേ പറ്റും. അതായത് നമുക്കറിയാം, വി ക്യാൻ അസ്യൂം ദാറ്റ് മോസ്റ്റ് റിയൽ ഫേം ഫേസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അതായത് ഏതൊരു ഫേമിൻ്റെയും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ആൻഡ് MR falls twice the rate. അവിടെ MR fall ചെയ്യുന്നുണ്ട് at twice the rate. Diagrammatically, productive efficiency occurs where average total cost is at its lowest and is equal to MC. അതായത് ഈ ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഏറ്റവും താഴ്ന്നതും MCക്ക് തുല്യമായിടത്താണ് ഉൽപാദനക്ഷമത, അതായത് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി സംഭവിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ X ആക്സിസിൽ ഔട്ട്പുട്ടാണ് മെഷർ ചെയ്യുന്നത്, Y ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം AR എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്.
ഇവിടെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് മാർജിനൽ കോസ്റ്റ് കർവ് ടച്ച് ചെയ്യുന്നത്. ആ പോയിന്റിന് PE എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ OK ലെവൽ ഓഫ് ഔട്ട്പുട്ടും OC ലെവൽ ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ ആണ് ഉള്ളത്. അപ്പോൾ ഈ ലോവസ്റ്റ് പോയിന്റിൽ, അതായത് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഒക്കർ ചെയ്യുന്നത് ആവറേജ് കോസ്റ്റ് കർവ് ഏറ്റവും താഴ്ന്നിടത്തും മാർജിനൽ കോസ്റ്റിന് തുല്യമായിടത്തുമാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി സംഭവിക്കുന്നു എന്നുള്ളതാണ്. Then X efficiency. X efficiency is a concept that was originally applied to management efficiencies by Harvey Bernstein in 1960. അതായത് എക്സ് എഫിഷ്യൻസി യഥാർത്ഥത്തിൽ 1960കളിൽ ഹാർവി ബെർൻസ്റ്റൈൻ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസിക്ക് ബാധകമാക്കിയ ഒരു ആശയമാണ്. The concept can be applied specifically to situations where there is more or less motivation of management to maximize output or not. അതായത് ഔട്ട്പുട്ട് പരമാവധിയാക്കാൻ മാനേജ്മെന്റിന്റെ ഏറെക്കുറെ ഒരു പ്രചോദനമുള്ള സാഹചര്യത്തിൽ ഈ ഒരു ആശയം പ്രത്യേകമായിട്ട് ബാധകമാക്കാം, അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാം. എക്സ് എഫിഷ്യൻസി occurs when the output of firms from a given amount of input is the greatest it can be. അതായത് ഒരു നിശ്ചിത അളവിൽ ഇൻപുട്ടിൽ നിന്ന് ഫേംസിന്റെ ഔട്ട്പുട്ട് അത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മാക്സിമത്തിലായിരിക്കുമ്പോൾ, ഏറ്റവും വലുതായിരിക്കുമ്പോൾ എക്സ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നർത്ഥം. അതായത് മാനേജ്മെന്റുമാർ കഴിയുന്നത്ര ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉയർന്ന മത്സര വിപണികളിൽ കോമ്പറ്റേറ്റീവ് ഫേംസ് പ്രവർത്തിക്കുമ്പോൾ ഇത് ഉയർന്നു വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ലൈക്ലി ടു അറൈസ് വെൻ ഫേംസ് ഓപ്പറേറ്റ് ഇൻ ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് where managers are motivated to produce as much as possible. Then when markets are less than perfectly competitive, as in the case of oligopolies and monopolies, where there is likely to be a loss of X efficiency with output not being maximized due to lack of managerial motivation. അതായത് ഒളിഗോപോളികളുടെയും കുത്തകളുടെയും മൊണോപോളികളുടെയും കാര്യത്തിൽ എന്ന പോലെ വിപണികൾ തിരിച്ചും മത്സരക്ഷമതയിൽ കുറവായിരിക്കുമ്പോൾ, അതായത് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് അപ്രോച്ച് വളരെ കുറവായിരിക്കുമ്പോൾ മാനേജീരിയൽ പ്രചോദനത്തിൻ്റെ അഭാവം കാരണം ഔട്ട്പുട്ട് പരമാവധിയാക്കാത്തതിനാൽ എക്സ് കാര്യക്ഷമത നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് എന്നർത്ഥം. Then dynamic efficiency. The concept of dynamic efficiency is commonly associated with the Austrian economist Joseph Schumpeter and means technological progressiveness and innovation. അതായത് ഡൈനാമിക് എഫിഷ്യൻസി എന്ന ആശയം സാധാരണയായിട്ട് ഓസ്ട്രിയൻ എക്കോണമിസ്റ്റ് ആയിട്ടുള്ള ജോസഫ് ഷൂംപീറ്ററുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് സാങ്കേതിക പുരോഗമനവും നൂതന ആശയങ്ങളും എന്നാണ് ഇതിൻ്റെ മീനിങ്, അർത്ഥം എന്ന് പറയുന്നത്. The Neoclassical economic theory suggests that when existing firms in an industry, the incumbents are highly protected by barriers to entry, they will tend to be inefficient. അതായത് നിയോക്ലാസിക്കൽ സാമ്പത്തിക സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ഒരു വ്യവസായത്തിലെ നിലവിലുള്ള ഫേംസ്, അധികാരികൾ ഇവരെല്ലാം പ്രവേശന തടസ്സങ്ങൾ കൊണ്ട് വളരെയധികം സംരക്ഷിക്കപ്പെടുമ്പോൾ ഈ ഒരു ഡൈനാമിക് എഫിഷ്യൻസി അവിടെ കാര്യക്ഷമമാകില്ല എന്നുള്ളതാണ്. ഷൂംപീറ്റർ ആർഗ്യൂഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് നെസസറിലി ദ കേസ്. ഇൻഡീഡ്, ഫേംസ് ദാറ്റ് ആർ ഹൈലി പ്രൊട്ടക്റ്റഡ് ആർ മോർ ലൈക്ലി ടു അണ്ടർടേക്ക് റിസ്കി ഇന്നോവേഷൻ ആൻഡ് ജനറേറ്റ് ഡൈനാമിക് എഫിഷ്യൻസി. പക്ഷെ ഷൂംപീറ്റർ പറയുന്നുണ്ട് ഇതിങ്ങനെ ആകണമെന്നില്ല എന്ന് വാദിക്കുകയാണ്. തീർച്ചയായും വളരെയധികം സംരക്ഷിത ഫേംസ്, അതായത് സംരക്ഷിത സ്ഥാപനങ്ങൾ അപകടകരമായ നൂതനാശയങ്ങൾ ഏറ്റെടുക്കാനും ചലനാത്മക കാര്യക്ഷമത സൃഷ്ടിക്കാനും കൂടുതൽ ചാൻസ് ഉണ്ട്. അതായത് എല്ലാ ഫേംസും ഒരുപോലെ ആവണമെന്നില്ല. ചില ഫേംസ് ഒരുപാട് നൂതന ആശയങ്ങളൊക്കെ കൊണ്ടുവരാനും ന്യൂ ഐഡിയോളജീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും റിസ്കി സിറ്റുവേഷൻസ് ഏറ്റെടുക്കാനും അതിലൂടെ ഡൈനാമിക് എഫിഷ്യൻസി കൊണ്ടുവരാനും കൂടുതൽ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. Firms can benefit from two types of innovation. ഇവിടെ രണ്ട് തരം നൂതന ആശയങ്ങളിൽ നിന്ന് ഫേംസിന് പ്രയോജനം ലഭിക്കുന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പ്രോസസ് ഇന്നോവേഷനിലൂടെയും രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇന്നോവേഷനിലൂടെയും. ഫസ്റ്റ് വൺ പ്രോസസ് ഇന്നോവേഷൻ. പ്രോസസ് ഇന്നോവേഷൻ occurs when new production techniques are applied to an existing product. For example, this is common in the production of motor vehicles, with the firms constantly looking to develop new methods and production processes. അതായത് നിലവിലുള്ള ഉൽപ്പന്നത്തിന് പുതിയ ഉൽപ്പാദന സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോഗിക്കുമ്പോൾ പ്രോസസ്സിംഗ് ഇന്നോവേഷൻ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പുതിയ രീതികളും ഉൽപ്പാദന പ്രക്രിയകളും വികസിപ്പിക്കാൻ നിരന്തരം അതായത് ഫേംസുമായിട്ടുള്ള മോട്ടോർ വാഹനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഇത് സാധാരണമാണ്. Then product innovation occurs when firms generate new or ഇംപ്രൂവ്ഡ് പ്രോഡക്ട്സ്. ഇവിടെ ഫേംസ് പുതിയതോ മെച്ചപ്പെട്ടതോ ആയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാൻ ആണ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ
കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് കോമൺ ഇൻ മെനി കൺസ്യൂമർ പ്രോഡക്റ്റ് മാർക്കറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള പല ഉപഭോക്തൃ ഉൽപ്പന്ന വിപണിയിലും ഇത് സർവ്വസാധാരണമാണ്. Then social efficiency. Social efficiency exists when all the private and external costs and benefits are taken into account when producing an extra unit. അതായത് ഒരു അധിക യൂണിറ്റ് നിർമ്മിക്കുമ്പോൾ എല്ലാ സ്വകാര്യവും ബാഹ്യവുമായ ചെലവുകളും ആനുകൂല്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ സാമൂഹിക കാര്യക്ഷമത നിലനിൽക്കുന്നു. അതാണ് സോഷ്യൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഫേംസ് ഓൺലി ഹാവ് ആൻ ഇൻസെന്റീവ് ടു കൺസിഡർ എക്സ്റ്റേണൽ cost into account if they are forced to internalize them through taxation or through the purchase of permit to pollute. അതായത് നികുതിയിലൂടെയോ പൊല്യൂഷൻ ഉണ്ടാക്കാൻ, അതായത് മലിനമാക്കാനുള്ള പെർമിറ്റ് വാങ്ങുന്നതിലൂടെയോ അവയെ ആന്തരികമാക്കാൻ നിർബന്ധിതരായാൽ മാത്രമേ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ബാഹ്യ ചെലവുകൾ കണക്കിലെടുക്കാനുള്ള ഒരു പ്രോത്സാഹനം ലഭിക്കുകയുള്ളൂ. Then knowledge and efficiency. Knowledge management is important because it boosts the efficiency of an organization's decision-making ability. അതായത് നോളജ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി കാരണം ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ തീരുമാനമെടുക്കാനുള്ള കഴിവിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ്. അതായത് ഇൻ മേക്കിംഗ് ഷുവർ ദാറ്റ് ഓൾ എംപ്ലോയീസ് ഹാവ് ആക്സസ് ടു ദി ഓവറോൾ എക്സ്പെർട്ടൈസ് ഹെൽഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, എ സ്മാർട്ടർ വർക്ക് ഫോഴ്സ് ഈസ് ബിൽഡ് who are more able to make quick, informed decisions that benefit to the company. അതായത് എല്ലാ ജീവനക്കാർക്കും ഫേമിനുള്ളിലുള്ള മൊത്തത്തിലുള്ള വൈദഗ്ധ്യം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിൽ കമ്പനിക്ക് പ്രയോജനം ചെയ്യുന്ന ഏറ്റവും ദ്രുതവും വിവരവുമുള്ളതുമായ തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ കഴിവുള്ള ഒരു സ്മാർട്ടർ തൊഴിൽ ശക്തി ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ടെന്നതാണ്. ദെൻ information failure is a type of inefficiency that can affect markets and firms in certain circumstances. There are various types of information failure. അതായത് ചില സാഹചര്യങ്ങളിൽ വിപണികളെയും സ്ഥാപനങ്ങളെയും ബാധിക്കാൻ കഴിയുന്ന ഒരു തരം കാര്യക്ഷമത ഇല്ലായ്മയാണ് നോളജ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ ഫെയിലിയർ എന്ന് പറയുന്നത് there are various types of information failure. ഇൻഫർമേഷൻ ഫെയിലിയർ പല തരത്തിലുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. Then the principal agent problem. The principal agent problem is associated with large firms where ownership and control are in the hands of different people. അതായത് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് വലിയ സ്ഥാപനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ലാർജ് ഫേംസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ ഉടമാവസ്ഥാവകാശവും നിയന്ത്രണവും വ്യത്യസ്ത ആളുകളുടെ കൈകളിലാണ്. The principal agent problem can occur whenever owners of a firm appoint managers made key decisions. The owners are the principals and those appointed to run and manage the business are the agents. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഉടമകൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ മാനേജർമാർ നിയമിക്കുമ്പോഴെല്ലാം പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം സംഭവിക്കാം. അതായത് ഉടമകൾ പ്രിൻസിപ്പൽമാരാണ്, ഓണേഴ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽമാരാണ്. ബിസിനസ് പ്രവർത്തിപ്പിക്കാനും നിയന്ത്രിക്കാനും നിയമിക്കപ്പെടുന്നവരാണ് ഏജന്റുമാരെന്ന് പറയുന്നത്. ഈ ഒരു വേർതിരിവ് അസിമെട്രിക് ഇൻഫർമേഷന് കാരണമാകുന്നു. ഇവിടെ ഏജന്റുമാർക്ക് ഉടമകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. ദിസ് സെപ്പറേഷൻ കോസസ് അസിമെട്രിക് ഇൻഫർമേഷൻ where the agents know more than the owners do, and this creates the need for owners to construct mechanisms to monitor and check the performance of agents. The problem develops because owners and managers usually have different objectives, so the owners cannot trust the managers to act on their behalf, creating the need for constant checking. This leads to inefficiencies in terms of the need to employ checkers and complex monitoring systems. അതായത് ഇത് ഏജന്റുമാരുടെ പ്രകടനം നിരീക്ഷിക്കുന്നതിനും പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഉടമകൾക്കും മാനേജർമാർക്കും സാധാരണയായിട്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിനാൽ ഉടമകൾക്ക്, ഓണേഴ്സിന് മാനേജർമാരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഇത് നിരന്തരമായ പരിശോധനയുടെ ആവശ്യകതയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. The principal agent problem is most often associated with large firms where ownership is by shareholders but directors and managers make decisions. അതായത് ചെക്കർമാരും സങ്കീർണമായ നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇത് കാര്യക്ഷമത ഇല്ലായ്മയിലേക്കാണ് നയിക്കുന്നത്. കാരണം പ്രിൻസിപ്പൽ ഏജന്റ് പ്രശ്നം എന്ന് പറയുന്നത് മിക്കപ്പോഴും വലിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വലിയ ഫേംസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ഉടമസ്ഥാവകാശം ഓഹരി ഉടമകൾക്കാണ്. പക്ഷേ ഡയറക്ടർമാരും മാനേജർമാരും തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളൂ.
The principal agent problem can also occur in the public sector, where the government as principals appoint managers to undertake the day-to-day operations of publicly owned enterprises. Conflicts between agents and principals can frequently occur. For example, the managers of the railway network may want to generate maximum revenue, whereas the government may want a safer railway system. അതായത് പൊതു ഉടമസ്ഥയിലുള്ള സംരംഭകരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സർക്കാർ പ്രിൻസിപ്പൽമാരെ എന്ന നിലയിൽ മാനേജർമാരെ നിയമിക്കുന്നുണ്ട്. അത് പൊതുമേഖലയിലും ഉണ്ട്, പബ്ലിക് സെക്ടറിലും ഉണ്ട്. പ്രിൻസിപ്പൽ ഏജന്റ് പ്രശ്നം സംഭവിക്കാം എന്നുള്ളതാണ്. ഏജന്റുമാരും പ്രിൻസിപ്പൽമാരും തമ്മിലുള്ള സംഘടനകൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. Then solutions to the principal agent problem. A firm can adopt a number of strategies to resolve the principal agent problem, including first one, allocating shares to managers of a firm so that they understand the shareholders' objectives and are more likely to consider their view when making day-to-day decisions. അതായത് ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം പരിഹരിക്കുന്നതിന് ഒരു ഫേംസിന് നിരവധി തന്ത്രങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അതിലൊന്നാണ് ഓഹരി ഉടമകളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ദൈനംദിന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് പരിഗണിക്കുന്നതിനും ഒരു ഫേമിന്റെ മാനേജർമാർക്ക് ഓഹരികൾ അനുവദിക്കുന്നതിന് കൂടുതൽ സാധ്യതയുണ്ട്. Then second one, using incentives tied to profits such as with performance related pay. അതായത് പ്രകടനവുമായി ബന്ധപ്പെട്ട വേതനം, നന്നായിട്ട് പെർഫോം ചെയ്താൽ നല്ല രീതിയിൽ വേതനം കൊടുക്കുക, അതുപോലുള്ള ലാഭവുമായി ബന്ധപ്പെട്ട ഇൻസെൻറ്റീവ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സൊല്യൂഷനാണ് എന്നുള്ളതാണ്. Then moral hazard and adverse selection. There are several other notable implications of asymmetric information, including moral hazard and adverse selection. അതായത് ധാർമ്മിക അപകടവും പ്രതികൂല തിരഞ്ഞെടുപ്പുമാണ് ഉൾപ്പെടെ അസമത്വ വിവരങ്ങളുടെ മറ്റ് നിരവധി ശ്രദ്ധേയമായ പ്രത്യാഘാതങ്ങളുണ്ട്. അതിലൊന്നാണ് മോറൽ ഹസാർഡ് ആൻഡ് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത്. മോറൽ ഹസാർഡ് occurs when people alter their normally careful behavior in the belief that someone else will deal with the effects of their careless behavior. അതായത് അശ്രദ്ധമായ പെരുമാറ്റത്തിന്റെ ഫലങ്ങൾ മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യും എന്ന വിശ്വാസത്തിൽ ആളുകൾ സാധാരണ ശ്രദ്ധാപൂർവമായ പെരുമാറ്റത്തിൽ നിന്ന് മാറ്റം വരുത്തുമ്പോഴാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. അതായത് സിൻസിയർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ നിന്നും മാറ്റം വരുത്തുമ്പോഴാണ് ഈ ഒരു മോറൽ ഹസാർഡ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അശ്രദ്ധമായ പെരുമാറ്റത്തിന്റെ ഫലങ്ങൾ ഉണ്ടാവുമ്പോൾ അത് മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യും എന്ന വിശ്വാസത്തിൽ സ്വന്തം ശ്രദ്ധാപൂർവമായ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ദിസ് occurs because either they think they can get away with it. Asymmetric knowledge means the person predicts that they are not likely to be found out, such as manager not bothering to keep cost to a minimum. ഇത് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ അവർ കരുതുന്നു അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് അസിമെട്രിക് ഇൻഫർമേഷൻ എന്നാൽ ഒരു മാനേജർ ചെലവുകൾ പരമാവധി നിലനിർത്താൻ മെനക്കെടാത്തത് പോലെ അവ കണ്ടെത്താൻ സാധ്യതയില്ലെന്ന് പ്രവചിക്കുകയാണ്. സെക്കൻഡ് വൺ, ഓർ ബിക്കോസ് ദേ തിങ്ക് they are insured against the damage and loss associated with the behavior. If I get it wrong, someone else will come to the rescue. അതായത് അല്ലെങ്കിൽ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കേടുപാടുകൾക്കും നഷ്ടത്തിനും എതിരെ അവർ ഇൻഷുർ ചെയ്തവരാണെന്ന് കരുതുന്നതിനാൽ തനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും വന്ന് ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ രക്ഷയ്ക്ക് എത്തേണ്ടി വരും എന്നുള്ള ഒരു ബിഹേവിയർ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രതികൂല തെരഞ്ഞെടുപ്പ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Adverse selection occurs as a result of asymmetric knowledge, as is well illustrated in the lemon problem. അതായത് അസമത്വ പരിജ്ഞാനത്തിന്റെ ഫലമായിട്ട് ഒരു പ്രതികൂല തിരഞ്ഞെടുപ്പ് അഡ്വേഴ്സ് സെലക്ഷൻ സംഭവിക്കുന്നു. ഇതിൽ ലെമൺ പ്രോബ്ലം വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. When parties to a transaction are ignorant of certain aspects of the transaction, such as the quality of the product they are buying, they are forced to make assumptions often based on the price. അതായത് ഒരു ഇടപാടിലെ കക്ഷികൾ അവർ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം പോലെയുള്ള ഇടപാടിന്റെ ചില വശങ്ങൾ അറിയാതെ വരുമ്പോഴാണ് പലപ്പോഴും വിലയെ അടിസ്ഥാനമാക്കിയിട്ട് ചില അനുമാനങ്ങളൊക്കെ നടത്താൻ അവർ നിർബന്ധിതരാവുകയാണ്.
ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ബയർ മേ അസ്യൂം ദാറ്റ് ഗുഡ്സ് ആർ ഓഫ് പുവർ ക്വാളിറ്റി ഇഫ് ദെയർ പ്രൈസ് ഈസ് ലോ ആൻഡ് ദാറ്റ് ഗുഡ്സ് ആർ ഹൈ ക്വാളിറ്റി ഇഫ് ദെയർ പ്രൈസ് ഈസ് ഹൈ. ഇൻ സം മാർക്കറ്റ്സ് ഓൺലി ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് വിൽ ബി സോൾഡ്. ദ സോ കാൾഡ് ലെമൺ പ്രോബ്ലം. അതായത് ഉദാഹരണത്തിന് ഇവിടെ സാധനങ്ങൾക്ക് വില കുറവാണെങ്കിൽ അവയുടെ ഗുണനിലവാരം മോശമാണെന്നും വില ഉയർന്നതാണെങ്കിൽ മാത്രമേ സാധനങ്ങൾ ഉയർന്ന ഗുണനിലവാരമുള്ളതാണെന്ന് ഒരു വാങ്ങുന്ന ആൾ അസ്യൂം ചെയ്തേക്കാം, അനുമാനിച്ചേക്കാം എന്നുള്ളതാണ്. അതായത് വില കൂടിയ സാധനങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളൂ, വില കുറഞ്ഞ സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് ഒരു വാങ്ങുന്ന ആൾ അനുമാനിക്കുകയാണ്. ചില വിപണികളിൽ കുറഞ്ഞ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കപ്പെടുന്നുള്ളൂ. അതിനെയാണ് ലെമൺ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. ദ ലെമൺ പ്രോബ്ലം in some markets only low quality products will be sold, the so called lemon problem. ചില മാർക്കറ്റിലേക്ക് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രമേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലാണ് ഈ ലെമൺ പ്രോബ്ലം വരുന്നത്. ദ ലെമൺ പ്രോബ്ലം വാസ് ഫസ്റ്റ് അനലൈസ്ഡ് ബൈ അമേരിക്കൻ എക്കോണമിസ്റ്റ് ജോർജ് അക്ലോഫ് ഇൻ 1970. 1970 അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോർജ് അക്ലോഫ് ആണ് ഈ ഒരു ലെമൺ പ്രോബ്ലം ആദ്യമായിട്ട് വിശകലനം ചെയ്തത്. അക്ലോഫ് എക്സ്പ്ലോർഡ് ദ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് പ്രൈസിംഗ് സെക്കൻഡ് ഹാൻഡ് കാർസ് ഇൻ ദ USA, which he called a lemon market. A lemon is a derogatory term for the poor quality second-hand car. However, the lemon problem has wider implications in terms of understanding information failure in general. അതായത് അമേരിക്കയിലെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അക്ലോഫ് പര്യവേഷണം ചെയ്തു. അപ്പോൾ അതിനെ അദ്ദേഹം ലെമൺ പ്രോബ്ലം എന്ന് വിളിക്കുകയും ചെയ്തു. കാരണം ഒരു ലെമൺ മോശം ഗുണനിലവാരമുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കാറിന് അപകീർത്തികരമായ പദമാണ്. എന്നിരുന്നാലും പൊതുവെ വിവരത്തിൻ്റെ ഇൻഫർമേഷൻ്റെ പരാജയം കാരണം നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ കാര്യത്തിൽ ലെമൺ പ്രോബ്ലത്തിന് ഒരു വിപുലമായ പ്രത്യാഘാതങ്ങളാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർസിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇൻ ടേംസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർസ് ബയേഴ്സ് മേ ബി സസ്പീഷ്യസ് ഓഫ് ദി മോട്ടീവ്സ് ഓഫ് സെല്ലർ ആൻഡ് വണ്ടർ വെദർ ദ കാർ ഈസ് എ ലെമൺ. അതായത് ഇവിടെ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ കാര്യത്തിൽ വാങ്ങുന്നവർ വിൽപ്പനക്കാരൻ്റെ ഉദ്ദേശങ്ങളെ സംശയിച്ചേക്കാം എന്നുള്ളതാണ്. അതായത് കാറ് ഒരു ലെമൺ ആണോ എന്ന് സംശയിച്ചേക്കാം, അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടേക്കാം. For example, if an individual buys a new car for 30,000 and tries to sell on the second-hand market shortly after, they may be forced to accept a much lower price, given that buyers will be suspicious of the seller's motive. അതായത് ഒരു വ്യക്തി 30,000 രൂപയ്ക്ക് ഒരു പുതിയ കാറ് വാങ്ങുകയും തൊട്ട് പിന്നാലെ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ വാങ്ങുന്നവർ വിൽപ്പനക്കാരുടെ ഉദ്ദേശത്തെ സംശയിക്കുമെന്നതിനാൽ അവർ വളരെ കുറഞ്ഞ വിലയ്ക്ക് അത് സ്വീകരിക്കാൻ നിർബന്ധിതരായേക്കാം. അതായത് പൊട്ടൻഷ്യൽ ബയേഴ്സ് നോട്ട് ഹാവിംഗ് ഓൾ ദ ഫാക്ട്സ് ആർ ലൈക്ലി ടു അസ്യൂം ദ വേഴ്സ്റ്റ് ആൻഡ് എക്സ്പെക്ട് ദ കാർ ടു ഹാവ് എ പ്രോബ്ലം. ഇൻ അതർ വേർഡ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ലെമൺ. അതായത് വാങ്ങാൻ സാധ്യതയുള്ളവർ എല്ലാ വസ്തുതകളും ഇല്ലാത്തതിനാൽ, അതായത് അവർക്ക് എല്ലാ ഇൻഫർമേഷനും ഇല്ലാത്തതിനാൽ ഏറ്റവും മോശമായത് അനുമാനിക്കാനും കാറിന് ഒരു പ്രശ്നമുണ്ടെന്ന് പ്രതീക്ഷിക്കാനും സാധ്യതയുണ്ടെന്ന് അർത്ഥം. അതായത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ അതൊരു ലെമൺ ആണെന്ന് അവർ സംശയിക്കും. അതിനാൽ therefore given that second hand cars will generally attract a low price, only those sellers who actually do have poor quality cars will use this market. അതിനാൽ സെക്കൻഡ് ഹാൻഡ് കാറുകൾ പൊതുവെ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുക. യഥാർത്ഥത്തിൽ മോശം ഗുണനിലവാരമുള്ള കാറുകൾ ഉള്ള വിപണിക്കാർ മാത്രമേ ഈ വിപണി ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഒരു ചെറിയ കാലയളവിന് ശേഷം സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയിൽ വിൽക്കുന്ന എല്ലാ കാറുകളും ലെമൺ ആയിരിക്കുമെന്നാണ് പ്രവചിക്കാൻ കഴിയുന്നത്. അതായത് ആഫ്റ്റർ എ ഷോർട്ട് പീരിയഡ് ഇറ്റ് ക്യാൻ ബി പ്രെഡിക്റ്റഡ് ദാറ്റ് ഓൾ കാർസ് സോൾഡ് ഓൺ ദി സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റ് വിൽ ബി lemons. When applying this concept to other market, it can be suggested that whenever there is information failure, there is the possibility that markets will become lemon markets. This means that the supply of good quality products will fall and the supply of poor quality will product rise. അതായത് ഇവിടെ ഇതിനർത്ഥം നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണം കുറയുകയും മോശം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണം ഉയരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. Here, measurement of efficiency. For every small business, efficiency matters. Getting more units produced, more sales, more revenue. For less waste, less labor, less cost is every business leader's dream. അതായത് നമുക്കറിയാം ഓരോ ചെറുകിട ബിസിനസ്സിനും കാര്യക്ഷമത വളരെ പ്രധാനമാണ്. അതായത് കൂടുതൽ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു,
കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നത് കൂടുതൽ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനും കൂടുതൽ വിൽപ്പന നടത്താനും കൂടുതൽ വരുമാനം കിട്ടണം എന്നുള്ളതാണ്. കുറവ് അവർ ആഗ്രഹിക്കുന്നത് കുറഞ്ഞ മാലിന്യം ഉണ്ടാവുക, ലെസ് വേസ്റ്റ്, ഇത് കുറഞ്ഞ തൊഴിൽ, കുറഞ്ഞ ചെലവ്. അത് ഓരോ ബിസിനസ് നേതാവിൻ്റെയും സ്വപ്നമാണ്. However, far too many business owners focus on increasing revenue rather than identifying ways to make their business operate efficiently. എന്നിരുന്നാലും വളരെയധികം ബിസിനസ് ഉടമകൾ അവരുടെ ബിസിനസ്സുകളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള വഴികൾ തിരിച്ചറിയുന്നതിനേക്കാൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. In the business world, where income equals revenue minus expense, this could be a big mistake. Then, importance of production. Efficiency is an important measure of company's performance. Unlike productivity, which a company achieves by maximizing the number of units produced in a given time frame, efficiency requires the minimization of cost and the maximization profits for a given level of output. കാര്യക്ഷമത എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രകടനത്തിൻ്റെ ഒരു പ്രധാന അളവാണ്. അതായത് ഒരു നിശ്ചിത സമയപരിധിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം പിന്നെ പരമാവധി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരു കമ്പനി കൈവരിക്കുന്ന ഉൽപ്പാദനക്ഷമതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യക്ഷമതയ്ക്ക് ചെലവുകൾ കുറയ്ക്കാനും ഒരു നിശ്ചിത തലത്തിലുള്ള ഔട്ട്പുട്ടിനായി മാക്സിമൈസേഷൻ പ്രോഫിറ്റും ആവശ്യമാണ്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഒരു ഫേമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. കോസ്റ്റ് കുറച്ചുകൊണ്ട് അവർ മാക്സിമം പ്രോഫിറ്റിലേക്ക് നയിക്കുകയാണ്. അതിനാൽ കാര്യക്ഷമത, എഫിഷ്യൻസി കമ്പനിയുടെ വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ഒരു ബിസിനസ്സിനെ പ്രാപ്തമാക്കുന്നുണ്ട്. എഫിഷ്യൻസി therefore enables a business to make the best possible use of the company's resources. For example, an efficient company will produce a greater number of quality products with less waste, using less energy and other resources during a given period than an inefficient company. ഉദാഹരണത്തിന് ഒരു കാര്യക്ഷമമായ കമ്പനി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ നിർമ്മിക്കും. അവിടെ കുറഞ്ഞ മാലിന്യം ഉണ്ടാവുകയും ഒരു കാര്യക്ഷമ ഇല്ലാത്ത കമ്പനിയേക്കാൾ ഒരു നിശ്ചിത കാലയളവിൽ കുറഞ്ഞ ഊർജ്ജവും മറ്റു വിഭവങ്ങളും എല്ലാം ഉപയോഗിക്കുമെന്നുള്ളതാണ്. അതായത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി അവിടെ കൂടുതൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുകയും വളരെ കുറഞ്ഞ വേസ്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ ദാൻ ഇൻഎഫിഷ്യൻ്റ് കമ്പനിയേക്കാളും. Efficiency and performance. Measurement efficiency is measured by dividing a worker's actual output rate by the standard output rate and multiplying the outcome by 100%. അതായത് ഒരു തൊഴിലാളിയുടെ യഥാർത്ഥ ഔട്ട്പുട്ട് നിരക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നിരക്ക് കൊണ്ട് വിഭജിക്കുകയും അതിൻ്റെ ഫലത്തെ 100 കൊണ്ട് ഗുണിക്കുകയും ചെയ്താലാണ് നമുക്ക് മെഷർമെൻറ്റ് എഫിഷ്യൻസിൻ്റെ അളവ് കിട്ടുന്നത്. അതായത് the standard output rate is a worker's normal rate of performance or the volume of work a trained employee can produce per unit of time using a prescribed method and with the usual effort and skills. അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നിരക്ക് ഒരു തൊഴിലാളിയുടെ സാധാരണ പ്രകടന നിരക്ക് അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച ജീവനക്കാരന് ഒരു യൂണിറ്റ് സമയത്തിന് ഒരു നിർദ്ദിഷ്ട രീതിയും പതിവ് ശ്രമവും കഴിവുകളും എല്ലാം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജോലിയുടെ വോളിയമാണ്. അതായത് as production efficiency increases, production costs go down. The operation strategy, technology, job design, process influence, the rate of output as done the worker's skill and effort. അതായത് ഉൽപ്പാദന കാര്യക്ഷമത വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ ചെലവ് കുറയുന്നു. ദെൻ ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, സാങ്കേതിക വിദ്യ, തൊഴിലിൻ്റെ രൂപകൽപ്പന, ജോബ് ഡിസൈൻ, ദെൻ ആൻഡ് പ്രോസസ് ഇതെല്ലാം എന്നിവ തൊഴിലാളികളുടെ വൈദഗ്ധ്യത്തെയും ശ്രമത്തെയും പോലെ ഔട്ട്പുട്ട് നിരക്കിനെയും സ്വാധീനിക്കുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then standard efficiency rates. A small business can use a time study to determine the average time required to perform specific tasks. അതായത് നിർദ്ദിഷ്ട ജോലികൾ നിർവഹിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ശരാശരി സമയം നിർണ്ണയിക്കാൻ ഒരു ചെറിയ ബിസിനസ്സിന് ഒരു സമയ പഠനം ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ടൈം അവർ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനും. ഈ ശരാശരികൾ പിന്നീട് ഭാവി പ്രകടനങ്ങളുടെ ലക്ഷ്യങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. ദീസ് ആവറേജസ് ദെൻ ബിക്കം ഫ്യൂച്ചർ പെർഫോമൻസ് ടാർഗറ്റ്സ്. ഇത് പിന്നീട് ഫ്യൂച്ചർ പെർഫോമൻസ് ടാർഗറ്റ്സിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. To conduct the time study, the times required for multiple employees to complete a task are recorded and the average completion time is calculated. അതായത് ഒന്നിലധികം ജീവനക്കാർക്ക് ഒരു ജോലി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ സമയങ്ങൾ
രേഖപ്പെടുത്തുകയും ശരാശരി പൂർത്തീകരണ സമയം കണക്കാക്കുകയും ചെയ്യുന്നു. അതായത് ഈ ശരാശരി സമയം പ്രവർത്തനത്തിൻ്റെ മാനദണ്ഡമായിട്ട് മാറുകയാണ്. അപ്പോൾ ദിസ് ആവറേജ് ടൈം ബിക്കംസ് ദ സ്റ്റാൻഡേർഡ് ഓർ ബെഞ്ച് മാർക്ക് ഫോർ ദ ആക്ടിവിറ്റി. യൂസിങ് സച്ച് സ്റ്റാൻഡേർഡ്സ് ദ ബിസിനസ് ക്യാൻ ഇവാലുവേറ്റ് എംപ്ലോയീസ് ആക്ച്വൽ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഫോർ എ നമ്പർ ഓഫ് പർപ്പസസ്. അത്തരം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ബിസിനസ് നിരവധി ഉദ്ദേശങ്ങൾക്കായിട്ട് ജീവനക്കാരുടെ യഥാർത്ഥ ഉൽപ്പാദന കാര്യക്ഷമത വിലയിരുത്താൻ കഴിയുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ എഫിഷ്യൻസി rates can serve as a basis for bonuses and merit rises. The efficiency rates can also identify opportunities for improvement in a production line or serve as input for operational planning and control. അതായത് ഉദാഹരണത്തിന് ഉൽപ്പാദന കാര്യക്ഷമതാ നിരക്കുകൾ ബോണസുകൾക്കും മറ്റ് മെറിറ്റ് വർധനയും അടിസ്ഥാനമായി പ്രവർത്തിക്കാമെന്നുള്ളതാണ്. അതായത് കാര്യക്ഷമമായിട്ടുള്ള നിരക്കുകൾ ഒരു ഉൽപ്പാദന ലൈനിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ തിരിച്ചറിയാനോ അതായത് പ്രവർത്തന ആസൂത്രണത്തിന് നിയന്ത്രണത്തിന് ഇൻപുട്ടായി പ്രവർത്തിക്കാനോ കഴിയും. Next we are going to discuss the fifth module of industrial economics. The module is Industrial Development, Government Regulation of Industries. It includes the pattern of industrialization since independence, then changing structure of industries, debates on industrial stagnation, then various issues in industrial development in the context of globalization, then evolution of industrial policy, then performance of licensing policy, then rationale of delicensing, and finally regulation of monopolies. Then pattern of industrialization since independence. The industrial growth pattern in India can be divided into 4 phases as explained below. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു 5th മൊഡ്യൂളിൽ ഫസ്റ്റ് പാർട്ടിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഫസ്റ്റ് ഫേസ് ഇൻ 1951 to 56, ദാറ്റ് ഈസ് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് എന്നാണ് ഈ ഒരു പാറ്റേൺ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് എന്ന് പറയുമ്പോൾ 1951 തൊട്ട് 65 വരെ ശക്തമായ വ്യവസായത്തിൻ്റെ അടിത്തറയുടെ ഘട്ടമാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1965 to 1980 ആണ്. അതിൻ്റെ മെയിൻ ഫോക്കസ് ഡീസിലറേഷൻ ആൻഡ് റിട്രോഗ്രഷൻ ആണ്. അതായത് രണ്ടാം ഘട്ടം 1965 തൊട്ട് 80 വരെ അപജയവും പിന്നോക്കാവസ്ഥയാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ഫേസ് ഇൻഡസ്ട്രിയൽ റിക്കവറി ഇൻ 80s, ഇൻ 1981 to 1991. അതായത് മൂന്നാം ഘട്ടം 80കളിൽ വ്യാവസായിക വീണ്ടെടുക്കലാണ് 1981 മുതൽ 1991 വരെ. ആൻഡ് ദ ഫോർത്ത് ഫേസ് ഇൻഡസ്ട്രിയൽ റിട്രോഗ്രഷൻ ഫോളോഡ് ബൈ ആൻ അപ്ടേൺ ആൻഡ് ഡൗൺ ടേൺ 90s, ദാറ്റ് ഈസ് ഇൻ 1991 to 92 to 1997 to 1998. അതായത് നാലാം ഘട്ടം എന്ന് പറയുന്നത് വ്യാവസായിക പിന്നോക്കാവസ്ഥയും തുടർന്ന് ഒരു ഉയർച്ചയും മാന്ദ്യവും 90കളിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ദെൻ ഇൻഡസ്ട്രിയൽ സ്ലോഡൗൺ സിൻസ് 2001, അതായത് 2001 മുതൽ വ്യാവസായിക മാന്ദ്യം എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഒരു പാറ്റേൺ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ സിൻസ് ഇൻഡിപെൻഡൻസിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസ് ഇൻ 1951 to 65, സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ്. The first phase of industrial growth consists of the first 3 plan period, which had built a strong industrial base in India. അതായത് വ്യാവസായിക വളർച്ചയുടെ ആദ്യഘട്ടം ഇന്ത്യയിലെ ശക്തമായ വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുത്തുന്ന ആദ്യത്തെ 3 പദ്ധതി കാലഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇരുമ്പ്, ഉരുക്ക്, ഹെവി എഞ്ചിനീയറിംഗ്, മെഷീൻ നിർമ്മാണ വ്യവസായങ്ങൾ തുടങ്ങിയ പ്രധാന വ്യവസായങ്ങളിലും വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സോ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വർ മെയ്ഡ് ഇൻ മേജർ ഇൻഡസ്ട്രീസ് ലൈക്ക് അയൺ ആൻഡ് സ്റ്റീൽ, ഹെവി എഞ്ചിനീയറിംഗ് ആൻഡ് മെഷീൻ ബിൽഡിംഗ് ഇൻഡസ്ട്രീസ്. The annual compound growth rate of industrial production during the first 3 plan periods moved in between 5.7% to 9%. അതായത് ആദ്യത്തെ 3 പദ്ധതി കാലയളവുകളിലെ വ്യാവസായിക ഉൽപ്പാദനത്തിൻ്റെ വാർഷിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.7 നിന്നും 9%ലാണ്, ഇൻ ബിറ്റ്വീൻ റേഞ്ചിലാണ്. അതായത് മൂലധന ഉൽപ്പന്ന വ്യവസായങ്ങൾ ഈ ഒരു കാലയളവിൽ 9.8% മുതൽ 19.6% വരെ വാർഷിക ശരാശരി വളർച്ചാ നിരക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു. ദ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഹാഡ് രജിസ്റ്റർഡ് ഇറ്റ്സ് ആനുവൽ ആവറേജ് കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റ് ഇൻ ബിറ്റ്വീൻ 9.8% to 19.6% during this period. Again, the annual growth rate of basic industries moved in between 4.7% to 12.1% over the same period. Thus, a strong industrial base was laid during the first phase, covering the first 3 plan periods. അതായത്
വീണ്ടും നമ്മുടെ അടിസ്ഥാന വ്യവസായങ്ങളുടെ വാർഷിക വളർച്ചാ നിരക്ക് അതേ കാലയളവിൽ തന്നെ 4.7% നിന്നും 12.1% ഇടയിൽ നീങ്ങി. അങ്ങനെ ആദ്യത്തെ 3 പദ്ധതി കാലയളവുകൾ ഉൾക്കൊള്ളുന്ന ആദ്യഘട്ടം, അതായത് ഫസ്റ്റ് ഫേസ്, ഒരു ശക്തമായ വ്യാവസായിക അടിത്തറ സ്ഥാപിച്ചു. Then second phase. In 1965 to 1980, deceleration and retrogression. The second phase of industrial growth covers the period of 3 ad hoc annual plans. That is fourth plan and fifth plan. അതായത് വ്യാവസായിക വളർച്ചയുടെ രണ്ടാം ഘട്ടം 3 അഡ്ഹോക് വാർഷിക പദ്ധതികൾ, അതായത് 4ാം പദ്ധതി, 5ാം പദ്ധതി എന്നിവയുടെ കാലയളവ് കൂടി ഉൾക്കൊള്ളുന്നതാണ്. Then the annual compound growth rate in industrial production declined from 9% during the third plan to only 4.1% covering the period of 1965 to 1976. Then in 1976 to 1977, the annual rate of growth of industrial output was 6.1%. അതായത് വ്യാവസായിക ഉൽപാദനത്തിലെ വാർഷിക സംയുക്ത വളർച്ചാ നിരക്ക് 3ാം പദ്ധതി സമയത്ത് 9% നിന്ന് 1965 മുതൽ 1976 വരെയുള്ള കാലയളവിൽ അത് 4.1% കുറഞ്ഞു. അതായത് 1976-77 വ്യാവസായിക ഉൽപാദനത്തിന്റെ വാർഷിക വളർച്ചാ നിരക്ക് 6.1% ആയിരുന്നു. In 1979 to 1980, a negative annual growth rate of 1.6% was recorded in respect of industrial output, as the index of industrial production in this year has declined to 148.2 as compared to 115.7 in 1978 to 79. അതായത് 1978-79 150.7% അപേക്ഷിച്ച് ഈ ഒരു വർഷം വ്യാവസായിക ഉൽപാദന സൂചിക 148.2 കുറഞ്ഞതിനാൽ 1979-80 വ്യാവസായിക ഉൽപാദനത്തിന്റെ കാര്യത്തിൽ 1.6% നെഗറ്റീവ് വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. So the industrial sector faced a structural retrogression during the second phase. The capital good industries registered its annual average growth rate of only 2.6% during the second phase. അതായത് വ്യാവസായിക മേഖല രണ്ടാം ഘട്ടത്തിൽ ഘടനാപരമായ പിന്നോക്കാവസ്ഥയെ അഭിമുഖീകരിച്ചു. അതായത് മൂലധന ഉൽപാദന വ്യവസായത്തിലെ രണ്ടാം ഘട്ടത്തിൽ അതിൻ്റെ വാർഷിക ശരാശരി വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഓൺലി 2.6% മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. Fifth plan recorded the annual growth rate of 5.7%, which was far below the compared to that of first 3 5-year plans. അതായത് 5ാമത്തെ പദ്ധതി വാർഷിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.7% രേഖപ്പെടുത്തി. അത് ആദ്യത്തെ 3-5 വർഷത്തെ പദ്ധതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ താഴെയായിരുന്നു. അപ്പോൾ അടിസ്ഥാന വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടത്തിലെ വാർഷിക വളർച്ചാ നിരക്ക് 3ാം പദ്ധതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ താഴെയായിരുന്നു. For basic industries, the annual growth rate during the second phase was far below as compared to that of third plan. Thus, basic industries were engaged in the production of ferrous metal groups, construction materials, mechanical engineering industries, etc. അങ്ങനെ അടിസ്ഥാന വ്യവസായങ്ങൾ ഫെറസ് ലോഹ ഗ്രൂപ്പുകൾ, അതായത് നിർമ്മാണ സാമഗ്രികൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വ്യവസായങ്ങൾ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടു. The next, causes of deceleration and retrogression. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് നോക്കാം. The causes of deceleration and structural retrogression during the second phases are: first one, the wars of 1962, 1965 and in 1971. അതായത് 1962, 65, 71 ഈ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സോ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഇൻവെസ്റ്റ്മെന്റ് വാസ് മെയ്ഡ് ഇൻ ടു അൺപ്രൊഡക്റ്റീവ് യൂസസ്. സക്സസീവ് ഡ്രോപ്സ് ഓഫ് 1965 to 67 and in 1971 to 73 and oil crisis of 1973 was also responsible for supply constraints. അതായത് ഈ കാലയളവിലൊക്കെ നിക്ഷേപം ഉൽപാദനക്ഷമമല്ലാത്ത ഉപയോഗങ്ങളായി മാറ്റി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1965, 67, 71, 73 തുടർച്ചയായ വളർച്ച ഇതിനൊരു കാരണമാണ്. ദെൻ 1973 എണ്ണ പ്രതിസന്ധി, ദെൻ വിതരണ തടസ്സങ്ങൾക്കെല്ലാം കാരണമായിട്ടുണ്ടായിരുന്നു. പിന്നെ കൺസിഡറബിൾ സ്ലാക്കനിങ് ഓഫ് റിയൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് യഥാർത്ഥ നിക്ഷേപത്തിന്റെ ഗണ്യമായ അയവ് ഈ ഒരു സെക്കൻഡ് ഫേസിൽ നമുക്ക് കാണാൻ സാധിച്ചു. And the third point, C, unequal distribution of income in favor of the rich followed by stagnation in demand for consumer goods. അതായത് സമ്പന്നർക്ക് അനുകൂലമായി വരുമാനത്തിന്റെ ഒരു തുല്യതയില്ലാത്ത വിതരണവും തുടർന്ന് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും ആവശ്യകതയിലുള്ള സ്തംഭനവും ഒരു കാരണമായി. ഡി എന്ന് പറയുന്നത് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ, അതായത് കാർഷിക മേഖലയുടെ ഒരു തൃപ്തികരമല്ലാത്ത പ്രകടനം.
അത് ഒരു സ്ലാക്കനിങ്ങിന് അല്ലെങ്കിൽ ഡിസലറേഷനും റിട്രോഗ്രഷനും കാരണമായിട്ടുണ്ട്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, പോളിസി കൺസ്ട്രെയിൻസ് ആൻഡ് ബ്യൂറോക്രാറ്റിക് ഒബ്സ്റ്റക്കിൾസ് ഇൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അതായത് വ്യാവസായിക വളർച്ചയ്ക്ക് നയപരമായ പരിമിതികളും ഉദ്യോഗസ്ഥ തല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഫൈനൽ പോയിന്റ്, കോൺഫ്ലിക്ട്സ് in the dominant coalition between proprietary classes, capitalist class and the class representing rich agricultural farmers. അതായത് കുത്തക വർഗങ്ങളും മുതലാളിത്ത വർഗവും സമ്പന്നരായ കാർഷിക കർഷകരെ പ്രതിനിധീകരിക്കുന്ന വർഗവും തമ്മിലുള്ള ആധിപത്യ സഖ്യത്തിലെ വൈരുദ്ധ്യങ്ങളും ഇതെല്ലാം ഈ ഒരു സെക്കൻഡ് ഫേസിലെ കോസസ് ഓഫ് ഡീസലറേഷൻ ആൻഡ് റിട്രോഗ്രഷന് കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ്, the third phase, industrial recovery in 80s, 1981 to 1991. The third phase of industrial growth covers the period of 80s consisting of both 6th and 7th plan. This period of 80s experienced industrial recovery. അതായത് വ്യാവസായിക വളർച്ചയുടെ ഒരു മൂന്നാം ഘട്ടമാണ് 80കളുടെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 6ാമത്തെയും 7ാമത്തെയും പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട്. 80കളുടെ ഈ കാലഘട്ടം വ്യാവസായിക വീണ്ടെടുക്കൽ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. During the period in 1981 to 85, the average annual growth rate of industrial production was accelerated to 7%, which further increased to 8.6% during the 1985 to 1990. അതായത് 1981-85 കാലയളവിൽ വ്യാവസായിക ഉൽപ്പാദനത്തിന്റെ ഒരു ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 7% ത്വരിതപ്പെടുത്തി. ഇത് 1985-90 കാലയളവിലായപ്പോൾ 8.6% വർദ്ധിച്ചു. പിന്നീട് 1990-91 വ്യാവസായിക വളർച്ചയുടെ വാർഷിക നിരക്ക് എന്ന് പറയുന്നത് 9% ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് in 1990 to 91, the annual rate of industrial growth was registered at 9%. The growth rate for consumer durable goods increased 16.9% in 1985 to 89. In 1981 to 90, there was a setback as the segment recovered only 1.7% growth rate, and then the same rate again shot up to 14.8% in 1990 to 91. അതായത് കൺസ്യൂമർ ഡ്യൂറബിൾ സാധനങ്ങളുടെയൊക്കെ വളർച്ചാ നിരക്ക് 1985-89 16.9% വർദ്ധിച്ചു. പിന്നെ വീണ്ടും 1981-90 ആ ഒരു സെഗ്മെന്റിലെ വെറും 1.7% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുകയും തുടർന്ന് അതേ നിരക്ക് തന്നെ വീണ്ടും 1990-91 14.8% വരെ ഉയരുകയും ചെയ്തതിനാൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു ഇതിന്. ദെൻ the basic goods industries maintained the annual average growth rate of 8.8 to 8.9% during 1980 to 85 and in 1985 to 89 respectively, but gradually declined to 5.4% and 3.8% in 1989 to 90 and in 1990 to 91 respectively. The capital good industries recorded 6.3% annual rate of growth during 1980 to 85, which experienced increase in its growth rate of 30% in 1985 to 89 and then significantly 24% in 1989 to 90. The growth rate of capital good was 17.4% in 1990 to 91. ഈ ഒരു പീരിയഡിൽ ഫുൾ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതായത് അടിസ്ഥാന ചരക്ക് വ്യവസായങ്ങൾ യഥാക്രമം 1980 to 85, 85 to 89 ഈ കാലയളവിൽ വാർഷിക ശരാശരി വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 8.8, 8.9% നിലനിർത്തി. എന്നാൽ ക്രമേണ യഥാക്രമം 1989 to 90, 1990 to 91 5.4%, 3.8% കുറഞ്ഞു. അപ്പോൾ മൂലധന ഉൽപ്പാദന വ്യവസായങ്ങൾ 1980-85 6.3% വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇത് 1985-89 അതിൻ്റെ വളർച്ചാ നിരക്കിൽ വീണ്ടും 13% തുടർന്ന് 1989-90 ഗണ്യമായിട്ട് 24% വർധനവ് ഉണ്ടായി. അപ്പോൾ മൂലധന സാധനങ്ങളുടെ വളർച്ചാ നിരക്ക് 1990-91 17.4% അങ്ങനെ ഈ മൂന്നാം ഘട്ടത്തിൽ രാജ്യത്തെ വ്യാവസായികവൽക്കരണത്തിന്റെ പാറ്റേണിൽ ഒരു വ്യക്തമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാലയളവിലൊക്കെ രാസവസ്തുക്കളുടെയും രാസ ഉൽപ്പന്ന വ്യവസായങ്ങളുടെയൊക്കെ ഉൽപ്പാദനം മെഷീൻ ബിൽഡിംഗ് മേഖലയിലൊക്കെ 5.47% മാത്രം അപേക്ഷിച്ച് വാർഷിക ശരാശരി നിരക്കായ 11.19% വികസിപ്പിച്ചു. മാത്രമല്ല ഈ ഒരു കാലയളവിൽ ഇരുമ്പ്, സ്റ്റീൽ, അടിസ്ഥാന ലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവ 5.15%
4.94%, 3.95% മാത്രമാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ മുമ്പത്തെ 2 ഘട്ടങ്ങളായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 80കളിൽ, അതായത് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് വ്യാവസായിക മേഖലയുടെ വളർച്ചാ പാറ്റേണിൽ ഒരു വ്യക്തമായ മാറ്റം ഇതിൽ കാണിക്കുന്നുണ്ട്. So during this period, the production of chemicals and chemical product industries expanded at annual rate of 11.19% as compared to that of only 5.4% in machine building sector, etc. So all these percentages, it shows a clear shift in the growth pattern of the industrial sector during 80s as compared to 2 earlier phases. Next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് മേജർ കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിക്കവറി ഇൻ 1980s. അപ്പോൾ 1980സിലെ ഇൻഡസ്ട്രിയൽ റിക്കവറിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഇൻഡസ്ട്രിയൽ റിക്കവറി ഡ്യൂറിങ് 80s ആർ ഡിസ്ക്രൈബ്ഡ് ആസ് അണ്ടർ. ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് ലിബറൽ ഫിസ്ക്കൽ പീരിയഡ്. ഫസ്റ്റ് പറയുന്നത് 80കളിലെ വ്യാവസായിക വീണ്ടെടുക്കലിന് കാരണമായ പ്രധാന ഘടകങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് പുതിയ വ്യാവസായിക നയവും ലിബറൽ സാമ്പത്തിക കാലയളവും ഉള്ള പരിചയപ്പെടുത്തലാണ്. ദെൻ ഹയർ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ സം ഓഫ് ദി റീജിയൻസ് ഇൻ ദ കൺട്രി വിച്ച് ഹെൽഡ് ഇൻ റൈസിംഗ് ദ ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഇൻപുട്സ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അതായത് കാർഷിക ഉൽപ്പാദനത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വ്യാവസായിക ഇൻപുട്ടുകളുടെ ആവശ്യം ഉയർത്താൻ സഹായിച്ച രാജ്യത്തെ ചില പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉയർന്ന സംഭാവന വളരെ വലുതാണ്. Then the C, revival of investment in the infrastructure sectors and its effects in raising the degree of efficiency of the industrial sector. അതായത് അടിസ്ഥാന സൗകര്യ മേഖലകളിലെ നിക്ഷേപത്തിൻ്റെ ഒരു പുനരുജ്ജീവനവും വ്യാവസായിക മേഖലയുടെ കാര്യക്ഷമതയുടെ അളവ് ഉയർത്തുന്നതിൻ്റെ ഫലങ്ങളും എല്ലാം ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ റിക്കവറിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. Next, fourth phase, industrial retrogression followed by an upturn and downturn 90s, 1991 to 92 to 1997 to 98. The fourth phase of industrial growth covers the early part of 90s, that is from 1991 to 92 to 1997 to 98. This short period experienced a sharp industrial retrogression followed by an immediate upturn in the industrial growth of the country. അതായത് വ്യാവസായിക വളർച്ചയുടെ 4ാം ഘട്ടം 90കളുടെ ആരംഭം, അതായത് 1991 to 92 മുതൽ 1997 to 98 വരെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹ്രസ്വ കാലയളവിൽ നമുക്കറിയാം വ്യാവസായിക പിന്നോക്കാവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് രാജ്യത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ ഉടനടി ഉയർച്ചയും വന്നു. During 1991 to 92, the country had a bitter experience of negative growth rate, that is 0.10% as compared to that of 8.5% in 1990 to 91. This is the clear evidence of sharp industrial retrogression in the country. അതായത് ഇതിൽ പറയുന്നത് 1990-91 8.5% താരതമ്യപ്പെടുത്തുമ്പോൾ 1991-92 കാലയളവിൽ രാജ്യത്തിൻ്റെ നെഗറ്റീവ് വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 0.10%. അതൊരു വളരെ കൈപ്പേറിയ അനുഭവമായിരുന്നു. അപ്പോൾ രാജ്യത്തെ മൂർച്ചയേറിയ വ്യാവസായിക പിന്നോക്കാവസ്ഥയുടെ വ്യക്തമായ തെളിവാണിത്. എന്നാൽ 1995-96 രാജ്യം ഒരു വ്യാവസായിക ഉയർച്ച പ്രവണത അനുഭവിച്ചു. ഈ വർഷം വാർഷിക വളർച്ചാ നിരക്ക് 11.7% ആയിരുന്നു. അതുപോലെ തന്നെ 1996-97 വർഷം വ്യാവസായിക ഉൽപ്പാദനം 7.1% വർദ്ധിച്ചു. അപ്പോൾ 1997-98 കൂടുതൽ വീണ്ടും 8.6%. അപ്പോൾ ഉപയോഗാധിഷ്ഠിത വ്യാവസായിക വർഗീകരണത്തിലൂടെ വ്യാവസായിക വളർച്ചാ നിരക്ക് വീണ്ടും 1997 ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെ 7.2, അതായത് 1998 ഫെബ്രുവരി വരെ 10.2% വരെ ഒരു താഴോട്ടുള്ള പ്രവണത കാണിച്ചു. അപ്പോൾ ഉപഭോക്തൃ നോൺ ഡ്യൂറബിൾസിൻ്റെ വളർച്ചാ നിരക്ക് ഏപ്രിൽ ഫെബ്രുവരിയിൽ നിന്ന് 4.2% നിന്നും 2.4% ആയിട്ട് കുറഞ്ഞു. ഇവിടെ പറയുന്നത് യഥാക്രമം 1996-97 ഇപ്പോൾ മൂലധന ഉൽപ്പാദന വ്യവസായത്തിൻ്റെ വളർച്ചാ നിരക്ക് 1996-97 7.2%, 1997-98 1.8% കുറഞ്ഞു. അപ്പോൾ ഇതേ ഒരു കാലയളവിൽ വ്യാവസായിക ഉൽപ്പാദനത്തിൻ്റെ പൊതു വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 1996-97 7.7% നിന്ന് 1997-98 4.7% കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് the growth rate of capital goods industry declined 7.2% in 1996-97 and to 1.8% in 1997-98. But during the same period, the general growth rate of industrial production declined
7.7% in 1996 to 97 to only 4.7% in 1997 to 98. അതാണ് ഇവിടെ പറയുന്നത് ഈ ഫോർത്ത് ഫേസിൽ ഇൻഡസ്ട്രിയൽ റിട്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ് ടേൺ ആൻഡ് ഡൗൺ ടേൺ 90s എന്നർത്ഥമാക്കുന്നത് ഇതാണ്. Then causes of industrial slowdown in the fourth phase. The factors responsible for industrial slowdown in the fourth phase are summarized as below. അതായത് നാലാം ഘട്ടത്തിൽ വ്യാവസായിക മാന്ദ്യത്തിന് കാരണമായ ഘടകങ്ങളാണ് താഴെ പറയുന്നവ. ഫസ്റ്റ് വൺ, ഡിക്ലൈൻ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് ടു 4.6% in the first 8 months between April and November in 1997. അതായത് 1997 ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള ആദ്യത്തെ 8 മാസങ്ങളിലെ കയറ്റുമതിയുടെ വളർച്ച 4.6% കുറയുകയാണ് ചെയ്തത്. The impact of the tight money policy followed in 1995 to 96 when the monetary expansion was about 13.7%. അതായത് 1995-96 പണവിപുലീകരണം ഏകദേശം 13.7%. നെക്സ്റ്റ് പറയുന്നത് സി, സിഗ്നിഫിക്കൻറ്റ് ബിൽഡപ്പ് ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ഇൻ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ലിബറലൈസേഷൻ. അതായത് ഉദാരവൽക്കരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വ്യാവസായിക ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സ്ലോഡൗൺ. In some cases, the rate of demand growth was overestimated. ചില സാഹചര്യങ്ങളിലൊക്കെ ഡിമാൻഡ്, അതായത് വളർച്ചയുടെ നിരക്ക് അമിതമായിട്ടാണ് കാണപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ഒരു ഫോർത്ത് ഫേസിലെ ഇൻഡസ്ട്രിയൽ സ്ലോഡൗണിൻ്റെ കോസസ് ആണ്. നെക്സ്റ്റ്, സൈൻസ് ഓഫ് സസ്റ്റെയിൻഡ് ഇൻഡസ്ട്രിയൽ റിക്കവറി ഇൻ 1999 to 2000. Following are some of the major indicators of industrial recovery in recent years. First one, overall industrial output of the country, that is 6.2% in April to December 1999 as compared to that of only 3.7% in April-December 1998. ഇവിടെ പറയുന്നത് സമീപ വർഷങ്ങളിലായിട്ട് ഇൻഡസ്ട്രിയുടെ ഒരു വീണ്ടെടുക്കലിനെ, ഒരു ഇൻഡസ്ട്രിയൽ റിക്കവറിയിലെ ചില പ്രധാന സൂചകങ്ങളെക്കുറിച്ചാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1998 ഏപ്രിൽ ടു ഡിസംബർ മാസത്തിലെ 3.7% ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 1999 ഏപ്രിൽ ഡിസംബർ മാസത്തിൽ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യാവസായിക ഉൽപ്പാദനം എന്ന് പറയുന്നത് 6.2% ആണ്. The position of electricity generation remained much better in 1999 to 2000. അതായത് 1999-2000 വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ സ്ഥാനം വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് തുടർന്നു. Then C, manufacturing segment of industrial sector has grown by 6.7% in April to December in 1998. അതായത് വ്യാവസായിക മേഖലയുടെ ഒരു നിർമ്മാണം 1998 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 6.7% ആയിട്ട് വർദ്ധിക്കാൻ സാധിച്ചു. Then D, as per use based classification, basic goods, intermediate goods and consumer goods are having higher growth in 1999 to 2000. അതായത് ബേസിക് ഗുഡ്സ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള അടിസ്ഥാന സാധനങ്ങൾ, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവ ഈ ഒരു 1999-2000 വളരെയധികം വളർച്ചയിലെത്തിയിട്ടുണ്ട്. And the fifth point, non-metallic mineral products, machinery and equipment, wool, leather, paper and basic chemicals are some of the industries growing at more than 10% during 1999 to 2000. അതായത് ലോഹേതര ധാതു ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ, കമ്പിളി, തുകൽ, പേപ്പർ, അതായത് അടിസ്ഥാന രാസവസ്തുക്കൾ തുടങ്ങിയവയെല്ലാം ഈ ഒരു കാലയളവിൽ, അതായത് 1999-2000 10%-ലധികം വളരുന്ന വ്യവസായങ്ങളിൽ ചിലതാണ്. Then industries like electricity, crude oil, coal, steel and cement having a weight of 26.7% in overall IIP grew at 8.2% in April-December 1999. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 1999 ഈ ഒരു സെക്ടറിൽ, അതായത് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, ക്രൂഡ് ഓയിൽ, കോൾ, സ്റ്റീൽ, ഇതിലെല്ലാം ഒരു ബെറ്റർ ഓവറോൾ പെർസെൻറ്റേജിൽ ഒരു ബെറ്റർ ഇൻക്രിമെൻ്റ് ആണ് കാണിക്കുന്നത്, ബെറ്റർ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ദ ബെറ്റർ കോർപ്പറേറ്റ് പെർഫോമൻസ് ഇൻ 1999 to 2000 കമ്പയർഡ് ടു ദി പ്രീവിയസ് ഇയർ. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 1999-2000 ഒരു മികച്ച കോർപ്പറേറ്റ് പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട്. Then industrial slowdown since 2001. In recent years, the country is experiencing a serious phase of industrial slowdown during 2000 to 2001 and 2001 to 2002. The overall industrial growth during the April-December 2001 to 2 at 2.3%.
is substantially lower than the 5.8% achieved during the corresponding period 2000 to 2001. അതായത് സമീപ വർഷങ്ങളിൽ 2000-2001 കാലത്തും 2001-2002 വർഷങ്ങളിലും രാജ്യം വ്യാവസായിക മാന്ദ്യത്തിന്റെ ഒരു ഗുരുതരമായ ഘട്ടമാണ് അനുഭവിച്ചിരുന്നത്. അതായത് 2001-2002 എന്ന് പറയുമ്പോൾ ഏപ്രിൽ ഡിസംബർ കാലയളവിൽ 2.3% മൊത്തത്തിലുള്ള വ്യാവസായിക വളർച്ച. അത് 2000-2001 അതേ കാലയളവിൽ കൈവരിച്ചത് 5.8%-ത്തേക്കാൾ ഗണ്യമായ കുറവാണ് ഉണ്ടായത്. അതായത് യഥാർത്ഥത്തിൽ 2001-2002 ആദ്യ 9 മാസങ്ങളിൽ വ്യാവസായിക മേഖലയുടെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഇൻ ഫാക്ട് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 9 months of 2001-2 is considered as the lowest during the last 10 years. അപ്പോൾ ഇൻഡസ്ട്രിയൽ slowdown was recovered in all broad sectors such as manufacturing, electricity and mining, and all end-use based groups such as capital goods, intermediate goods, consumer goods, both durables and non-durables. അതായത് ഉൽപാദനം, വൈദ്യുതി, ഖനനം തുടങ്ങിയ എല്ലാ വിശാലമായ മേഖലയിലും വ്യാവസായിക മാന്ദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മൂലധന ഉൽപ്പന്നങ്ങൾ, ഇടനില സാധനങ്ങൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, ഈട് നിൽക്കുന്നതും അല്ലാത്തതുമായ എല്ലാത്തിലും. However, the reason for slowdown in industrial growth during this period is due to a number of structural and cyclical factors. എന്നിരുന്നാലും നമുക്കറിയാം ഈ കാലയളവിൽ വ്യാവസായിക വളർച്ചയിൽ മാന്ദ്യത്തിന്റെ കാരണങ്ങൾ ഘടനാപരവും ചാക്രികമായ നിരവധി ഘടകങ്ങളുണ്ടെന്ന് നമുക്കറിയാം. Then the other reasons are explained below. First one, the adjustment process is industry in response to increased competition in the form of mergers and acquisitions in taking longer time than expected. അതായത് ലയനങ്ങളുടെയും ഏറ്റെടുക്കലുടെയും രൂപത്തിൽ ഒരു വർദ്ധിച്ച മത്സരത്തിന് മറുപടിയായിട്ട് അഡ്ജസ്റ്റ്മെന്റ് പ്രക്രിയ വ്യവസായമാണ്. അതായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം എടുത്തുകൊണ്ട് ചെയ്യുന്നതാണിത്. ദെൻ സെക്കൻഡ് വൺ, ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽനെക്സ് ആൻഡ് ഹൈ കോസ്റ്റ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ തടസ്സങ്ങളും ഉയർന്ന ചെലവുകളാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അത് തേർഡ് പോയിന്റ്, അൺറിലയബിൾ സപ്ലൈ സർവീസസ് ഇൻ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പവർ സെക്ടർ. അതായത് ഗതാഗതം, ആശയവിനിമയം, വൈദ്യുതി മേഖലയിൽ സേവനങ്ങളുടെ വിശ്വസനീയമല്ലാത്ത വിതരണം, ഇതെല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് ആണ്. ആൻഡ് ദ ഫോർത്ത് കേസ്, ലോ ലെവൽസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു ലോ എക്കോണമീസ് ഓഫ് സ്കെയിൽ, ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആൻഡ് റെസ്ട്രിക്റ്റഡ് ലേബർ ലോസ്. അതായത് കുറഞ്ഞ സാമ്പത്തിക വ്യവസ്ഥകൾ, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ, നിയന്ത്രിത തൊഴിൽ നിയമങ്ങൾ എന്നിവ കാരണം ഉൽപാദനക്ഷമതയുടെ താഴ്ന്ന നിലയാണ് ഇതർത്ഥമാക്കുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്, ഉയർന്ന പലിശ നിരക്കുകൾ. ആൻഡ് ദ സിക്സ്ത് പോയിന്റ്, ലോവർ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് for sectors like automobiles and real estate due to expectation of lower prices and reduction of taxes and duties in the short term period. അതായത് കുറഞ്ഞ വിലയും ഹ്രസ്വകാല കാലയളവിലുള്ള നികുതികളും തീരുവകളും കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ വാഹനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകൾക്കുള്ള ഊഹക്കച്ചവട ആവശ്യം കുറയ്ക്കുക. അതാണ് ലോവർ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. These are the other reasons. Next, we are going to discuss the changing structure of industries. In the whole process of structural transformation, movement from primary to secondary sector has special significance. അതായത് ഘടനാപരമായ പരിവർത്തനത്തിന്റെ മുഴുവൻ പ്രക്രിയയിലും ഒരു പ്രാഥമിക മേഖല, അതായത് പ്രൈമറി സെക്ടറിൽ നിന്ന് ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടറിലേക്കുള്ള നീക്കത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ടെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. It is admitted by every economist that while the agricultural sector is prone to diminishing returns, the industrial or secondary sector is subject to the increase in returns. Thus, the supply side forces favor the growth of output in the secondary sector. അതായത് കാർഷിക മേഖല വരുമാനം കുറയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും വ്യാവസായിക അല്ലെങ്കിൽ ദ്വിതീയ മേഖല വർദ്ധിച്ചു വരുന്ന വരുമാനത്തിന് വിധേയമാണെന്നാണ് ഓരോ സാമ്പത്തിക ശാസ്ത്രജ്ഞരും പറയുന്നത്. അതിനാൽ തന്നെ സപ്ലൈ സൈഡ് ഫോഴ്സസ് ദ്വിതീയ മേഖലയിൽ, അതായത് സെക്കൻഡറി സെക്ടറിൽ ഉൽപാദനത്തിന്റെ വളർച്ചയെ അനുകൂലിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊരു കേവലം സപ്ലൈ സൈഡ് ഫോഴ്സസ് മാത്രമല്ല, ഡിമാൻഡ് സൈഡ് ഫോഴ്സസും സെക്കൻഡറി സെക്ടറിന് അല്ലെങ്കിൽ ദ്വിതീയ മേഖലയുടെ വളർച്ചയെ അനുകൂലിക്കുന്നു. The Engels law classifies that income elasticity of food items is low, hence the income growth does not increase the demand of agricultural products, whereas the industrial goods have a high level of income elasticity. അതായത് ഭക്ഷ്യവസ്തുക്കളുടെ വരുമാന ഇലാസ്തികത കുറവാണെന്നാണ് എംഗൽസിന്റെ നിയമം വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ വരുമാനത്തിലുണ്ടാകുന്ന വളർച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നില്ല. അതേസമയം വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വരുമാന ഇലാസ്തികതയുണ്ട്. അങ്ങനെ വരുമാനത്തിന്റെ വളർച്ച ഡിമാൻഡ് ഭാഗത്തു നിന്ന് വ്യാവസായിക മേഖലയിലെ ഉൽപാദനം വളർച്ച ഉടനടി പുഷ് നൽകുകയാണ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ.
The theory of structural transformation has given prime position to the industrial sector and termed it as engine of growth because industrial sector has strongest forward and backward growth linkages, subject to increasing returns for longer duration and greater labor absorption capacity. അതായത് ഘടനാപരമായ ഒരു പരിവർത്തന സിദ്ധാന്തമാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. വ്യാവസായിക മേഖലയ്ക്ക് പ്രധാന സ്ഥാനം നൽകുകയും ഗ്രോത്ത് എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. കാരണം വ്യാവസായിക മേഖലയ്ക്ക് ശക്തമായ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് ഉണ്ട്. ദീർഘകാലത്തേക്ക് വർദ്ധിച്ചു വരുന്ന വരുമാനത്തിനും കൂടുതൽ തൊഴിലാകിരണം ശേഷിക്കും ഇത് വിധേയമാണ് എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ, ഇൻഡസ്ട്രിയൽ സെക്ടർ ഹാസ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് കൺട്രി സിൻസ് പ്രീ ഇൻഡിപെൻഡൻസ് ഇറ. ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡന്റ് എക്കോണമി ബിഫോർ ദി അഡ്വന്റ് ഓഫ് ദി ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം മുതൽ രാജ്യത്തിൻ്റെ വികസനത്തിൽ വ്യവസായ മേഖല ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വരവിന് മുമ്പ് ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നു. Through agriculture has the main source of livelihood for most people, yet the country's economy was characterized by various kinds of manufacturing activities. India was particularly well known for its handicraft industries in the field of cotton and silk textiles, metal and precious stoneworks, etc. So these products enjoyed worldwide market based on the reputation of the fine quality of material used and the high standard of craftsmanship seen in all imports from India. അതായത് കൃഷിയാണ് മിക്ക ആളുകളുടെയും പ്രധാന ഉപജീവന മാർഗ്ഗമെങ്കിലും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വിവിധ തരം നിർമ്മാണ പ്രവർത്തനങ്ങളാൽ സവിശേഷത ഉണ്ടായിരുന്നു. പരുത്തി, പട്ടുതുണിത്തരങ്ങൾ, ലോഹം, വിലയേറിയ കല്ലുകൊണ്ടുള്ള സൃഷ്ടികൾ തുടങ്ങിയ ഈ മേഖലകളിലെ കരകൗശല വ്യവസായങ്ങളിൽ ഇന്ത്യ പ്രത്യേകിച്ചും വളരെയധികം പ്രശസ്തയായിരുന്നു. സോ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ മികച്ച ഗുണനിലവാരത്തിൻ്റെയും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളിലും കാണുന്ന ഉയർന്ന നിലവാരത്തിലുള്ള കരകൗശല വിദ്യയുടെയും പ്രശസ്തിയെ അടിസ്ഥാനമാക്കി ലോകമെമ്പാടുമുള്ള വിപണി നമ്മുടെ ഈ ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ആസ്വദിച്ചു. During the second half of the 19th century, modern industry began to take root in India, but its progress remained very slow. Since India got independence, the responsibility of plant development rested in the hands of Planning Commission. Indian planners went a step ahead by emphasizing heavy industry policy in the second five-year plan and had achieved considerable development in all the sectors. After independence, industrial sector has witnessed the many up and downs. അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ആധുനിക വ്യവസായം ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ തുടങ്ങിയെങ്കിലും അതിൻ്റെ പുരോഗതി മന്ദഗതിയിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എല്ലാ മേഖലകളിലും ദ്വിതീയ മേഖലയിലെ വിവിധ ഘടകങ്ങളുടെ പങ്ക് ഏതാണ്ട് മാറ്റമില്ല, പക്ഷെ മൊത്തം GDP-യിൽ അവരുടെ പങ്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉൽപ്പാദനത്തിലും വൈദ്യുതിയിലും ജലവിതരണത്തിലും GDP അവരുടെ വിഹിതം ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മറുവശത്ത് നിർമ്മാണ മേഖലയുടെ വിഹിതം ഒരുപാട് വർദ്ധിച്ചു. മൊത്തം GDP-യിലെ വ്യാവസായിക മേഖലയുടെ വിഹിതത്തിൻ്റെ ഈ ഒരു വർധനവ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ വ്യവസായ മേഖലയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തിൻ്റെ തെളിവാണ് ഇവിടെ പറയുന്നത്. ദെൻ ഡിബേറ്റ് ഓൺ ഇൻഡസ്ട്രിയൽ സ്റ്റാഗ്നേഷൻ. അടുത്തിടെ പുറത്തിറങ്ങിയ 2015-16 വ്യാവസായിക ഉൽപ്പാദന സൂചിക സാമ്പത്തിക വർഷത്തെ വ്യാവസായിക മേഖലയുടെ വളർച്ചാ നിരക്ക് വളരെ തുച്ഛമായ നിലയിലാണെന്നാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺലി 2.4%. The Index of Industrial Production 2015-16, which has recently been released, show that the growth rate of the industrial sector for the financial year comes to a small percent, that's only 2.4%. This virtual stagnation in industrial output is not just some sporadic occurrence. In fact, the industrial growth rates for the last 4 financial years has been as follows: 2012-13 1.1%, 2013-14 minus 0.1%, 2014-15 2.8%, and 2015-16 it's only 2.4%. അതായത് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഈ ഓരോ വർഷങ്ങളിലായിട്ട് ഈ ഒരു ശതമാനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു വ്യാവസായിക സ്തംഭനമാണ് ഇതിലൂടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഈ ഒരു സ്തംഭനം മൊത്തത്തിൽ ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ കാലഘട്ടത്തിൻ്റെ സവിശേഷതയായ വ്യവസായത്തിൻ്റെ വളർച്ചാ നിരക്കിലെ പൊതുവായ മാന്ദ്യത്തിന് മുകളിലാണ് ഇത് വരുന്നത്. ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ സ്റ്റാഗ്നേഷൻ വിത്ത് എ വെഞ്ചൻസ്. But this stagnation comes on the top of a general slowdown in the growth rate of industry that has characterized the period of liberalization as a whole. In the decade prior to liberalization, that is between 1980-81 and 1990-91, the annual compound rate of the index of industrial production was 7.83%.
ഇവിടെ പറയുന്നത് ലിബറലൈസേഷന് മുമ്പുള്ള ദശകങ്ങളിൽ, അതായത് 1980-81 കാലഘട്ടവും 1990-91 ഇടയിൽ വ്യാവസായിക ഉൽപ്പാദന സൂചികയുടെ വാർഷിക സംയുക്ത വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഓൺലി 7.83% ആണ്. അതായത് ഇതിന് വിപരീതമായിട്ട് 1990-91 2012-12 ഇടയിലുള്ള കാലയളവിൽ, അതായത് നിലവിലെ സ്തംഭനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളർച്ചാ നിരക്ക് 6.28% ആയിരുന്നു. Since the period of liberalization has also seen a reduction in the rate of growth of agricultural production compared to the earlier years, it follows that the rate of growth of the material production sector as a whole in the period of liberalization has been lower than in the period. ഇവിടെ പറയുന്നത് ഉദാരവൽക്കരണ കാലയളവിൽ, അതായത് ലിബറലൈസേഷൻ കാലഘട്ടത്തിൽ കാർഷിക ഉൽപ്പാദനത്തിന്റെ വളർച്ചാ നിരക്കിൽ, പ്രത്യേകിച്ചും ഭക്ഷ്യധാന്യത്തിന്റെ ഉൽപ്പാദനം ഉൾപ്പെടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് 60കളുടെ മധ്യത്തിലൊക്കെ വ്യാവസായിക സ്തംഭനത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നിലെ അടുത്ത കാരണം എന്ന് പറയുന്നത് 1965, 66, 67 ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിന്റെ കുത്തനെയുള്ള ഇടിവായിരുന്നു. ഇത് ബീഹാറിൽ ക്ഷാമം അത്തരത്തിലുള്ള സാഹചര്യം പോലും സൃഷ്ടിക്കുകയുണ്ടായി. അതിനാൽ മൂലധന ഉൽപ്പാദനം ഒരു പ്രതിസന്ധിയിൽ ഉപഭോഗ ചരക്ക് ഉൽപ്പാദനത്തിനേക്കാൾ വളരെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. In the mid-60s, for example, there had been a period of industrial stagnation, but the proximate reason behind that had been the sharp drop in food grain production in 1965-66 and 66-67, which had even produced a famine-like situation in Bihar. Capital goods production therefore tends to shrink much more than consumption goods production in a crisis. And by the same token, the real sign of the recovery from the crisis is when the growth rate of the capital goods output picks up and the capacity utilization improves in this sector. For that indicates that capitalists are beginning to make investments. This is, however, is not happening anywhere in the world now, not even in the US, which only underscores the persistence of the world capitalist crisis. When the capitalists all over the world are reluctant to invest at all, the Modi government's calls to them to make in India is bound to go unheeded. ഇവിടെ പറയുന്നത് ഉൽപ്പാദനത്തെക്കാൾ പ്രൊഡക്ഷൻ ചുരുങ്ങുന്നതാണ്. അതേ അടയാളം വഴി നമുക്കറിയാം പ്രതിസന്ധിയിൽ നിന്നൊരു വീണ്ടെടുക്കാൻ ഒരു യഥാർത്ഥ അടയാളം മൂലധന ഉൽപ്പന്ന ഉൽപ്പാദനം വളർച്ചാ നിരക്ക് ഈ മേഖലയിൽ ഉയരുകയും ശേഷി ഉപയോഗം മെച്ചപ്പെടുകയും ചെയ്യുമ്പോഴാണ്. കാരണം മുതലാളിമാർ നിക്ഷേപം ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നിരുന്നാലും ഇതിപ്പോൾ ലോകത്ത് എവിടെയും സംഭവിക്കുന്നില്ല. US പോലും ഇത് ലോക മുതലാളിത്ത പ്രതിസന്ധിയുടെ ഒരു സ്ഥിരതയെ അടിവരയിട്ട് പറയുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള മുതലാളിമാർ നിക്ഷേപം നടത്താൻ വിമുഖത കാണിക്കുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുക, അതായത് മേക്ക് ഇൻ ഇന്ത്യ മോദി സർക്കാർ അവരോട് ആഹ്വാനം ചെയ്യുന്നത് അവഗണിക്കപ്പെടാൻ ബാധ്യസ്ഥമാണ്. അതായത് മോദി ഗവൺമെന്റ് ചെയ്ത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിനുള്ള തന്ത്രത്തിന്റെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് ഇതിനെ മാറ്റിയതും അതിന്റെ പൂർണ്ണ പാപ്പരത്വത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മേക്ക് ഇൻ ഇന്ത്യ നയം പ്രഖ്യാപിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും മുതലാളിമാർക്ക് ധാരാളം ഇളവുകൾ നൽകിയതോടെ സമ്പദ് വ്യവസ്ഥ വ്യാവസായിക സ്തംഭനത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ ഒരു നയത്തിന്റെ, അതായത് മേക്ക് ഇൻ ഇന്ത്യ ആ ഒരു പ്രോഗ്രാമിന്റെ ചാലഞ്ചിന്റെ തെളിവാണ് എന്നുള്ളതാണ്. Next, industrialization and globalization. We know globalization describes a process by which regional economies, societies, and cultures have become integrated through a global network of communication, transportation, and trade. അതായത് ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളും സമൂഹങ്ങളും സംസ്കാരങ്ങളും ആശയവിനിമയം, ഗതാഗതം, വ്യാപാരം എന്നിവയുടെ ആഗോള ശൃംഖലയിലൂടെ സംയോജിപ്പിച്ച ഒരു പ്രക്രിയയാണ് വിവരിക്കുന്നത്. അതായത് the term is sometimes used to refer specifically to economic globalization, the integration of national economies into the international economy through trade, foreign direct investment, capital flows, migration, and the spread of technology. അതായത് ഈ ഒരു പദം ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു പദം ചിലപ്പോൾ സാമ്പത്തിക ആഗോളവൽക്കരണത്തെ പ്രത്യേകമായി പരാമർശിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വ്യാപാരം, വിദേശത്ത് നേരിട്ടുള്ള നിക്ഷേപം, മൂലധനം, കുടിയേറ്റം, സാങ്കേതിക വിദ്യയുടെ വ്യാപനം എന്നിവയിലൂടെയൊക്കെ ദേശീയ സമ്പദ് വ്യവസ്ഥകളെ അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് സംയോജിപ്പിക്കുന്നു. ഗ്ലോബലൈസേഷൻ ജനറലി മീൻസ് ഇൻ്റഗ്രേറ്റിംഗ് എക്കോണമി ഓഫ് അവർ നാഷൻ വിത്ത് ദ വേൾഡ് എക്കോണമി. അതായത് ആഗോളവൽക്കരണം എന്നാൽ പൊതുവെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുക എന്നതാണ്.
The Indian economy was in major crisis in 1991 when foreign currency reserves went down to $1 billion. Then globalization had its impact on various sectors including agriculture, industrial, financial, health sector and many others. It was only after the LPG policy, liberalization, privatization and globalization launched by then Finance Minister Manmohan Singh that India saw its development in various sectors. അതായത് 1991 വിദേശ കറൻസി കരുതൽ $1 ബില്യൺ താഴ്ന്നപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ ആഗോളവൽക്കരണം കാർഷിക, വ്യവസായ, സാമ്പത്തിക, ആരോഗ്യ മേഖല ഉൾപ്പെടെ വിവിധ മേഖലകളിലും മറ്റു പല മേഖലകളിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അന്നത്തെ ധനമന്ത്രി മൻമോഹൻ സിംഗ് ആരംഭിച്ച LPG നയത്തിന് ശേഷം മാത്രമാണ് ഇന്ത്യ വിവിധ മേഖലകളിൽ അതിൻ്റെ വികസനം കണ്ടത്. Then advent of new economic policy. After suffering a huge financial and economic crisis, Dr. Manmohan Singh brought a new economic policy which is known as Liberalization, Privatization and Globalization, that is LPG policy, also known as New Economic Policy in 1991, as it was a measure to come out of the crisis that was going on at that time. അതായത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ച ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു പുതിയ നയം കൊണ്ടുവന്നു. അത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ദാറ്റ് ഈസ് LPG നയം എന്നറിയപ്പെടുന്നു. ഇത് പുത്തൻ സാമ്പത്തിക നയം, 1991 പുത്തൻ സാമ്പത്തിക നയം എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം അത് അക്കാലത്ത് നടന്നിരുന്ന പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു നടപടി കൂടിയായിരുന്നു. The following measures were taken to liberalize and globalize the economy. First one, devaluation, disinvestment, allowing foreign direct investment, then NRI scheme. First one, devaluation. Devaluation എന്ന് പറയുമ്പോൾ മൂല്യം കുറയ്ക്കലാണ്. To solve the balance of payment problem, Indian currency were devaluated by 18 to 19%. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കറൻസി 18 മുതൽ 19% വരെ മൂല്യനിർണ്ണയം ചെയ്തു എന്നുള്ളതാണ്. And the second point, disinvestment. To make the LPG model smooth, many of the public sectors were sold to the private sector. അതായത് ഓഹരി വിറ്റഴിക്കലാണ് disinvestment. അതിൽ പറയുന്നത് LPG മോഡൽ സുഗമമാക്കുന്നതിന് പല പൊതുമേഖലകളും സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു എന്നുള്ളതാണ്. Then allowing foreign direct investment. FDI was allowed in a wide range of sectors such as insurance, that is 26%, defense industries 26%, etc. അതായത് വിദേശത്ത് നേരിട്ടുള്ള നിക്ഷേപമാണ് FDI അനുവദിക്കൽ. ഇൻഷുറൻസ് 26%, പ്രതിരോധ വ്യവസായങ്ങൾ, ഡിഫൻസ് എല്ലാം 26% തുടങ്ങിയ വിപുലമായ മേഖലകളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിച്ചു. And the fourth one, NRI scheme. The facilities which were available to foreign investors were also given to the NRIs. അതായത് NRI സ്കീം എന്ന് പറയുന്നത് വിദേശ നിക്ഷേപകർക്ക് ലഭ്യമായ സൗകര്യങ്ങളും NRIകൾ നൽകി. അതിലൂടെ ഒരു പുതിയ സാമ്പത്തിക നയം LPG in 1991 വ്യാപാര നയങ്ങൾ, പണം, സാമ്പത്തികം, ബജറ്റ് നയങ്ങൾ, വിലനിർണ്ണയം, സ്ഥാപന പരിഷ്കാരങ്ങൾ എന്നീ മേഖലകളിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ദി ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991 ഇൻട്രൊഡ്യൂസ്ഡ് ചേഞ്ചസ് ഇൻ ദി ഏരിയാസ് ഓഫ് ട്രേഡ് പോളിസീസ്, മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ പോളിസീസ്, ഫിസ്ക്കൽ ആൻഡ് ബജറ്ററി പോളിസീസ് ആൻഡ് പ്രൈസിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. Then silent features of new economic policy in 1991. First one, liberalization, that is internal and external liberalization. ഫസ്റ്റ് ഉദാരവൽക്കരണമാണ്, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഉദാരവൽക്കരണം. സെക്കൻഡ് വൺ, എക്സ്റ്റെൻഡിങ് പ്രൈവറ്റൈസേഷൻ, അതായത് സ്വകാര്യവൽക്കരണം വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് തേർഡ് പോയിന്റ്, റീഡിറക്റ്റിംഗ് സ്കേഴ്സ് പബ്ലിക് സെക്ടർ റിസോഴ്സസ് ടു ഏരിയാസ് വേർ ദ പ്രൈവറ്റ് സെക്ടർ ഈസ് അൺലൈക്ലി ടു എൻറ്റർ, അതായത് സ്വകാര്യ മേഖല പ്രവേശിക്കാൻ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിലേക്ക് വിരളമായ പൊതുമേഖലാ വിഭവങ്ങളെല്ലാം തിരിച്ചുവിടുക എന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, ഗ്ലോബലൈസേഷൻ ഓഫ് ഇക്കോണമി, അതായത് സമ്പദ് വ്യവസ്ഥയുടെ ഒരു ആഗോളവൽക്കരണമാണ്. അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ്, ഒരു വിപണി സൗഹൃദ സംസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ സൈലന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ്, കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസേഷൻ. The implications of globalization for national economy are many. Globalization has intensified interdependence and competition between economies in the world market. This is reflected in interdependence in regard to trading in goods and services and in movement of capital. അതായത് ഒരു ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. ആഗോളവൽക്കരണം അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ലോകവിപണിയിൽ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വവും മത്സരവും വളരെയധികം തീവ്രമാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യാപാരത്തിലും മൂലധനത്തിൻ്റെ ചലനത്തിലും ഇത്
പരആശ്രിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. As a result, domestic economic developments are not determined entirely by domestic policies and market conditions. Rather, they are influenced by both domestic and international policies and economic conditions. It is thus clear that globalizing economy, while formulating and evaluating its domestic policy, cannot afford to ignore the possible actions and reactions of policies and developments in the rest of the world. തൽഫലമായിട്ട് ആഭ്യന്തര സാമ്പത്തിക വികാസങ്ങളൊക്കെ പൂർണ്ണമായും ഒരു ആഭ്യന്തര നയങ്ങളും വിപണി സാഹചര്യങ്ങളും ഒന്നും നിർണ്ണയിക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ആഭ്യന്തരവും അന്തർദേശീയമായ നയങ്ങളും സാമ്പത്തിക സാഹചര്യങ്ങളും അവരെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഗ്ലോബലൈസ്ഡ് എക്കോണമി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഭ്യന്തര നയം രൂപപ്പെടുത്തുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള നയങ്ങളുടെയും സംഭവവികാസങ്ങളുടെയും പ്രവർത്തനങ്ങളെയും പ്രതികരണങ്ങളെയും അവഗണിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് വ്യക്തമാണ്. So this constrained the policy option available to the government, which implies loss of policy autonomy to some extent in decision making at the national level. ഇത് ദേശീയ തലത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഒരു പരിധിവരെ നയസ്വയംഭരണം നഷ്ടപ്പെടുമെന്ന് സൂചിപ്പിക്കുന്ന സർക്കാരിന് ലഭ്യമായ നയമാർഗത്തെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. Now for further analysis, we take up impact of globalization on various sectors of Indian economy. Next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ the impact of globalization on agricultural sector. അഗ്രികൾച്ചർ സെക്ടറിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഗ്രാമീണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമാണ് കാർഷിക മേഖല എന്നുള്ളത്. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ സ്റ്റേ ഓഫ് ദി റൂറൽ ഇന്ത്യൻ എക്കോണമി, around which socio-economic privileges and deprivations resolve, and any change in its structure is likely to have a corresponding impact on the existing pattern of social security. The liberalization of Indian economy was adopted in India in 1991. Facing a severe economic crisis, India approached the IMF for a loan, and the IMF granted what is called structural adjustment loan, which is a loan with certain conditions attached which relate to structural changes in the economy. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണം ഒരു ലിബറലൈസേഷൻ 1991 ഇന്ത്യയിൽ വന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യ ഒരു വായ്പയ്ക്കായിട്ട് IMFനെ സമീപിച്ചു. IMFന്റെ ഒരു ഘടനാപരമായ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അതാണ് പറയുന്നത് ഇവിടെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലോൺ എന്ന് പറയുന്നത്. ആ ഒരു വായ്പ അനുവദിക്കുകയും ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഘടനാപരമായ മാറ്റവുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളുടെ വായ്പയാണ് എന്നുള്ളതാണ്. എസെൻഷ്യലി ദ റിഫോംസ് sought to gradually phase out government control of the market, that is liberalization, then privatize public sector organization, that is privatization, and reduce export subsidies and import barriers to enable free trade, that is globalization. അടിസ്ഥാനപരമായിട്ട് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരികയും ക്രമേണ വിപണിയുടെ സർക്കാർ നിയന്ത്രണം അതായത് ലിബറലൈസേഷൻ ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. ദെൻ പൊതുമേഖലാ സംഘടനകളെ സ്വകാര്യവൽക്കരിക്കുക, ദാറ്റ് ഈസ് പ്രൈവറ്റൈസേഷൻ. ദെൻ സ്വതന്ത്ര വ്യാപാരം പ്രാപ്തമാക്കുന്നതിന് കയറ്റുമതി സബ്സിഡികളും ഇറക്കുമതി തടസ്സങ്ങളും എല്ലാം കുറയ്ക്കുക, ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ. Then globalization has helped in rising living standards, alleviating poverty, assuring food security, generating beyond market for expansion of industry and services, and marketing substantial contribution to the national economic growth. ഗ്ലോബലൈസേഷൻ നമ്മളെ പ്രധാനമായിട്ടും സഹായിക്കുന്നത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പു നൽകുന്നതിനും വ്യവസായത്തിന്റെയും സേവനങ്ങളുടെയും വിപുലീകരണത്തിനായി ഉന്മേഷകരമായ ഒരു വിപണി സൃഷ്ടിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദേശീയ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവനകൾ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ ഇൻഡസ്ട്രി started when the government opened the country's markets to foreign investment in the early 1990s. അതായത് 1990കളുടെ തുടക്കത്തിൽ സർക്കാർ വിദേശ നിക്ഷേപങ്ങൾക്ക് രാജ്യത്തെ വിപണികൾ തുറന്നപ്പോൾ ഇന്ത്യൻ വ്യവസായത്തിൽ ആഗോളവൽക്കരണത്തിന്റെ ഇഫക്റ്റ് ആരംഭിച്ചു. Globalization of the Indian industry took place in its various sectors such as steel, pharmaceutical, petroleum, chemical, textile, cement, retail, and BPO. Globalization means the dismantling the trade-off barriers between nations and the integration of the nations' economies through financial flow, trade in goods and services, and corporate investments between nations.
അതായത് സ്റ്റീൽ, ഫാർമസ്യൂട്ടിക്കൽസ്, പെട്രോളിയം, കെമിക്കൽസ്, ടെക്സ്റ്റൈൽ, സിമെൻറ്റ്, റീറ്റെയിൽ, BPO തുടങ്ങിയ വിവിധ മേഖലകളിലാണ് ഇന്ത്യൻ വ്യവസായത്തിൻ്റെ ഒരു ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം നടന്നത്. ആഗോളവൽക്കരണം എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുക, സാമ്പത്തിക ഒഴുക്ക്, അതായത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യാപാരം, രാജ്യങ്ങൾ തമ്മിലുള്ള കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംയോജിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. Globalization has increased across the world in recent years due to the fast progress that has been made in the field of technology, especially in communications and transport. The government of India made changes in its economic policy in 1991 by which allowed direct foreign investment in the country. ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും ഇത് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും തോത് കുറയ്ക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. കൂടുതലായിട്ട് നമുക്കറിയാം ഇന്ത്യൻ ആഗോളവൽക്കരണത്തിൽ, അതായത് ഗ്ലോബലൈസേഷൻ്റെ ഒരു മേജർ ഇഫക്റ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് പല വിദേശ കമ്പനികളും ഇന്ത്യയിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുകയും പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽസ്, BPO, പെട്രോളിയം തുടങ്ങിയ രാസമേഖലകൾ ഇതെല്ലാം രാജ്യത്തിൻ്റെ നിരവധി ആളുകളിലേക്ക് തൊഴിൽ നൽകാൻ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് രാജ്യത്തെ തൊഴിലില്ലായ്മ കുറയ്ക്കാനും ദാരിദ്ര്യത്തിൻ്റെ തോത് കുറയ്ക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ വ്യവസായത്തിൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെ ഇഫക്റ്റിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് വിദേശ കമ്പനികൾ അവരോടൊപ്പം വളരെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സാങ്കേതികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ വ്യവസായത്തിൽ ഗ്ലോബലൈസേഷൻ്റെ നെഗറ്റീവ് ഇഫക്റ്റുകളും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഇഫക്റ്റുകൾ എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി ആവശ്യമായ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു. ഇത് നിരവധി ആളുകളുടെ ഇടയിൽ ജോലി നീക്കം ചെയ്യാൻ ഇതൊരു കാരണമായി എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, മാനുഫാക്ചറിങ്, സിമന്റ് വ്യവസായങ്ങളിലൊക്കെ ഇത് പ്രധാനമായിട്ടും ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. തേർഡ് പോയിന്റ്, ഇമ്പാക്റ്റ് ഓൺ ഫിനാൻഷ്യൽ സെക്ടർ. Reforms of the financial sector constitute the most important component of the India's program towards economic liberalization. സാമ്പത്തിക മേഖലയുടെ പരിഷ്കാരങ്ങൾ സാമ്പത്തിക ഉദാരവൽക്കരണത്തിനായുള്ള ഇന്ത്യയുടെ പരിപാടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം സമീപകാല സാമ്പത്തിക ലിബറലൈസേഷൻ നടപടികളെല്ലാം വിദേശ എതിരാളികൾക്ക് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ പ്രവേശിക്കാനുള്ള വാതിൽ തുറക്കുകയാണ് ചെയ്തത്. The recent economic liberalization measures have opened the door to foreign competitors to enter into our domestic market. Innovation has become a must for survival. Financial intermediaries have come out of their traditional approach and they are ready to assume more credit risk. ഇവിടെ പറയുന്നത് നവീനാശയങ്ങളെല്ലാം ഒരു അതിജീവനത്തിന് ഒരു നിർബന്ധമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നോവേഷൻ ഹാസ് ബിക്കം എ മസ്റ്റ് ഫോർ സർവൈവൽ. സാമ്പത്തിക ഇടനിലക്കാർ അവരുടെ പരമ്പരാഗത സമീപനത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അതായത് കൂടുതൽ ക്രെഡിറ്റ്, അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ്. തൽഫലമായി ആഭ്യന്തര മേഖലയിലും അതിൻ്റെതായ ഒരു സ്വാധീനം ചെലുത്തുന്ന ആഗോള സാമ്പത്തിക മേഖലകളിൽ നിരവധി നൂതനാശയങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആസ് എ കോൺസിക്വൻസസ്, many innovations have taken place in the global financial sectors which have its own impact on the domestic sector also. The emergence of various financial institutions and regulatory bodies have transformed the financial service sector from being a conservative industry to a very dynamic one. അതായത് വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും നിയന്ത്രണ സ്ഥാപനങ്ങളുടെയും ഒരു ആവിർഭാവം സാമ്പത്തിക സേവന മേഖലയെ ഒരു യാഥാസ്ഥിക വ്യവസായത്തിൽ നിന്ന് വളരെ ചലനാത്മകമായ ഒന്നാക്കി മാറ്റി. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ ഈ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികളും നേരിടുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു മാറിയ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സാമ്പത്തിക സേവന വ്യവസായം, അതായത് സർവീസ് സെക്ടറൊക്കെ എന്ന് പറയുമ്പം രാജ്യമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ഭാവി നിക്ഷേപകരുടെ ഒരു വൈവിധ്യമാർന്ന ആവശ്യകതകൾക്ക് അനുയോജ്യമായിട്ടുള്ള നിരവധി നൂതന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വരും വർഷങ്ങളിൽ വളരെ ക്രിയാത്മകവും ചലനാത്മകവുമായ ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക മേഖലയുടെ പരിഷ്കാരങ്ങളൊക്കെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിനായുള്ള ഇന്ത്യയുടെ പരിപാടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ആഗോളവൽക്കരണം കാരണം സാമ്പത്തിക സേവന വ്യവസായം ഒരു പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ വിപണിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മത്സരം, സാങ്കേതിക സംഭവ വികാസങ്ങളെല്ലാം ഒരു ആഗോള സാമ്പത്തിക സേവന വ്യവസായത്തിലെ ഒരു അത്ഭുതപൂർവമായ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നുണ്ട്. ഫോർത്ത് വൺ, ഇമ്പാക്റ്റ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇവിടെ പറയുന്നത് 2001-2002 വർഷത്തിൽ
ഇന്ത്യയുടെ കയറ്റുമതിയും ഇറക്കുമതിയും യഥാക്രമം 32,572 തൊട്ട് 38,362 ദശലക്ഷമായിരുന്നു എന്നുള്ളതാണ്. India's export and import in the year 2001-2002 was to the extent of 32,572 and 38,362 million respectively. Many Indian companies have started becoming respectable players in the international sense. Agriculture exports account for about 13 to 18% of total annual export of the country. പല ഇന്ത്യൻ കമ്പനികളും അന്താരാഷ്ട്ര രംഗത്തൊരു മെയിൻ കളിക്കാരായിട്ട് മാറാൻ തുടങ്ങി. രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക കയറ്റുമതിയുടെ ഏകദേശം 13% മുതൽ 18% വരെ കാർഷിക കയറ്റുമതിയാണെന്നുള്ളതാണ്. ഇൻ 2000 to 2001, agricultural products valued at more than $6 million were exported from the country, to 23% of which was contributed by the marine products alone. അതായത് 2000 to 2001 $6 million അധികം മൂല്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തു. അതിൽ 23% നമുക്കറിയാം സമുദ്ര ഉൽപ്പന്നങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ സമീപ വർഷങ്ങളിൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ മൊത്തം കാർഷിക കയറ്റുമതി 1/5 രാജ്യത്തിന്റെ മൊത്തം കാർഷിക കയറ്റുമതിയുടെ ഏറ്റവും വലിയ ഒരു സംഭാവന കൂടിയാണ് ഈ മറൈൻ പ്രോഡക്ട്സ്. Marine products in recent years have emerged as the single largest contributor to the total agricultural export from the country, accounting for over 1/5 of the total agricultural exports. Cereals, oilseeds, tea, and coffee are the other prominent products, each of which accounts from nearly 5 to 10% of the country's total agricultural exports. അതായത് ധാന്യങ്ങൾ, എണ്ണവിത്തുകൾ, ചായ, കാപ്പി എന്നിവയാണ് രാജ്യത്തിന്റെ മൊത്തം കാർഷിക കയറ്റുമതിയുടെ 5 മുതൽ 10% വരെ വരുന്ന മറ്റു പ്രധാന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ. മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ. First one, there is an international market for companies, and for consumers there is a wide range of products to choose from. കമ്പനികൾക്ക് ഒരു അന്താരാഷ്ട്ര വിപണിയുണ്ട്, അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കുന്ന വിപുലമായ ഉൽപ്പന്നങ്ങളും ഒരു ഗ്ലോബൽ എക്കോണമിയിൽ ലഭ്യമാണ്. സെക്കൻഡ് അഡ്വാൻറ്റേജസ്, increase in flow of investment from developed countries to developing countries, which can be used for economic reconstruction. അതായത് വികസിത രാജ്യങ്ങളിൽ നിന്ന് വികസ്വര രാജ്യങ്ങളിലേക്കുള്ള നിക്ഷേപങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുക. ഇത് സാമ്പത്തിക പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആൻഡ് തേർഡ് അഡ്വാൻറ്റേജ് ഇസ് ഗ്രേറ്റർ ആൻഡ് ഫാസ്റ്റർ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കൺട്രീസ് ആൻഡ് ഗ്രേറ്റർ കൾച്ചറൽ ഇൻട്രാക്ഷൻ ഹാസ് ഹെൽപ് ടു ഓവർകം കൾച്ചറൽ ബാരിയേഴ്സ് എന്നുള്ളതാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള വിവരങ്ങളുടെ കൂടുതൽ വേഗത്തിലുള്ള ഒഴുക്കും കൂടുതൽ സാംസ്കാരിക ഇടപെടലുകളും സാംസ്കാരിക തടസ്സങ്ങളൊക്കെ മറികടക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് അഡ്വാൻറ്റേജ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഹാസ് റിസൾട്ടഡ് ഇൻ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് സാങ്കേതിക വികസനം വികസ്വര രാജ്യങ്ങളിൽ ഒരു റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിനിന് കാരണമായി. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ്, ഓർ ഡിമെറിറ്റ്സ് ഓർ മേജർ ചാലഞ്ചസ്. The first one, the outsourcing of jobs to developing countries has resulted in loss of jobs in developed countries. അതായത് വികസ്വര രാജ്യങ്ങൾക്ക് തൊഴിലവസരങ്ങൾ പുറം കരാർ നൽകുന്നതിലൂടെ വികസിത രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാണ്ട് there is a greater threat of spread of communicable diseases. സാംക്രമിക രോഗങ്ങളൊക്കെ പടരുന്നതിനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഡിസഡ്വാൻറ്റേജസ് ആണ് ഗ്ലോബലൈസേഷൻ്റെ. ആൻഡ് the third point, there is an underlying threat of multinational corporations with immense power ruling the globe. ലോകമെമ്പാടും ഭരിക്കുന്ന അപാരമായ അധികാരമുള്ള ബഹുരാഷ്ട്ര കുത്തകകളുടെ ഒരു അന്തർലീന ഭീഷണിയും നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. Then the fourth disadvantages, for smaller developing nations at the receiving end, it could indirectly lead to a subtle form of colonization. ഇവിടെ പറയുന്നത് ചെറിയ വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരോക്ഷമായ കോളനിവൽക്കരണത്തിന്റെ സൂക്ഷ്മമായ രൂപത്തിലേക്ക് നയിച്ചേക്കാം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷന്റെ മേജർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, എ കമ്പാരിസൺ വിത്ത് അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഫസ്റ്റ് വൺ, കൺസിഡർ ഗ്ലോബൽ ട്രേഡ്. ഇന്ത്യസ് ഷെയർ ഓഫ് വേൾഡ് മെർച്ചൻഡൈസ് എക്സ്പോർട്സ് ഇൻക്രീസ്ഡ് ഫ്രം 0.05% to 0.07% over the past 20 years. Over the same period, China's share has tripled to almost 4%. അതായത് ലോക വ്യാപാര കയറ്റുമതിയിലെ ഇന്ത്യയുടെ പങ്ക് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 0.05% നിന്നും
0.07% ആയിട്ട് വർദ്ധിച്ചു. ഇതേ കാലയളവിൽ തന്നെ ചൈനയുടെ വിഹിതം ഏകദേശം 4% വരെ 3 ഇരട്ടിയായി. അതായത് ഇന്ത്യ ഷെയർ ഓഫ് ഗ്ലോബൽ ട്രേഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി ഫിലിപ്പൈൻസ് ആൻഡ് എക്കോണമി 6 times smaller according to IMF estimates. ആഗോള വ്യാപാരത്തിലെ ഇന്ത്യയുടെ പങ്ക് ഫിലിപ്പൈൻസിന്റെ ഓഹരിക്ക് സമാനമാണ്. IMF കണക്കുകൾ പ്രകാരം 6 മടങ്ങ് ചെറുതാണ് ഒരു സമ്പദ് വ്യവസ്ഥ എന്നുള്ളത്. ഇന്ത്യ ഷെയർ ഓഫ് ഗ്ലോബൽ ട്രേഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഫിലിപ്പൈൻസ് ആൻഡ് എക്കോണമി 6 times smaller according to IMF estimates. Over the past decades, FDI flow into India have averaged around 0.5% of GDP against 5% for China and 5.5% for Brazil. FDI inflows to China now exceed $15 billion annually. It is only $4 billion in the case of India. അതായത് കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ചൈനയ്ക്ക് 5%, ബ്രസീലിന് 5.5%, GDPയുടെ ശരാശരി 0.5% ആയിരുന്നു. ഇപ്പോൾ ചൈനയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇപ്പോൾ പ്രതിവർഷം $50 ബില്യൺ കവിയുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ ഇത് $400 കോടി മാത്രമാണ്. ഇൻഡസ്ട്രിയൽ പോളിസി. We know industrial policy is the set of standards and measures set by the government to evaluate the progress of the manufacturing sector that ultimately enhances economic growth and development of the country. അതായത് അത്യന്തികമായിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും വികസനവും വർദ്ധിപ്പിക്കുന്ന ഉൽപാദന മേഖലയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് ഗവൺമെന്റ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെയും നടപടികളുടെയും സൈറ്റാണ് വ്യാവസായിക നയം എന്ന് പറയുന്നത്. It enhances economic growth and development of the country. അതായത് വിവിധ സ്ഥാപനങ്ങളുടെ മത്സരക്ഷമതയും കഴിവുകളും പ്രോത്സാഹിപ്പിക്കാനും മെച്ചപ്പെടുത്താനും സർക്കാർ നടപടികൾ ഇതിൽ കൈക്കൊള്ളുന്നുണ്ട്. The government takes measures to encourage and improve the competitiveness and capabilities of various firms. Then objectives of industrial policy. There are mainly 5 objectives related to industrial policy. First one, to maintain steady growth in productivity. അതായത് ഉൽപാദനക്ഷമതയിൽ സ്ഥിരമായ ഒരു വളർച്ച നിലനിർത്തുക എന്നുള്ളതാണ് one of the major objective of the industrial policy. And the second one, to create more employment opportunities. കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും. Then utilize the available human resources better. ലഭ്യമായിട്ടുള്ള human resources അതായത് മനുഷ്യ വിഭവങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും. And the fourth one, to accelerate the progress of the country through different means. അതായത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ രാജ്യത്തിന്റെ പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിനും. Then finally, to match the level of international standards and competitiveness. അതായത് അന്തർദേശീയ മാനദണ്ഡങ്ങളുടെയും മത്സരക്ഷമതയുടെയും നിലയുമായി പൊരുത്തപ്പെടാനും ആണ് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Industrial Policy Resolution in 1948. The various industrial policy introduced by the Indian government are as follows. Indian government ഒരുപാട് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദി മേജർ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ് 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ, ഇറ്റ് ഡിക്ലെയർഡ് ദി ഇന്ത്യൻ എക്കോണമി ആസ് മിക്സഡ് എക്കോണമി. അതായത് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പ്രഖ്യാപിച്ചു. ദെൻ സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് വെർ ഗിവൺ ദി ഇമ്പോർട്ടൻസ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്കാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രാധാന്യം നൽകി വരുന്നത്. ദെൻ ദ ഗവൺമെന്റ് റെസ്ട്രിക്റ്റഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഗവൺമെന്റ് വിദേശ നിക്ഷേപത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. Then Industrial Policy Resolution in 1956. This policy laid down the basic framework of industrial policy. ഈ ഒരു നയമാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. ഈ ഒരു നയം വ്യവസായ നയത്തിന്റെ ഒരു അടിസ്ഥാന ചട്ടക്കൂട് എന്നാണ് അറിയപ്പെടുന്നത്. ദിസ് ഈസ് ദ ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് ദിസ് പോളിസി ഈസ് ഓൾസോ നോൺ ആസ് ദി എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈ ഒരു നയത്തെ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 സെക്ടേഴ്സ്. ഇതിനെ പ്രധാനമായിട്ടും 3 മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി ആൻഡ് ഷെഡ്യൂൾ സി. ഷെഡ്യൂൾ എ വിച്ച് കവേഴ്സ് പബ്ലിക് സെക്ടർ, ദാറ്റ് ഈസ് 17 ഇൻഡസ്ട്രീസ്. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് പൊതുമേഖലയാണ്, പബ്ലിക് സെക്ടറാണ്. അതായത് 17 തരം വ്യവസായങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഷെഡ്യൂൾ ബി എന്ന് പറയുന്നത് കവറിംഗ് മിക്സഡ് സെക്ടർ, ദാറ്റ് ഈസ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് 12 ഇൻഡസ്ട്രീസ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും
പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറുമാണ് ഷെഡ്യൂൾ ബിയിൽ അടങ്ങിയിരിക്കുന്നത്. 12 ഇൻഡസ്ട്രീസ് ആണ് മെയിനായിട്ട് ഉൾക്കൊള്ളുന്നത്. ഷെഡ്യൂൾ സി എന്ന് പറയുമ്പോൾ ഓൺലി പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്. ദിസ് ഹാസ് പ്രൊവിഷൻസ് ഫോർ പബ്ലിക് സെക്ടർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഷെഡ്യൂൾ സിയിൽ സ്വകാര്യ വ്യവസായങ്ങളാണ്. ദെൻ പൊതുമേഖല, ചെറുകിട വ്യവസായം, വിദേശ നിക്ഷേപം എന്നിവയ്ക്കുള്ള വ്യവസ്ഥകൾ ഇതിലുണ്ട്. എങ്കിൽ കൂടിയും ഷെഡ്യൂൾ സി ഓൺലി പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ടു മീറ്റ് ന്യൂ ചാലഞ്ചസ് ഫ്രം ടൈം ടു ടൈം ഇറ്റ് വാസ് മോഡിഫൈഡ് ത്രൂ സ്റ്റേറ്റ്മെന്റ് ഇൻ 1973, 1977 ആൻഡ് ഇൻ 1980. അതായത് പുതിയ വെല്ലുവിളികളൊക്കെ, ന്യൂ ചാലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലാകാലം 1973, 1977, 1980 എന്നീ പ്രസ്താവനകളിലൂടെ ഇത് വീണ്ടും പരിഷ്കരിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെന്റ് ഇൻ 1977. ദിസ് പോളിസി മെജോർലി ഫോക്കസ്ഡ് ഓൺ ഡീസെൻട്രലൈസേഷൻ. അതായത് ഈ ഒരു നയം പ്രധാനമായിട്ടും വികേന്ദ്രീകരണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇറ്റ് ഗേവ് പ്രയോറിറ്റി ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതായത് ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകി. ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ യൂണിറ്റ് കാൾഡ് ടൈനി യൂണിറ്റ്. അതായത് ചെറിയ യൂണിറ്റ് എന്നൊരു പുതിയ യൂണിറ്റ് സൃഷ്ടിച്ചു. ദെൻ ദിസ് പോളിസി ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ മൾട്ടിനാഷണൽ കമ്പനീസ്, MNCs. ഈ ഒരു നയം ബഹുരാഷ്ട്ര കമ്പനികൾക്ക്, അതായത് MNC, നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. Next, Industrial Policy Statement in 1980. The Industrial Policy Statement of 1980 addressed the need for promoting competition in the domestic market, modernization, selective liberalization and technological upgradation. അതായത് 1980കളിലെ വ്യാവസായിക നയ പ്രസ്താവന ആഭ്യന്തര വിപണിയിലെ മത്സരം പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, ആധുനികവൽക്കരണം, അതായത് മോഡേണൈസേഷൻ, ദെൻ സെലക്റ്റീവ് ലിബറലൈസേഷൻ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഉദാരവൽക്കരണം, സാങ്കേതികമായിട്ടുള്ള ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ എന്നിവയെ അഭിസംബോധന ചെയ്തു. ഡ്യൂ ടു ദിസ് പോളിസി ദ MRTP Act. MRTP Act means Monopolies, Restricted Trade Practices, and FERA Act, Foreign Exchange Regulation Act in 1973 were introduced. ഈ ഒരു നയം കാരണമാണ് MRTP ആക്റ്റും FERA ആക്റ്റും 1973 അവതരിപ്പിച്ചു. അപ്പോൾ the objective was to liberalize the industrial sector to increase industrial productivity and competitiveness of the industrial sector. ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വ്യാവസായിക മേഖലയുടെ, അതായത് വ്യാവസായിക ഉൽപാദനക്ഷമതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വ്യാവസായിക മേഖലയെ ഉദാരമാക്കുക എന്നതായിരുന്നു ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. The policy laid the foundation for an increasingly competitive export based and for encouraging ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹൈ ടെക്നോളജി ഏരിയ. ഈ ഒരു നയം കൂടുതൽ മത്സരക്ഷമമായ കയറ്റുമതി, അതാണ് ഇൻക്രീസിംഗ്ലി കോമ്പറ്റീറ്റീവ് എക്സ്പോർട്ട് ബേസ്ഡ് ആൻഡ് ഫോർ എൻകറേജിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഉയർന്ന സാങ്കേതിക മേഖലകളിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെയാണ് ഇതിന്റെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. The New Industrial Policy in 1991. The New Industrial Policy in 1991 had the main objective of providing facilities to market forces and to increase efficiency. 1991 പുതിയ വ്യാവസായിക നയത്തിന് വിപണി ശക്തികൾ സൗകര്യങ്ങൾ നൽകുക, അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. Larger roles were provided by ഈ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. L for liberalization, P for privatization, G for globalization, that is LPG. അതായത് ഫസ്റ്റ് പോയിന്റ് L, liberalization, that means reduction of government control. അതായത് L എന്ന് പറയുന്നത് ഉദാരവൽക്കരണമാണ്, അതായത് സർക്കാരിന്റെ നിയന്ത്രണം കുറച്ചുകൊണ്ടുവരിക. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് P, പ്രൈവറ്റൈസേഷൻ ആണ്, അതായത് ഇൻക്രീസ് ദ റോൾ ആൻഡ് സ്കോപ്പ് ഓഫ് ദി പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യവൽക്കരണമാണ്, സ്വകാര്യ മേഖലയുടെ പങ്ക് വർദ്ധിപ്പിക്കലാണ് രണ്ടാമത്തെ ഒരു റോൾ എന്ന് പറയുന്നത്. G എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണ്, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി വിത്ത് ദ വേൾഡ് എക്കോണമി, ആഗോളവൽക്കരണം, ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സംയോജനമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് LPG, ഓൾഡ് ഡൊമസ്റ്റിക് ഫേംസ് how to compete with new domestic firms, MNCs and imported items. അതായത് LPG കാരണം പഴയ ആഭ്യന്തര സ്ഥാപനങ്ങൾ പുതിയ ആഭ്യന്തര സ്ഥാപനങ്ങളുമായിട്ട് MNC ഇറക്കുമതി ഇനങ്ങൾ എന്നിവയുമായിട്ട് മത്സരിക്കേണ്ടതുണ്ട്. അതായത് ഗവൺമെന്റ് allowed domestic firms to import better technology, to improve efficiency and to have access to better technology. അതായത് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ ലഭ്യമാക്കുന്നതിനും മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ ഇറക്കുമതി ചെയ്യുന്നതിന് ആഭ്യന്തര സ്ഥാപനങ്ങളെ സർക്കാർ അനുവദിച്ചു. Then the foreign direct investment ceiling was increased from 40% to 51% in selected sectors, and the government allowed domestic firms to import better technology to improve efficiency and
to have access better technology, the maximum FDA limit is 100%. In selected sectors like infrastructure sectors, Foreign Investment Promotion Board was established. അതായത് തെരഞ്ഞെടുത്ത മേഖലയിലെ വിദേശ നേരിട്ടുള്ള നിക്ഷേപ പരിധി എന്ന് പറയുന്നത് 40% നിന്ന് അത് 51% വർദ്ധിപ്പിച്ചു. ദെൻ അടിസ്ഥാന സൗകര്യ മേഖലകൾ പോലെയുള്ള തിരഞ്ഞെടുത്ത മേഖലയിലെ പരമാവധി നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി എന്ന് പറയുന്നത് 100% ആണ്. അപ്പോൾ വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ സിംഗിൾ വിൻഡോ FDA ക്ലിയറൻസ് ഏജൻസി. അതായത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത് ഒരു സിംഗിൾ വിൻഡോ FDA ക്ലിയറൻസ് ഏജൻസി കൂടിയാണ്. അതായത് ഏകജാലക FDA ക്ലിയറൻസ് ഏജൻസിയാണിത്. ഓട്ടോമാറ്റിക് റൂട്ടിന് കീഴിലാണ് ഈ സാങ്കേതിക വിദ്യ കൈമാറ്റ കരാർ അനുവദിച്ചത്. ദ ടെക്നോളജി ട്രാൻസ്ഫർ അഗ്രിമെന്റ് വാസ് അലൗഡ് അണ്ടർ ദി ഓട്ടോമാറ്റിക് റൂട്ട്. ദ ഫേസ്ഡ് മാനുഫാക്ചറിംഗ് പ്രോഗ്രാം വാസ് എ കണ്ടീഷൻ on foreign firms to reduce imported inputs and use domestic inputs, and it was abolished in 1991. അതായത് ഘട്ടം ഘട്ടമായിട്ട് നിർമ്മാണ പ്രോഗ്രാം ഇറക്കുമതി ഇൻപുട്ടുകൾ കുറയ്ക്കാൻ, ആഭ്യന്തര ഇൻപുട്ടുകൾ ഉപയോഗിക്കാൻ വിദേശ സ്ഥാപനങ്ങൾ ഒരു നിബന്ധന ആയിരുന്നു. അത് 1991 റദ്ദാക്കി. ദെൻ അണ്ടർ ദ മാൻഡേറ്ററി കൺവേർട്ടിബിലിറ്റി ക്ലോസ് വൈൽ ഗിവിംഗ് ലോൺസ് ടു ഫേംസ്, part of the loan will or can be converted to equity of the company if the banks want the loan in a specified time. This was also abolished. അതായത് നിർബന്ധിത പരിവർത്തന വ്യവസ്ഥ പ്രകാരം സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുമ്പോൾ ബാങ്കുകൾ ഒരു നിർദ്ദിഷ്ട സമയത്ത് വായ്പ ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് വായ്പയുടെ ഒരു ഭാഗം കമ്പനിയുടെ ഓഹരിയിലേക്ക് മാറ്റാമെന്നുള്ളതാണ്, അതും റദ്ദാക്കി. ദെൻ ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് വാസ് അബോളിഷ്ഡ് എക്സെപ്റ്റ് ഫോർ 18 ഇൻഡസ്ട്രീസ്. അതായത് 18 വ്യവസായങ്ങൾ ഒഴികെ വ്യാവസായിക ലൈസൻസ് റദ്ദാക്കി. ദ മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് MRTP ആക്ട് അണ്ടർ ദിസ് MRTP കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ദി MRTP ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ചെക്ക് monopolies. The MRTP Act was relaxed in 1991 on the recommendation of the SVS Raghavan Committee. Competition Act 2000 was passed. അതായത് കുത്തകകളും നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങളും നിയമം, അതായത് അദ്ദേഹത്തിൻ്റെ MRTP ആക്ട് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ MRTP കമ്മീഷൻ പ്രകാരം സ്ഥാപിതമായി കുത്തകകളെ പരിശോധിക്കാൻ MRTP നിയമം അവതരിപ്പിച്ചു. MRTP നിയമത്തിൽ 1991 ഇളവ് വരുത്തി. SV രാഘവൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കോമ്പറ്റീഷൻ ആക്ട് 2000 പാസ്സാക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. The major objectives. Its objectives were to promote competition by creating an enabling environment. Review of the public sector under this new industrial policy in 1991 are. അതായത് 1991 ഈ ഒരു പുതിയ വ്യാവസായിക നയത്തിന് കീഴിലെ പൊതുമേഖലയുടെ പ്രാപ്തമായ പരിസ്ഥിതി അവലോകനം സൃഷ്ടിച്ചുകൊണ്ട് മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് വൺ പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ദിസ് ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് സെക്ടർ, അതായത് പൊതുമേഖലാ നിക്ഷേപങ്ങൾ, പൊതുമേഖലയുടെ ഓഹരി വിൽപ്പന. ദെൻ സെക്കൻഡ് വൺ ഡി റിസർവേഷൻസ്. ഇൻഡസ്ട്രീസ് റിസർവ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പബ്ലിക് സെക്ടർ വർ റെഡ്യൂസ്ഡ്. അതായത് ഡി റിസർവേഷൻ, പൊതുമേഖലയ്ക്ക് മാത്രമായി നീക്കിവെച്ച വ്യവസായങ്ങളെല്ലാം കുറച്ചു. ദെൻ പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെന്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്, പൊതുമേഖലാ നടത്തിപ്പ്, ദ പ്രൊഫഷണലൈസേഷൻ. ദെൻ SIC PSUs to be referred to the Board for Industrial and Financial Restructuring BIFR എന്നാണ്. അതായത് രോഗിയായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് BIFR റെഫർ ചെയ്യണമെന്നുള്ളതാണ്. ദെൻ ദ സ്കോപ്പ് ഓഫ് MOUs was strengthened. MOU is an agreement between APSU and concerned ministry. അതായത് ധാരണാപത്രങ്ങളുടെ വ്യാപ്തി ശക്തിപ്പെടുത്തി. ധാരണാപത്രം ഒരു പൊതുമേഖലാ യൂണിയനും ബന്ധപ്പെട്ട മന്ത്രാലയം തമ്മിലുള്ള ഒരു കരാറാണ്. ഇതൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത്. ദെൻ പെർഫോമൻസ് ഓഫ് ലൈസൻസിങ്. സിൻസ് ദ ലിബറലൈസേഷൻ and deregulation of the Indian economy in 1991, most industries have been exempt from obtaining an industrial license to start manufacturing in India. Government attention is reserved only for those industries that may impact public health, safety and national security. അതായത് 1991 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണവും നിയന്ത്രണാതീതവും മുതൽ മിക്ക വ്യവസായങ്ങളും ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് വ്യാവസായിക ലൈസൻസ് നേടുന്നതിൽ നിന്നൊഴിവാണ്.
അതായത് പൊതുജനാരോഗ്യം, സുരക്ഷ, ദേശീയ സുരക്ഷ എന്നിവയെ സ്വാധീനിച്ചേക്കാവുന്ന വ്യവസായങ്ങൾക്ക് മാത്രമാണ് സർക്കാർ ശ്രദ്ധ നീക്കിവച്ചിരുന്നത്. ഇൻഡസ്ട്രിയൽ ലൈസൻസ് ആർ റെഗുലേറ്റഡ് ബൈ ദി IDRA in 1951 Act and are approved by the Secretariat of Industrial Assistance SIA on the recommendation of the Licensing Committee. അതായത് വ്യാവസായിക ലൈസൻസുകൾ IDRA 1951 ആക്ട് നിയന്ത്രിക്കുന്നു. അപ്പോൾ ലൈസൻസിംഗ് പ്രകാരം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമൊക്കെ വ്യാവസായിക സഹായ സെക്രട്ടറി SIA ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. So the provisions of the act restrict a licensed industrial undertaking for manufacturing a new article unless the license has been renewed or a new license has been obtained to include the new article. അതായത് വ്യാവസായിക ലൈസൻസുകൾ IDRA 1951 ആക്ട് നിയന്ത്രിക്കുന്നുണ്ട്. ദെൻ ലൈസൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള വ്യാവസായിക സെക്രട്ടറി ആയിട്ട് SIA ഇതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് പുതുക്കുകയോ അതായത് പുതിയ ലേഖനം ഉൾപ്പെടുത്താൻ പുതിയ ലൈസൻസ് നേടുകയോ ചെയ്തില്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരു വ്യാവസായിക സ്ഥാപനത്തെ പുതിയ ലേഖനം നിർമ്മിക്കുന്നതിൽ നിന്ന് നിയമത്തിലെ വ്യവസ്ഥകളായിട്ട് പരിമിതപ്പെടുത്തുന്നുണ്ട് എന്നാണ് പെർഫോമൻസ് ലൈസൻസിംഗിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. Then industries that require industrial licensing for manufacturing in India include first one industries under compulsory licensing and industrial undertaking attracting location restrictions. അതായത് ഇന്ത്യയിലെ നിർമ്മാണത്തിന് വ്യാവസായിക ലൈസൻസിങ് ആവശ്യമുള്ള വ്യവസായങ്ങളിൽ നിർബന്ധിത ലൈസൻസിങ് പ്രകാരം ഉള്ള വ്യവസായങ്ങൾ, പിന്നെ അതുകൂടാണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലൊക്കേഷൻ നിയന്ത്രണങ്ങളൊക്കെ ആകർഷിക്കുന്നുണ്ട്. Then the licensing provision also applies to the expansion of the existing industrial units. അതായത് നിലവിലുള്ള വ്യാവസായിക യൂണിറ്റുകളുടെ വിപുലീകരണത്തിനും ഈ ലൈസൻസിംഗ് വ്യവസ്ഥ ബാധകമാണ്. Earlier, large industries that manufactured items that were exclusively reserved for micro, small and medium enterprises MSME also needed to obtain an industrial license. അതായത് നേരത്തെ മൈക്രോ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെയാണ് MSME എന്ന് പറയുന്നത്. മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ദാറ്റ് ഈസ് MSME. അപ്പോൾ MSMEക്ക് മാത്രമായിട്ട് റിസർച്ച് ചെയ്ത ഇനങ്ങൾ നിർമ്മിച്ച വലിയ വ്യവസായങ്ങളും ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസ് നേടേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് MSMEs ആർ പ്രീവിയസ്ലി നോൺ ആസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി SSI. അതായത് ചെറുകിട വ്യവസായം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എന്നാണ് MSMEകൾ മുമ്പ് അറിയപ്പെട്ടിരുന്നത്. വൻകിട വ്യവസായങ്ങളുമായുള്ള തുല്യതയില്ലാത്ത മത്സരത്തിൽ നിന്ന് തദ്ദേശീയ നിർമ്മാതാക്കളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. The provision was aimed at protecting indigenous manufacturers from unequal competition with large-scale industries. However, in April 2015, the government unreserved these items to encourage greater foreign investment, incorporate better technologies, and enhance competition in the Indian and global market for the products. Large industries are now permitted to manufacture items including bread, pickles and chutneys, mustard oil, groundnut oil, wooden furniture, firework, steel chairs and tables, padlocks, stainless steel, aluminium utensils, glass bangles, exercise books and registers, wax candles, laundry soap, safety matches, agarbattis, etc. without obtaining an industrial license. ഇവിടെ പറയുന്നത് എന്നിരുന്നാലും 2015 ഏപ്രിലിൽ കൂടുതൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളൊക്കെ ഉൾപ്പെടുത്താനും വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഇന്ത്യൻ ആഗോള വിപണിയിൽ ഒരു മത്സരം വർദ്ധിപ്പിക്കാനും സർക്കാർ ഈ ഇനങ്ങൾ റിസർച്ച് ചെയ്തു. ഏതൊക്കെയാണ് ഇനങ്ങൾ നമുക്ക് നോക്കാം. അതായത് റൊട്ടി, അച്ചാറുകൾ, ചട്നികൾ, കടുകെണ്ണ, നിലക്കടല എണ്ണ, തടി, ഫർണിച്ചറുകൾ, ഫയർ വോക്ക്, സ്റ്റീൽ കസേരകൾ, മേശകളും, പാഡ്ലോക്കുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ, ഗ്ലാസ് വളകൾ, ദെൻ പുസ്തകങ്ങൾ, രജിസ്റ്ററുകൾ, മെഴുകുതിരികൾ, അലക്ക് സോപ്പ്, തീപ്പെട്ടികൾ, അഗർബത്തികൾ തുടങ്ങിയ ഉൾപ്പെടെ ഉള്ള ഇനങ്ങൾ നിർമ്മിക്കാൻ വലിയ വ്യവസായങ്ങൾക്ക് ഇപ്പോൾ അനുവാദമുണ്ട്. നെക്സ്റ്റ്, businesses planning to establish industries to produce any of the following items in India must obtain a compulsory license. അതായത് ഇന്ത്യയിൽ ഇനി പറയുന്ന ഇനങ്ങളിൽ ഏതെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ വ്യവസായങ്ങൾ സ്ഥാപിക്കാനൊക്കെ പദ്ധതിയിടുന്ന ബിസിനസ്സുകളുണ്ടെങ്കിൽ ഒരു നിർബന്ധിത ലൈസൻസ് വേണം. ഫോർ എക്സാമ്പിൾ ടുബോക്കോ ഐറ്റംസ്, ഡിഫൻസ്, എയ്റോസ്പേസ് ആൻഡ് വാർഷിപ്സ്, then hazardous chemicals, industrial explosives.
അതായത് പറയുന്നത് ഇവിടെ ഡിഫൻസ്, പുകയില ഇനങ്ങൾ, ഡിഫൻസ്, യുദ്ധക്കപ്പലുകൾ, പിന്നെ അപകടകരമായ രാസവസ്തുക്കൾ, ഇതെല്ലാം സ്ഫോടക വസ്തുക്കൾ, ഇതെല്ലാം പരിസ്ഥിതിയുടെ സുരക്ഷയും കൂടി നോക്കിയിട്ട് വേണം. അപ്പോൾ അത്തരം തന്ത്രപരമായ പരിഗണനകളും കാരണം ഈ വ്യവസായങ്ങൾക്ക് നിർബന്ധിത ലൈസൻസ് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ദീസ് ഇൻഡസ്ട്രീസ് റിക്വയർ കമ്പൽസറി ലൈസൻസ് ബിക്കോസ് ഓഫ് എൻവയോൺമെന്റൽ സേഫ്റ്റി ആൻഡ് സ്ട്രാറ്റജിക് കൺസിഡറേഷൻസ്. ദ ഇൻഡസ്ട്രീസ് അമെൻമെന്റ് ആക്ട്, that is 2016, excluded the production of alcohol for portable purposes from the ambit of the act. That is, the Supreme Court in a 1997 judgment demarcated the regulation of production of alcohol between the central government and the state government. ഇവിടെ പറയുന്നത് വ്യാവസായിക ഭേദഗതി നിയമം 2016 നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് കുടിവെള്ള ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ഗാർഹിക ഉപയോഗം, മദ്യ ഉൽപ്പാദനം ഒഴിവാക്കി എന്നുള്ളതാണ്. അതായത് 1997 വിധിയിൽ, സുപ്രീം കോടതി വിധിയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള മദ്യത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഒരു നിയന്ത്രണം നിർണയിച്ചു. Thus, central government regulates the production of alcohol for industrial use and the states regulate the production of alcohol for domestic consumption. According to the Department of Promotion of Industry and Internal Trade (DPIIT), given that the Government of India does not issue license in any other case, that is Press Note 17 had become irrelevant and thus withdrawn. ഇവിടെ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് മറ്റേതെങ്കിലും കേസിൽ ലൈസൻസ് നൽകുന്നില്ല. അതായത് പ്രസ് നോട്ട് 17 1984 സീരീസ് അപ്രസക്തമാവുകയും അങ്ങനെ ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത്. പ്രതിരോധ വിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, സൈനിക പരിശീലനത്തിനുള്ള പ്രത്യേക ഉപകരണങ്ങൾ, അപ്പോൾ ഇനി പറയുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് ലൈസൻസിങ് അതോറിറ്റിയാണ് വകുപ്പ്. 2017 മെയ് മാസത്തിൽ പ്രതിരോധ ഇനങ്ങളുടെ നിർമ്മാണത്തിന് ലൈസൻസ് പ്രോസസ് ചെയ്യുന്നതിനും അനുവദിക്കുന്നതിനും DPIITക്ക് അധികാരം നൽകി. ഇതിനു മുമ്പ് ഈ അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. The department is the licensing authority for the following products: defense, aircraft, warships, body armor and specialized equipment for military training. In May 2017, DPIIT was granted authority to process and grant license for manufacturing of defense items. Prior to this, the authority lay with the Ministry of Home Affairs. Then, location restrictions for industries in India. Under this provision, industries located within 25 kilometers of the periphery of cities having a population of at least 1 million must obtain an industrial license from the federal government. ഈ വ്യവസ്ഥ പ്രകാരം കുറഞ്ഞത് 1 ദശലക്ഷം ജനസംഖ്യയുടെ നഗരങ്ങളുള്ള പരിധിയിൽ നിന്ന് 25 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വ്യവസായങ്ങൾ ഫെഡറൽ സർക്കാരിൽ നിന്ന് ഒരു വ്യാവസായിക ലൈസൻസ് നേടണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി പറയുന്ന കേസുകളിൽ ഈ ലൊക്കേഷൻ നിയന്ത്രണം ബാധകമല്ല. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. This location restriction does not apply in the following cases. First one, industries manufacturing electronics, computer software and printing, or any other industry that may be classified as non-polluting industry, or industries located in an area designed as an industrial area before July 25, 1991. ഇവിടെ പറയുന്നത് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, പ്രിന്റിംഗ് എന്നിവ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മലിനമല്ലാത്ത വ്യവസായം, നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് എന്ന് തരംതിരിക്കാവുന്ന മറ്റേതെങ്കിലും വ്യവസായം. സെക്കൻഡ് കേസിൽ പറയുന്നത് ഇൻഡസ്ട്രീസ് 1991 ജൂലൈ 25 മുമ്പ് ഒരു വ്യാവസായിക പ്രദേശമായി നിശ്ചയിക്കപ്പെട്ട ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. The location of industrial unit is subject to appropriate local zoning, land use regulations as well as environmental regulations in order to maintain എക്കോളജിക്കൽ ഡിസിപ്ലിൻ. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള എക്കോളജിക്കൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ലൈസൻസ് രജിസ്ട്രേഷൻ ഫോർ ഇൻഡസ്ട്രീസ്. The Department for Promotion of Industry and Internal Trade (DPIIT) has established the Department for Promotion of Industry and Internal Trade G2B portal, a single window portal to obtain clearance from various governments and government agencies. ഇവിടെ പറയുന്നത് DPIIT വിവിധ സർക്കാരുകളിൽ നിന്നും സർക്കാർ ഏജൻസികളിൽ നിന്നും ക്ലിയറൻസ് നേടുന്നതിന് ഒരു ഏകജാലക പോർട്ടൽ, വ്യവസായ പ്രോത്സാഹനം, ആഭ്യന്തര വ്യാപാരം G2B പോർട്ടൽ വകുപ്പ് സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വ്യാവസായിക സംരംഭങ്ങളുടെ മെമ്മോറാണ്ടം IEM, ഇൻഡസ്ട്രിയൽ ലൈസൻസ് IL,
അപേക്ഷകർ ഓൺലൈൻ ഫയൽ ചെയ്യുന്നതിന് പോലെയുള്ള ബിസിനസ് G2B സേവനങ്ങളിലേക്കുള്ള സർക്കാരിന് പ്രവേശനം നൽകുന്ന ഒരു സംയോജിത പ്ലാറ്റ്ഫോമാണ് ഈ പോർട്ടൽ എന്നുള്ളതാണ്. ദ പോർട്ടൽ ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം ദാറ്റ് പ്രൊവൈഡ്സ് ആക്സസ് ടു ഗവൺമെൻറ് ടു ബിസിനസ് G2B സർവീസസ് സച്ച് ആസ് ഫില്ലിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണേഴ്സ് മെമ്മോറാണ്ടം IEM and Industrial License IL applications online. The online portal has the required authentication mechanisms for submitting IEM and IL applications. Previously, the applications for registration has made to the Secretariat of Industrial Assistance SIA, Department of Industrial Policy and Promotion DIPP along with a fee. ഇവിടെ പറയുന്നത് IEM IL അപേക്ഷകർ സമർപ്പിക്കുന്നതിന് ആവശ്യമായ ആധികാരിക സംവിധാനങ്ങൾ ഓൺലൈൻ പോർട്ടലിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മുമ്പ് രജിസ്ട്രേഷൻ അപേക്ഷ ഒരു ഫീസ് സഹിതം വ്യാവസായിക നയം പ്രോത്സാഹന വകുപ്പ് DIP വ്യാവസായിക സഹായം സെക്രട്ടറി IIA ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൈസൻസ് ഒക്കെ നമുക്ക് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു നിയന്ത്രിത ചരക്കുകൾ അനുവദിക്കുന്നതിനും അതിൻ്റെ നിർമ്മാണത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ സാധനങ്ങൾ ഇറക്കുമതി ലൈസൻസ് നൽകുന്നതിനും ഒരു വ്യാവസായിക സ്ഥാപനത്തിന് അർഹതയുണ്ട്. അപ്പോൾ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കാൻ പറ്റും എന്നുള്ളതാണ്. The government may wish to regulate monopolies to protect the interest of consumers. For example, monopolists have the market power to set prices higher than in competitive market. ഉദാഹരണത്തിന് അതായത് മോണോപ്പൊളി പവറിനാണ് കുത്തകകൾക്കാണ് മത്സര വിപണിയേക്കാൾ ഉയർന്ന വില നിശ്ചയിക്കാനുള്ള ഒരു മാർക്കറ്റ് ഫോഴ്സസ് ഉള്ളത് എന്നുള്ളതാണ്. Monopolists have the market power to set prices higher than the competitive markets. The government can regulate monopolies through price capping, that is limiting price increases. വില വർധനവ് പരിമിതപ്പെടുത്തുന്നതാണ് പ്രൈസ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് റെഗുലേഷൻ മേജേഴ്സ് ആണ്, അതായത് ലയനങ്ങളുടെ നിയന്ത്രണം. ദെൻ ബ്രേക്കിംഗ് അപ്പ് മോണോപ്പൊളീസ്, കുത്തകകളെ തകർക്കുന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. ദെൻ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻടു കാർട്ടൽസ് ആൻഡ് അൺഫെയർ പ്രാക്ടീസസ്, അതായത് കാർട്ടലുകളുടെയും അന്യായമായ സമ്പ്രദായങ്ങളെയും കുറിച്ചുള്ള അന്വേഷണങ്ങളാണ്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ് നാഷണലൈസേഷൻ, ദേശസൽക്കരണം, ദാറ്റ് ഈസ് ഗവൺമെന്റ് ഓണർഷിപ്പ്, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. And the next slide, why the government regulate monopolies. There are 5 reasons for the government to regulate monopolies. First one, prevent excess prices. Second one, quality of service. Third case, monopoly power. And the fourth one, promote competition. And the fifth case, natural monopolies. First case, prevent excess prices. അതായത് അധിക വില തടയുക. Without government regulation, monopolies could put prices above the competitive equilibrium. This would lead to allocative inefficiency and a decline in consumer welfare. അതായത് സർക്കാർ നിയന്ത്രണമില്ലാതെ കുത്തകകൾക്ക് മത്സര സന്തുലിതാവസ്ഥയ്ക്ക് മുകളിൽ വിലകൾ സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ അത് അലോക്കേറ്റീവ് കാര്യക്ഷമതയില്ലായ്മയ്ക്കും ഉപഭോക്തൃക്ഷേമത്തിന്റെ ഇടിവിനും കാരണമായേക്കാം. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ക്വാളിറ്റി ഓഫ് സർവീസസ് ആണ്. ഇഫ് എ ഫേം ഹാസ് എ മോണോപ്പൊളി പവർ over the provision of a particular service, it may have little incentive to offer a good quality service. Government regulation can ensure the firm meets minimum standard of service. അതായത് സേവനത്തിന്റെ ഗുണനിലവാരമാണ്. ഒരു പ്രത്യേക സേവനം നൽകുന്നതിൽ ഒരു സ്ഥാപനത്തിന് കുത്തകയുണ്ടെങ്കിൽ ഒരു നല്ല ഗുണമേന്മയുള്ള സേവനം വാഗ്ദാനം ചെയ്യുന്നതിന് അതിന് ചെറിയ പ്രോത്സാഹനമൊക്കെ ഉണ്ടായേക്കാം. അതായത് സർക്കാർ നിയന്ത്രണത്തിന് സ്ഥാപനം സേവനത്തിന്റെ മിനിമം മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ കഴിയും. അത് തേർഡ് കേസാണ് മോണോപ്സണി പവർ എന്നുള്ളത്. എ ഫേം വിത്ത് മോണോപ്സണി സെല്ലിംഗ് പവർ മേ ഓൾസോ ബി ഇൻ എ പൊസിഷൻ ടു എക്സ്പ്ലോയിറ്റ് മോണോപ്സണി ബൈയിങ് പവർ. ഫോർ എക്സാമ്പിൾ, സൂപ്പർ മാർക്കറ്റ്സ് മേ യൂസ് ദെയർ ഡോമിനന്റ് മാർക്കറ്റ് പൊസിഷൻ ടു സ്ക്വീസ് പ്രോഫിറ്റ് മാർജിൻസ് ഓഫ് ഫാമേഴ്സ്. അതായത് മോണോപ്സണി പവർ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. അതിൽ ഒരു വാങ്ങുന്ന ആൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കുത്തക വിൽപ്പന അധികാരമുള്ള ഒരു സ്ഥാപനം മോണോപ്സണി വാങ്ങൽ എന്ന് പറയുന്നത് ശക്തി ചൂഷണം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരിക്കും. ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റുകൾ കർഷകരുടെ ലാഭ മാർജിനുകൾ ഞെരുക്കാൻ അവയുടെ ആധിപത്യ വിപണി സ്ഥാനം ഒക്കെ ഉപയോഗിച്ചേക്കാം. The fourth point ആണ് promote competition. In some industries, it is possible to encourage competition and therefore there will be less need for government regulation. അതായത് മത്സരങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ചില വ്യവസായങ്ങളിൽ മത്സരം പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അതിനാൽ സർക്കാർ നിയന്ത്രണത്തിന്റെ ആവശ്യം കുറവായിരിക്കും. Fifth point is natural monopolies. Some industries are natural monopolies due to high economies of scale. The most efficient number of firms is 1.
Therefore, we cannot encourage competition and it is essential to regulate the firm to prevent the abuse of monopoly power. അതായത് സ്വാഭാവികമായിട്ടുള്ള കുത്തകകൾ, അതായത് ചില വ്യവസായങ്ങൾ സ്വാഭാവിക കുത്തകളാണ്, നാച്ചുറൽ മൊണോപ്പൊളീസ് ആണ്. അതായത് ഉയർന്ന സമ്പദ് വ്യവസ്ഥകൾ കാരണം ഏറ്റവും കാര്യക്ഷമമായ എണ്ണം സ്ഥാപനങ്ങൾ ഒന്നാണ്. അതിനാൽ നമുക്ക് മത്സരത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ കുത്തക അധികാരത്തിന്റെ ദുരുപയോഗം തടയാൻ സ്ഥാപനത്തെ നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. Then next, how the government regulate monopolies. എങ്ങനെയാണ് കുത്തകകളെ സർക്കാർ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈസ് ക്യാപ്പിംഗ് ബൈ റെഗുലേറ്റേഴ്സ് RPIX. അതായത് for many newly privatized industries such as water, electricity and gas, the government created regulatory bodies such as OFGEM, Gas and Electricity Markets, then OFWAT, Tap Water, ORR, Office of Rail Regulator. അതായത് പുതുതായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട പല വ്യവസായങ്ങൾക്കും, അതായത് വെള്ളം, വൈദ്യുതി, വാതകം, ഇതെല്ലാം സർക്കാർ നിയന്ത്രണ സൃഷ്ടി ഇപ്രകാരമുള്ള കാര്യങ്ങൾ, അതായത് OFGEM എന്നും OFWAT എന്നും ORR എന്നും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ദെൻ അവരുടെ പ്രവർത്തനങ്ങളിൽ വിലവർധനവ് പരിമിതപ്പെടുത്താൻ അവർക്ക് കഴിയും. അതായത് amongst their functions they are able to limit price increases. They can do this with a formula. RPIX is the amount by which they have to cut prices by in real terms. അതായത് RPIX എന്ന ഫോർമുല ഉപയോഗിച്ച് അവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് യഥാർത്ഥ വ്യവസ്ഥയിൽ വില കുറയ്ക്കേണ്ട തുകയാണ്. ഇൻഫ്ലേഷൻ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇഫ് ഇൻഫ്ലേഷൻ ഈസ് 3% and X is equal to 1%, the firms can increase actual nominal prices by 3 minus 1, that is 2%. If the regulator thinks a firm can make efficiency saving and is changing too much to consumers, it can set a high level of X. അതായത് പണപ്പെരുപ്പം 3%, X is equal to 1% ആണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാപനങ്ങൾക്ക് യഥാർത്ഥ നാമമാത്രമായ വില എന്ന് പറയുന്നത് 2% ആണ്. അതായത് 3 minus 1 2% വർദ്ധിപ്പിക്കാൻ കഴിയും. അതായത് ഒരു സ്ഥാപനത്തിന് കാര്യക്ഷമത സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഉപഭോക്താക്കൾക്ക് വളരെയധികം നിരക്ക് ഈടാക്കുന്നുവെന്നും റെഗുലേറ്റർ കരുതുന്നുണ്ടെങ്കിൽ അത് ഉയർന്ന X നില ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു പാറ്റേണിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. In the early years of telecom regulation, the level of X was quite high because efficiency saving enable big price cuts. അതായത് ടെലികോം നിയന്ത്രണത്തിന്റെ ആദ്യ വർഷങ്ങളിലൊക്കെ X നില വളരെ ഉയർന്നതായിരുന്നു. കാരണം കാര്യക്ഷമത, സമ്പാദ്യം, വലിയ വില വെട്ടിക്കുറക്കലുകളെല്ലാം പ്രാപ്തമാക്കിയിട്ടുണ്ട്. അതായത് RPI plus or divide by minus K, that is for water industry. So in water, the price cap system is RPI plus or minus K. K is the amount of investment that the water firm needs to implement. അതായത് ജലസ്ഥാപനത്തിന്, അതായത് ആവശ്യമുള്ള നിക്ഷേപത്തിന്റെ അളവ് K നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് RPI പ്ലസ് ഓർ മൈനസ് K മൈനസ് വാട്ടർ ഇൻഡസ്ട്രി. ദെൻ ഇൻ വാട്ടർ, വെള്ളത്തിന്റെ കേസിൽ ദ പ്രൈസ് ക്യാപ് സിസ്റ്റം ഈസ് RPI പ്ലസ് ഓർ മൈനസ് പ്ലസ് K. ഇപ്പം ജലസ്ഥാപനത്തിന് ആവശ്യമുള്ള നിക്ഷേപത്തിന്റെ അളവ് K, അത് നടപ്പിലാക്കണം. അങ്ങനെ ഈ ജല കമ്പനികൾ മെച്ചപ്പെട്ട വാട്ടർ പൈപ്പുകൾ നിക്ഷേപം ആവശ്യമെങ്കിൽ അവർ വില വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ നിക്ഷേപത്തിന് പണം നൽകുക അത്യാവശ്യമാണ്. Thus, if water companies need to invest in better water pipes, they will be able to increase prices to finance this investment. And the next we are going to discuss the major advantages and disadvantages of RPIX regulation. First of all, advantages of RPIX regulation. First one, the regulator can set price increases depending on the state of the industry and potential efficiency savings. അതായത് വ്യവസായത്തിന്റെ അവസ്ഥയെയും സംഭവ്യമായ കാര്യക്ഷമതാ സമ്പാദ്യത്തെയും ആശ്രയിച്ച് റെഗുലേറ്റർക്ക് വിലവർധന ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. Then the second point, if a firm cut cost by more than X, they can increase their profits. Arguably, there is an incentive to cut cost. അതായത് ഒരു സ്ഥാപനം X അധികം ചെലവ് വെട്ടിക്കുറച്ചാൽ അവർ അവരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും. അതായത് ചെലവ് കുറയ്ക്കാൻ ഒരു പ്രോത്സാഹനം ഉണ്ടെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. Then the third one, surrogate competition ആണ്. In the absence of competition, RPIX is a way to increase competition and prevent the abuse of monopoly power. അതായത് സൊറഗേറ്റ് കോമ്പറ്റീഷൻ, വാടക മത്സരം, മത്സരത്തിന്റെ അഭാവത്തിൽ
RPIX മത്സരം വർദ്ധിപ്പിക്കാനും കുത്തക അധികാരത്തിന്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ഒരു മാർഗമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് RPIX റെഗുലേഷന്റെ മേജർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് RPIX റെഗുലേഷൻ. ആൻഡ് ദ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വാട്ട് ദ ലെവൽ ഓഫ് എക്സ് ഷുഡ് ബി. അതായത് എക്സ് നില എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വളരെ ചെലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാര്യമാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, ദർ ഈസ് എ ഡേഞ്ചർ ഓഫ് റെഗുലേറ്ററി ക്യാപ്ചർ where regulators become too soft in the form and allow them to increase prices and make supernormal profits. അതായത് റെഗുലേറ്ററി ക്യാപ്ചറിൽ ഒരു അപകടമുണ്ട്. അവിടെ റെഗുലേറ്റർമാർ സ്ഥാപനം വളരെ മൃദുവായി തീരുകയും വില വർദ്ധിപ്പിക്കാനും സൂപ്പർനോർമൽ പ്രോഫിറ്റ് നേടാൻ അവർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. Then however, firms may argue regulators are too strict and don't allow them to make enough profit for investment. എന്നിരുന്നാലും റെഗുലേറ്റർമാർ വളരെ കർശനമാണെന്ന് സ്ഥാപനങ്ങൾ വാദിച്ചേക്കാം. അതായത് നിക്ഷേപത്തിന് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടത്ര ലാഭം നേടാൻ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് തേർഡ് മേജർ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ദ ഫോർത്ത് വൺ, if a firm becomes very efficient, it may be penalized by having higher levels of X. So it can't keep its efficiency saving. അതായത് ഒരു സ്ഥാപനം വളരെ കാര്യക്ഷമമായാലേ ഉയർന്ന നിലകൾ അത് എക്സ് ഉള്ളതിനേക്കാൾ പിഴ ചുമത്തപ്പെട്ടേക്കാം. അതിനാൽ അതിന്റെ കാര്യക്ഷമത നമുക്ക് ലാഭിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ ഇറ്റ് കാൺ കീപ് ഇറ്റ്സ് എഫിഷ്യൻസി സേവിംഗ്. Then second point, regulation of quality of service. Then regulators can examine the quality of the service provided by the monopoly. അതായത് സേവനത്തിന്റെ ഒരു ഗുണനിലവാരത്തിന്റെ നിയന്ത്രണമാണ്. മോണോപ്പൊളി നൽകുന്ന സേവനത്തിന്റെ ഗുണനിലവാരം റെഗുലേറ്റർമാർക്ക് പരിശോധിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ദ റെയിൽ റെഗുലേറ്റർ examines the safety record of rail firms to ensure that they don't cut corners. അതായത് ഉദാഹരണത്തിന് റെയിൽ റെഗുലേറ്റർ റെയിൽ സ്ഥാപനങ്ങളുടെ സുരക്ഷാ റെക്കോർഡ് പരിശോധിക്കുന്നു. അതായത് ഗ്യാസ്, വൈദ്യുതി വിപണികളിലേക്ക് റെഗുലേറ്റർമാരെ വൃദ്ധരേക്ക് ആശങ്കയോടെ പരിഗണിക്കുന്നു എന്ന് ഉറപ്പാക്കും. ഉദാഹരണത്തിന് ശൈത്യകാലത്ത് ഗ്യാസ് വിതരണം വിച്ഛേദിക്കാൻ കുത്തക അനുവദിക്കരുത് എന്നും പറയുന്നുണ്ട്. Then in gas and electricity markets, regulators will make sure that all the people are treated with concern. Example, not allow monopoly to cut off gas supplies in winter. Next, merger policy. The third point is that the merger policy, the government has a policy to investigate mergers which could create monopoly power. അതായത് ലയന നയം, കുത്തക ശക്തി സൃഷ്ടിക്കാൻ കഴിയുന്ന ലയനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് ഒരു നയമുണ്ട്. If a new merger creates a firm with more than 25% of market share, it is automatically referred to the Competition and Markets Authority (CMA). അതായത് ഒരു പുതിയ ലയനം വിപണി വിഹിതത്തിന്റെ 25% അധികം ഒരു സ്ഥാപനം സൃഷ്ടിക്കുന്നുവെങ്കിൽ, അതായത് ന്യൂ മെർജർ ക്രിയേറ്റ്സ് എ ഫേം വിത്ത് മോർ ദാൻ 25% ഓഫ് മാർക്കറ്റ് ഷെയർ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് സ്വമേധയാ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് അതോറിറ്റി റെഫർ ചെയ്തിരിക്കും. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റെഫർ ടു ദി കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് അതോറിറ്റി (CMA). Then CMA can decide to allow or block the merger depending on whether it believes it is in the public interest. For example, CMA blocked the merger between Sainsbury's and Asda as being against the public interest. അതായത് പൊതു താല്പര്യത്തിന് വിശ്വസിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് ലയനം അനുവദിക്കാനോ തടയാനോ CMAക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത്, CMA പൊതു താല്പര്യത്തിന് എതിരായതുകൊണ്ട് സൈൻബറിയും നാസ്റ്റയും തമ്മിലുള്ള ലയനം തടഞ്ഞു. And the fourth point, breaking up a monopoly. In certain cases, the government may decide a monopoly needs to be broken up because the firm has become too powerful. അതായത് ചില സന്ദർഭങ്ങളിൽ സ്ഥാപനങ്ങളൊക്കെ വളരെ ശക്തമായതിനാൽ ഒരു കുത്തക തകർക്കേണ്ടതുണ്ടെന്ന് സർക്കാരിന് തീരുമാനിച്ചേക്കാം. സോ ദിസ് റെയർലി ഒക്കേഴ്സ്. ഇത് വളരെ റെയർ ആയിട്ടാണ് സംഭവിക്കുന്നത്, വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുക. ഉദാഹരണത്തിന് US മൈക്രോസോഫ്റ്റ് തകർക്കാൻ നോക്കി, പക്ഷെ എന്നാൽ അവസാനം ആ നടപടി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ദിസ് ഈസ് റെയർലി ഒക്കേഴ്സ്. ഫോർ എക്സാമ്പിൾ, US looked into breaking up Microsoft, but in the end the action has dropped. So this tends to be seen as an extreme step and there is no guarantee the new firms won't collude. അതായത് ഇതൊരു അങ്ങേയറ്റത്തെ നടപടിയായിട്ടാണ് കാണുന്നത്. പുതിയ സ്ഥാപനങ്ങൾ ഇതിനെ സഹകരിക്കുക എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. And the fifth point, yardstick or rate of return regulation. This is a different way of regulating monopolies to the RPIX price capping. അതായത് RPIX വില പ്രൈസ് ക്യാപ്പിംഗിലേക്ക് കുത്തകകളെ നിയന്ത്രിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണിത്. yardstick or rate of return regulation. The rate of return regulation looks at the size of the firm and evaluates what would make a reasonable level of profit from the capital base.
അതായത് സ്ഥാപനത്തിന്റെ വലുപ്പം നോക്കുകയും മൂലധന അടിത്തറയിൽ നിന്ന് ന്യായമായ ലാഭം സൃഷ്ടിക്കുന്നത് എന്താണെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആപേക്ഷിക വലുപ്പമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു സ്ഥാപനം വളരെയധികം ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ റെഗുലേറ്റർ വില വെട്ടിക്കുറയ്ക്കൽ നടപ്പിലാക്കുകയോ ഒറ്റത്തവണ നികുതി എടുക്കുകയോ ചെയ്തേക്കാം. അതായത് if the size of the firm is making too much profit compared to their relative size, the regulator may enforce price cuts or take one-off tax. The disadvantage of the rate of return regulation is that it can encourage cost padding. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ റെഗുലേഷൻ നിരക്കിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് കോസ്റ്റ് പാഡിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ലാഭനിലകള് അമിതമായിട്ട് കണക്കാക്കാതിരിക്കാൻ സ്ഥാപനങ്ങൾ ചെലവ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത് തന്നെ. അതായത് this is when firms allow cost to increase so that profit levels are not deemed excessive. Rate of return regulation gives little incentives to the efficient and increase profit. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ നിരക്ക് കാര്യക്ഷമമാകാനും ലാഭം വർദ്ധിപ്പിക്കാനും ചെറിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ എത്ര ലാഭം ന്യായമാണെന്ന് വിലയിരുത്തുന്നതിനാൽ റിട്ടേൺ റെഗുലേഷൻ നിരക്ക് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അത് വളരെ ഉയർന്ന് സജ്ജീകരിച്ചാല് സ്ഥാപനം അതിന്റെ കുത്തക അധികാരം ദുരുപയോഗം ചെയ്യുകയും ചെയ്യും. So also the rate of return regulation may fail to evaluate how much profit is reasonable. If it is set too high, the firm can abuse its monopoly power. And the final point, investigation of abuse of monopoly power. അതായത് കുത്തക അധികാര ദുർവിനിയോഗത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. In the UK, the Office of Fair Trading can investigate the abuse of monopoly power. അതായത് UK-യിലെ ന്യായപരമായ വ്യാപാര ഓഫീസ് കുത്തക അധികാരം ദുരുപയോഗം അന്വേഷിക്കാൻ കഴിയുന്നുള്ളതാണ്. This may include unfair trading practices such as collusion, collusive tendering, predatory pricing, vertical restraints. First one, collusion. The firms agree to set higher prices. ഇതിൽ പ്രധാനമായിട്ടും ഇതില് അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളൊക്കെ ഉൾപ്പെട്ടേക്കാം. കൊല്യൂഷൻ, ഒത്തുചേരൽ, അതായത് സ്ഥാപനങ്ങൾ ഉയർന്ന വില നിശ്ചയിക്കാൻ സമ്മതിക്കുന്നു എന്നുള്ളതാണ്. ദെൻ കൊളൂസീവ് ടെൻഡറിങ്, ഒത്തുചേരൽ ടെൻഡറാണ്. അതായത് പദ്ധതികൾക്കായിട്ട് ടെൻഡർ ചെയ്യുന്ന ബിഡ് പരിഹരിക്കുന്നതിന് സ്ഥാപനങ്ങൾ കരാറുകളിൽ ഏർപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. This occurs when firms enter into agreements to fix the bid at which they will tender for projects. അതായത് firms will take it in turn to get the contract and enable a much higher price for the contract. അതായത് കരാർ നേടുന്നതിന് കരാറിനെ വളരെ ഉയർന്ന വില പ്രാപ്തമാക്കാനും സ്ഥാപനങ്ങൾ ഇത് മാറി മാറി എടുക്കാറുണ്ട്. Then predatory pricing, setting low price to try and force rival firms out of business. Predatory price എന്ന് പറയുന്നത് ഒരു കൊള്ളയടിക്കുന്ന വിലയാണ്. അതായത് എതിരാളി സ്ഥാപനങ്ങളെ ബിസിനസ്സിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാനും നിർബന്ധിക്കാനും കുറഞ്ഞ വില നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ predatory pricing എന്ന് പറയുന്നത്. And the fourth case vertical restraints ആണ്. Vertical restraints എന്ന് പറയുമ്പോൾ ലംബമായ നിയന്ത്രണങ്ങളൊക്കെയാണ്. അതായത് prevent retail stock, rival products, selective distribution. For example, in the UK car industry, firms entered into selective and exclusive distribution networks to keep prices high. The Competition Commission report of 2000 found UK cars were at least 10% higher than European cars. അതായത് ഇവിടെ പറയുന്നത് ലംബമായ നിയന്ത്രണങ്ങളൊക്കെ റീറ്റെയിൽമാർ എതിരാളി ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് തടയുക, സെലക്റ്റീവ് വിതരണം, ഇതൊക്കെയാണ്. ഉദാഹരണത്തിനാണ് നമുക്ക് പറയുകയാണെങ്കിൽ UK കാർ വ്യവസായ സ്ഥാപനങ്ങൾ വില ഉയർന്ന നില നിലനിർത്താൻ തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ്സ് എക്സ്ക്ലൂസീവ് വിതരണ ശൃംഖലകളിൽ പ്രവേശിച്ചു. അതായത് 2000-ലെ കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ട് UK കാറുകൾ യൂറോപ്യൻ കാറുകളേക്കാൾ കുറഞ്ഞത് 10% കൂടുതലാണെന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഇതിന് മേജർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. Then conclusion. To conclude, we can say that India gained highly from the LPG model as its GDP increased to 9.7% in 2007 to 2008. In respect of market capitalization, India ranks fourth in the world, but even after globalization, condition of agriculture has not improved. The share of agriculture in the GDP is only 17%. അതായത് 2007-2008 GDP 9.7% ആയി വർദ്ധിച്ചതിനാൽ LPG മോഡലിൽ നിന്ന് ഇന്ത്യ ഉയർന്നൊരു നേട്ടമുണ്ടാക്കി. അതായത് വിപണി മൂലധനത്തിന്റെ കാര്യത്തില് ഇന്ത്യ ലോകത്തിൽ 4ാം സ്ഥാനത്താണ്. എന്നാൽ ആഗോളവൽക്കരണത്തിന് ശേഷവും കാർഷിക നില മെച്ചപ്പെട്ടിട്ടില്ല.
GDP-യിൽ കാർഷിക വിഹിതം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓൺലി 17% മാത്രമാണ്. The number of landless families has increased and farmers are still committing suicide. But seeing the positive effects of globalization, it can be said that very soon India will become these hurdles too and march strongly on its path of development. അതായത് ഭൂരഹിതരായ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും കർഷകർ ഇപ്പോഴും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്നാൽ ആഗോളവൽക്കരണത്തിന്റെ ഗുണപരമായ ഫലങ്ങൾ കാണുമ്പോൾ വളരെ വേഗം ഇന്ത്യ ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് അതിന്റെ വികസനത്തിന്റെ പാതയിലേക്ക് ശക്തമായി മുന്നേറുമെന്ന് തന്നെ നമുക്ക് പറയാം. The lesson of recent experience is that country must carefully choose a combination of policies that best enables it to take the opportunity while avoiding pitfalls. For over a century, the United States has been the largest economy in the world, but major developments have taken place in the world economy since then, leading to the shift of focus from the US and the rich countries of Europe to the two Asian games, India and China. Economists, experts, and various studies conducted across the globe envisage India and China to rule the world in the 21st century. അതായത് സമീപകാല അനുഭവത്തിന്റെ പാഠം നമുക്കൊരു രാജ്യം ശ്രദ്ധാപൂർവം അതിന്റെ അവസരം ഉപയോഗിക്കാൻ ഏറ്റവും നന്നായി പ്രാപ്തമാക്കുന്ന നയങ്ങളുടെ സംയോജനം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതായത് ചതിക്കുഴികളൊക്കെ ഒഴിവാക്കുക. ഒരു നൂറ്റാണ്ടിലേറെയായി അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. എന്നാൽ അതിനുശേഷം ലോക സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന സംഭവവികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് യു എസിൽ നിന്നും യൂറോപ്പിലെ സമ്പന്ന രാഷ്ട്രങ്ങളിൽ നിന്നും രണ്ട് ഏഷ്യൻ ഭീമന്മാരായ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ശ്രദ്ധ തിരിക്കാൻ കാരണമായി. അതായത് സാമ്പത്തിക വിദഗ്ധരും ലോകമെമ്പാടും നടത്തിയ വിവിധ പഠനങ്ങളും 21ാം നൂറ്റാണ്ടിൽ ലോകം ഭരിക്കാൻ ഇന്ത്യയും ചൈനയും വിഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എക്കോണമിക്സ് experts and various studies conducted across the globe envisage India and China to rule the world in the 21st century. India, which is now the fourth largest economy in terms of the purchasing power parity, may overtake Japan and become third major economic power within 10 years. To conclude, we can say that the modernization that we see around us in our daily life is a contribution of globalization. അതായത് ഉപസംഹാരത്തിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് നമുക്ക് ചുറ്റും കാണുന്ന ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ, ദെൻ ആഗോളവൽക്കരണത്തിന്റെ സംഭാവനയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഗ്ലോബലൈസേഷന്റെ ഒരു സംഭാവനയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലെ ഗുണപരവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അതിനാൽ ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ 1991 മുതൽ നമ്മെ വളരെ അധികം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. To conclude, we can say that the modernization that we see around us in our daily life is a contribution of globalization, and the globalization has both positive and as well as negative impacts on various sectors of Indian economy. So globalization has taken us a long way from in 1991, which has resulted in the advancement of our country. And the next major references ആണ് നമുക്ക് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സിന് ഈ ബുക്ക് റെഫർ ചെയ്യാവുന്ന ഇമ്പോർട്ടൻറ്റ് ബുക്സ് ആണ്. റോജർ ക്ലാർക്കെ, ബർത്ത്വാൾ, സ്മിത്ത്, ലേവ്, അലുവാലിയ, പ്രസന്നചന്ദ്ര, ഹാവൽ എബൻസ്റ്റൈൻ, ഉമാ കപില ആൻഡ് ബ്ലൂ ഷഖർ, സച്ച്, അലുവാലിയ തുടങ്ങിയ ഈ ബുക്കുകളെല്ലാം നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. താങ്ക് യു all your patience and support. Thank you for listening.